ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരുദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. നമഃ. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലെ ശ്രീമതേ ജയപതാകസ്വാമിനിധി നാമിനെ നമാചാര്യപാദായ നിതായ കൃപപ്രദായിനെ ഗൗരകഥാധാമദായ നഗരഗ്രാമതാരിണേ നമഃ. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലെ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധരോ ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരേ. യോധപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യ കില ശക്തിധരസ്വധാംനം അന്യാം സഹസ്രചരണശ്രവണത്വഗാദീൻ പ്രണാമ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഹരേ കൃഷ്ണ. താങ്ക് യു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. ഇപ്രാവശ്യം എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. ഗുരു മഹാരാജിന്റെ ലീലകളെ പറ്റി, ഗുരുമഹാരാജുമായിട്ടുള്ള എൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസിനെ പറ്റി പറയാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ആദ്യം ഞാൻ ഗുരുമഹാരാജിനെ കാണുന്നത് 1981-82 സമയത്താണ്. അതായത് ഗുരുമഹാരാജിന് അപ്പോ 71 മൈനസ് എത്ര ഉണ്ടാവും, 32 വയസ്സ് 33 വയസ്സ് പ്രായം ഗുരുമഹാരാജ്. ആ സമയത്താണ് ഞാൻ ആദ്യം ഗുരുമഹാരാജിനെ കാണുന്നത്. അദ്ദേഹം തിരുവനന്തപുരത്ത് വരുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എനിക്ക് വിജയ് വംശി വിഹാരിദാസ് എന്ന പേരായിട്ടൊരു ഡിവോട്ടി. അദ്ദേഹമാണ് എന്നെ ആദ്യമായിട്ട് ഇസ്കോണിലേക്ക് കൊണ്ടുപോകുന്നത്. ഞങ്ങള് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്, കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ആ സമയത്താണ് ആദ്യമായിട്ട് 82 പോകുന്നത്. ഗുരു മഹാരാജിനെ എൻ്റെ ആദ്യത്തെ വിസിറ്റ് ടെമ്പിളില് ഒരു രാധാഷ്ടമി ദിവസമായിരുന്നു. അന്ന് പ്രസാദം എല്ലാം കഴിച്ചു. അന്ന് അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു, ഗുരു മഹാരാജ് വരുന്നുണ്ട്, ഇനി ഒരാഴ്ച തന്നെ ഉള്ളൂ ഗുരു മഹാരാജ് വരാനായിട്ട്, ഒരാഴ്ചക്കുള്ള ഗുരു മഹാരാജ് വരും. സെപ്റ്റംബർ 22 സെപ്റ്റംബറിലാണ്. അപ്പൊ ഗുരു മഹാരാജിനെ കാണാൻ എനിക്ക് വളരെ മോഹമായിരുന്നു. കാരണം എന്തൊക്കെയോ വിചാരിച്ചു, ഗുരുവിനെ കാണണം, പ്രഭുപാദരുടെ ശിഷ്യൻ, നേരിട്ടുള്ള ശിഷ്യനാണ്, അദ്ദേഹത്തിനെ കാണണം എന്നൊക്കെ വിചാരിച്ച്, കാണുമ്പോൾ ഇതൊക്കെ പറയണം, നോട്ട് ചെയ്തൊക്കെ വെച്ചു, എന്തൊക്കെയാണ് ഞാൻ പറയേണ്ടത് എന്നൊക്കെ നോട്ട് ചെയ്തൊക്കെ വെച്ചു. അന്നൊന്നും അധികം അറിയില്ല. വന്ന ഒരാഴ്ചക്കുള്ളിലാണ്, ഇസ്കോണുമായിട്ട് കോണ്ടാക്ട് വന്ന ഒരാഴ്ചക്കുള്ളിലാണ് ഗുരുമഹാരാജിന്റെ വിസിറ്റ്. അപ്പോ ആകെ ഒന്നും അറിയില്ല ഇസ്കോണിനെ കുറിച്ച്, ആദ്യമായിട്ട്. അപ്പൊ ഗുരുമഹാരാജ് എയർപോർട്ടില് കാണാൻ വേണ്ടിട്ട് എയർപോർട്ടിൽ പോയി. എയർപോർട്ടില് ഞാനന്ന് ടെമ്പിളിൽ നിന്ന് എല്ലാവരും കാറിലൊക്കെ പോകണ്ടായിരുന്നു. പക്ഷെ ഞാനൊക്കെ ആദ്യം അപ്പൊ വന്നിട്ടില്ലേ ഉള്ളൂ, ഇസ്കോണിലേക്ക് ആദ്യം വന്നിട്ടേ ഉള്ളൂ. അപ്പൊ എനിക്ക് അത്രയൊന്നും അറിയില്ല, അവരുടെ കൂടെ ഒന്നും കൊണ്ടുപോകില്ലല്ലോ, കാരണം വെറും ഒരു വിസിറ്ററാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, ശരി എന്നാ ഞാനൊരു കാര്യം ചെയ്യും, സൈക്കിളിൽ പോവാം എന്ന് വെച്ചിട്ട് സൈക്കിളിൽ പോണ ദൂരേ ഉള്ളൂ എൻ്റെ വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക്. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് എയർപോർട്ടിലേക്ക് സൈക്കിളിൽ പോണ ദൂരേ ഉള്ളൂ. ഞാൻ സൈക്കിളിൽ പോയി അവിടെ ചെന്ന് എയർപോർട്ടില് ചെന്ന് ഗുരു മഹാരാജ് വന്നപ്പോ ഫ്ലൈറ്റ് ഇറങ്ങി വരുന്നത് ഇങ്ങനെ കാണാം. അതിങ്ങനെ ഹരേകൃഷ്ണനാഥം ജപിച്ചിട്ട് കാണുന്നവർക്കൊക്കെ ഇങ്ങനെ പ്രസാദം കൊടുത്തിട്ട് അദ്ദേഹം വന്നോണ്ടിരിക്കും. അതാണ് എൻ്റെ ആദ്യത്തെ സൈറ്റ്. ഇന്നും എൻ്റെ മനസ്സിലുള്ള ഗുരു മഹാരാജ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലുള്ള സൈറ്റ് ആദ്യത്തെ ആ സൈറ്റ് ആണ്. എന്തൊരു എലഗന്റ്. അപ്പൊ അന്നത്തെ അദ്ദേഹത്തിന്റെ പ്രായത്തിനും അദ്ദേഹത്തിന്റെ വികരണവും നല്ലൊരു ഗെറ്റപ്പ് ആയിരുന്നു.
അപ്പൊ തന്നെ നമസ്കരിച്ചു. ദൂരെ നിന്ന് കണ്ടപ്പോ തന്നെ ഡിവോട്ടീസ് എല്ലാം ജയാചാര്യപ്പാദ് എന്നൊക്കെ ഗുരുമഹാരാജനെ ഞങ്ങള് ആചാര്യപ്പാദിനെ വിളിച്ചോണ്ടിരുന്നു. ശിലാചാര്യപ്പാദ് ജയാചാര്യപ്പാദ് എന്ന് പാടുന്നുണ്ടായിരുന്നു. ഗുരുമഹാരാജ് ഉള്ളിലേക്ക് കയറുമ്പോ വീണ്ടും നമസ്കരിച്ചു. പാദത്തിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഫുൾ സാഷ്ടാംഗം നമസ്കരിച്ച് എണിച്ച് നോക്കിയപ്പോഴേക്കും വേറെ ആൾക്കാരാ. ഗുരുമഹാരാജ് ആൾറെഡി പോയി കഴിഞ്ഞു. സാധാരണഗതിയില് ഞാൻ വിചാരിച്ചു എന്നെ സന്യാസിയാണ്, അദ്ദേഹം വരും, നമസ്കരിക്കും, അദ്ദേഹം എന്നെ അനുഗ്രഹിക്കും എന്നൊക്കെ വിചാരിച്ചു. ഒന്നും ഉണ്ടായില്ല. അദ്ദേഹം നേരിട്ട് പോയി. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ വലിയൊരു ആളൊന്നുമല്ല, വളരെ ഇൻസിഗ്നിഫിക്കന്റ് ആണ്. വലിയ ആളെന്ന് വിചാരിച്ചാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത് ഗുരുമഹാരാജനെ കാണാൻ വേണ്ടി. പക്ഷെ വലിയ ആളൊന്നും അല്ല എന്ന് അപ്പൊ തന്നെ മനസ്സിലായി. അവിടുന്ന് നേരെ ടെമ്പിളിലേക്കാണ് ഗുരുമഹാരാജ് വന്നത്. അവിടെ ടെമ്പിളിന്റെ അറൈവൽ ലെക്ചർ ഒക്കെ ഉണ്ടായിരുന്നു. വന്ന ഉടനെ ഗുരുമഹാരാജിന്റെ പാദം കഴുകാം, പാദപൂജ ചെയ്യുക, ആരതി ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ആരതി ചെയ്യുമ്പോൾ എല്ലാവരും കൊണ്ടുവന്ന് പൂ അർപ്പിക്കും. ഗുരുമഹാരാജ് പ്രസാദം തരും. ആ പ്രസാദം കഴിക്കും. അപ്പൊ എല്ലാവരും വരിവരിയായിട്ട് നിന്ന് പൂ അർപ്പിച്ച് പ്രസാദമായി കൊടുക്കും. ഇതിന്റെ ഫസ്റ്റ് ക്ലാസ് എനിക്ക് അത്രയ്ക്കൊന്നും മനസ്സിലായില്ല. കാരണം ആക്സന്റ് ഇംഗ്ലീഷ് ഒന്നും അത്രയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ല. അത്ര അദ്ദേഹത്തിന്റെ ആക്സന്റ് ഒന്നും മനസ്സിലായിരുന്നില്ല. എന്റെ ഫ്രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഗുരുമഹാരാജിന്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ തന്നെ ഒന്ന് തന്നെ ആൾക്കാരൊക്കെ കുറവാണല്ലോ. അപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ഞാന് നമസ്കരിച്ചു. പേരെന്താണ്, എന്റെ പേരൊക്കെ പറഞ്ഞു. ഫ്രം നമ്പൂതിരി ബാക്ക്ഗ്രൗണ്ട്, വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞു. വലിയ ഒരു സ്പെഷ്യലായിട്ടൊരു പ്രസാദമൊക്കെ തന്നു. എനിക്കും സന്തോഷമായി നേരിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അന്ന് അദ്ദേഹം ആദ്യമായിട്ട് കാണുമ്പോ ആ സമയത്ത് അദ്ദേഹം എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് ചോദ്യം. ചോദിച്ചു, സോ എന്താണ്, വാട്ട് ഈസ് യുവർ ഡിസയർ, എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചു. അപ്പോ ഞാൻ പറഞ്ഞു, അന്നൊക്കെ നമുക്ക് എന്താ അറിയാം, എഞ്ചിനീയർ ആണോ ഡോക്ടർ ആണോ എന്നൊക്കെ പറഞ്ഞ കാലം. നമുക്കൊന്നും അറിയില്ല, ചെറിയ കുട്ടിയാണ്, കോളേജിൽ ചേർന്ന് പഠിക്കുന്നു എന്നല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ചൊരു സമയം എടുക്കേണ്ടി വന്നു. എനിക്ക് അറിയില്ലല്ലോ എന്താണ് ആവേണ്ടത്. ഇങ്ങനെ ചോദ്യം പ്രതീക്ഷിക്കുന്നില്ലല്ലോ. നിങ്ങൾക്ക് എന്താ വേണ്ട, എന്താ ആവേണ്ടതെന്ന് ചോദിച്ചു. എനിക്ക് ഡിവോട്ടി ആവണമെന്ന് പറയാൻ എനിക്കറിയില്ല, ഒന്നും എനിക്കറിയില്ല, ജസ്റ്റ് ആദ്യത്തെ സമയം. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ എന്ത് ചെയ്താലും അതൊക്കെ എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അതാണ് എൻ്റെ ലൈഫിൽ എനിക്കുള്ള ആഗ്രഹം എന്ന് ഞാൻ പറഞ്ഞു. ഗുരുമഹാരാജ് ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്താണ്, എങ്ങനെയാ നിങ്ങൾ എല്ലാവരെയും സന്തോഷപ്പെടുത്താന്ന് ചോദിച്ചു. Can you make your family happy? Can you make your relatives happy? Can you make your friends happy? You want everybody to say good about you? എന്നൊക്കെ ചോദിച്ചു. You want to please the whole world? അപ്പൊ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഗുരുമഹാരാജ്. ഉത്തരം പറയാൻ പറ്റുന്നില്ല എനിക്ക്, ഞാനങ്ങനെ സ്റ്റാമർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴേക്കും ഗുരുമഹാരാജ് പറഞ്ഞു, ഏറ്റവും നല്ല ഉപകാരം തവ കഥാമൃതം എന്നുള്ള ശ്ലോകം കോട്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗോപിക ഗീതത്തിലെ ശ്ലോകമുണ്ട്, തവ കഥാമൃതം തപ്ത ജീവ ഭുവിഗൃണന്തിയേ ഭൂരിതാജന. ഈ ലോകത്തിലെ ഏറ്റവും നല്ല സോഷ്യൽ വർക്കേഴ്സ്, ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്ന ആൾക്കാർ ഭക്തന്മാരാണ്. സോ യു വാണ്ട് ടു ബിക്കം എ ഡിവോട്ടി? ഞാൻ പറഞ്ഞു, യെസ്, ഐ വാണ്ട് ടു ബിക്കം എ ഡിവോട്ടി. അപ്പാണ് ആദ്യമായിട്ട് ഒരു ഐഡിയ വന്നത്, ഐ വാണ്ട് ടു ബിക്കം എ ഡിവോട്ടി. അവരുടെ സജഷൻ ആദ്യം വന്നത് ഗുരുമഹാരാജ് ഇദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ നിന്നാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, യു റീഡ് ഭഗവത്ഗീത, ഭാഗവതം വായിക്കുക, ഹരേ കൃഷ്ണ നാമം ജപിക്കുക, ഡിവോട്ടീസ് നിറയെ പേര് ഇവിടെ ഉണ്ട്, സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാം, കോണ്ടാക്ട് ചെയ്യാം, കാലക്രമത്തില് ദീക്ഷയൊക്കെ വാങ്ങാം, ദീക്ഷയൊക്കെ വാങ്ങി ആത്മീകമായിട്ട് പുരോഗമിക്കാം എന്ന്. അതാണ് ആദ്യമായിട്ട് എന്നോട് അദ്ദേഹമായിട്ട് നേരിട്ടുള്ള സംഭാഷണത്തില് ആദ്യമായിട്ട് ഞാൻ കേട്ടത് ഗുരുമഹാരാജ്. അപ്പൊ ഇത് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി. എനിക്ക് ഡിവോട്ടി ആകണം എന്നൊരു മോഹം ഗുരുമഹാരാജ് ഇങ്ങനെ ഇട്ട് തന്നപ്പോ അതെനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയി. എനിക്ക് ഡിവോട്ടി ആവണം എന്നൊരു തോന്നലുണ്ട്. അതാണ് ഇത്രയും കാലം ഇനിയും ഡിവോട്ടി ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ
അത് എന്താവണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഡിവോട്ടിയാണ് ആവേണ്ടത് എന്ന് ആദ്യം ഗുരു മഹാരാജ് പറഞ്ഞു. ഗുരു മഹാരാജ് എനിക്ക് ദീക്ഷയും തന്നു. ഗുരു മഹാരാജിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട് എന്ന് മനസ്സിലായപ്പോഴേക്കും ഭയങ്കര സന്തോഷം. പക്ഷേ ഒരു വലിയ പ്രശ്നം എന്താ വെച്ചാല് വീട്ടിൽ നിന്ന് വിടില്ല. വീട്ടിലെ അച്ഛനൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അവിടെ ഇവിടെ ഒന്നും പോകാൻ പാടില്ല. വൈകുന്നേരം 7 മണിയാകുമ്പോൾ വീട്ടിലുണ്ടാകും. കോളേജിൽ പോകണോ, ട്യൂഷന് പോകണോ, എവിടെ പോകണമെങ്കിലും നേരെ 3 മണിക്കൂറല്ല ഞങ്ങളൊക്കെ വീട്ടിലുണ്ടാവും. അതാണ് അച്ഛൻ്റെ ഒരു സ്ട്രിക്റ്റ് റൂളാണ്. ഹരേ കൃഷ്ണ. കേൾക്കാനുണ്ടോ? ഹലോ, സൗണ്ട് കേൾക്കാനുണ്ടോ? ഹരേ കൃഷ്ണ, സൗണ്ട് കേൾക്കാനുണ്ടോ? കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. കേൾക്കണ്ട? കേൾക്കുന്നുണ്ട്. ഓക്കെ. അല്ല, സൗണ്ട് വളരെ ലോ ആണെന്ന് കാണിച്ചത്. ഓക്കെ, താങ്ക് യു. ഹരേ കൃഷ്ണ. ഇങ്ങനെ വന്നിട്ട് അപ്പൊ ഇങ്ങനെ അതാണ് എന്റെ ആദ്യത്തെ എൻകൗണ്ടർ ഗുരു മഹാരാജുമായിട്ട്. അത് കഴിഞ്ഞ് ഹലോ, ഹരേ കൃഷ്ണ. കഴിഞ്ഞിട്ട് ഫെബ്രുവരി മാസത്തില് ബാംഗ്ലൂര് ഗുരു മഹാരാജ് വരണ്ടെന്ന് കേട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് കുറെ ഡിവോട്ടീസ് എല്ലാം പോകുന്നുണ്ടെന്ന് കേട്ടു. അപ്പൊ അവരുടെ കൂടെ കൂടി. ആക്ച്വലി വീട്ടിൽ നിന്ന് പെർമിഷൻ ഒന്നും ഇല്ല പോകാനായിട്ട്. അപ്പൊ ഞാൻ വീട്ടിലൊരു നുണ പറഞ്ഞു. എനിക്ക് പറയാൻ പാടില്ലാത്തതാണ്. അന്നത്തെ കാലത്ത് അന്നത്തെ ഒരു ബുദ്ധി അത്രേ ഉണ്ടായുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കോളേജിൽ നിന്ന് ടൂർ പോകണ്ട്, എനിക്ക് ബാംഗ്ലൂരിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ട് കോളേജിൽ നിന്ന് പോവാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഡിവോട്ടീസിന്റെ കൂടെ ബാംഗ്ലൂരിൽ പോയി. ആ സമയത്താണ് ഗുരു മഹാരാജിന് ആ സമയത്ത് എയർപോർട്ടിൽ വീണ്ടും ബാംഗ്ലൂരിൽ പോയി. ബാംഗ്ലൂരെത്തി ഗുരു മഹാരാജ് എയർപോർട്ടിൽ സ്വീകരിക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും ഞങ്ങളൊക്കെ പോയി, എന്നെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ അവിടെ വന്ന് ഗുരു മഹാരാജ് ഇറങ്ങിയപ്പോൾ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് പുറത്തേക്ക് കീർത്തനത്തെ കൊണ്ട് സ്വീകരിച്ച് അദ്ദേഹം പുറത്തു വന്നു. കാറിൽ കയറി ഇരുന്നപ്പോൾ കാറിൽ കയറാൻ പോയപ്പോൾ ഞാൻ ബാക്കിൽ നിന്ന് ഓടിച്ചില്ല. കീർത്തനം നടക്കാണ്, ഓടിച്ചില്ല. ഹരേ കൃഷ്ണ ഗുരു മഹാരാജ്, ഐ എം ഹിയർ, ഐ ഹാവ് കം. എന്തോ ആൾക്കാരൊക്കെ ചിരിച്ചു. ആരാണ് ഈ ഐ, ആരാണ് ഞാൻ എന്ന് ആൾക്കാരൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെങ്കിലും ഞാൻ ഓടിച്ചെന്ന് എനിക്ക് എന്റെ എക്സൈറ്റ്മെന്റ്, സന്തോഷം താങ്ങാൻ വയ്യായിരുന്നു. ഗുരുവായൂരിനെ കണ്ടതൊരു സന്തോഷം, രണ്ടാമത് കാണുകയാണ്. അപ്പൊ അവിടെ ചെന്ന് കാറിന്റെ അടുത്ത് ചെന്നിട്ട് ഐ ഹാവ് കം ഫ്രം ട്രിവാൻഡ്രം, യു റിമെമ്പർ മീ? അപ്പൊ ഗുരു മഹാരാജ് ഒരു മാല തന്നു. ആ സമയത്ത് കയ്യിലൊരു മാല ഇരിക്കണ്ടത്, മാല തന്നിട്ട് താങ്ക് യു ഫോർ കമ്മിങ് എന്ന് ഗുരു മഹാരാജ്. താങ്ക് യു വെരി മച്ച്, നൈസ് ടു സീ യു ഇൻ ബാംഗ്ലൂർ. കാരണം കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുരു മഹാരാജിന്റെ വീട്ടിൽ നിന്ന് പെർമിഷൻ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്നും അലോ ചെയ്യൊന്നുമില്ല ഡിസ്കൗണ്ടിലേക്ക് വരാനായിട്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോ ആ സമയത്ത് അദ്ദേഹം കണ്ടപ്പോ താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ് എന്ന് പറഞ്ഞു. ആ സമയം ഞാൻ ദീക്ഷ വാങ്ങായിരുന്നു. ആക്ച്വലി ദീക്ഷ വാങ്ങാൻ വേണ്ടിയിട്ട് ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് ഇതുപോലത്തെ റിട്ടേൺ ടെസ്റ്റും അങ്ങനെയൊന്നുമില്ല. ഞാന് ഭഗവത്ഗീത ഒരു 4-5 ചാപ്റ്റർ പഠിച്ചിരുന്നു ആ സമയം കൊണ്ട്. പ്രഭുപാദരുടെ ലൈഫ് ഹിസ്റ്ററി വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ടുമായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യായിരുന്നു. അപ്പൊ ഫിലോസഫിക്കലി കുറച്ചൊരു നല്ലൊരു ഇൻട്രസ്റ്റ് വന്നിരുന്നു. ഒരു സയൻസ് ഓഫ് സെൽഫ് റിയലൈസേഷൻ ഒരു ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പഴയ ബുക്സ് എല്ലാം വിൽക്കുന്ന തിരുവനന്തപുരത്ത് ഒരു മൈതാനമുണ്ട്, പുത്തരിക്കണ്ടം മൈതാനം. അവിടെ നിന്ന് ഒരു പഴയ ബുക്സ് ഒക്കെ വിൽക്കുന്ന കടയിൽ നിന്ന് റോഡ് സൈഡിൽ നിന്ന് സയൻസ് ഓഫ് സെൽഫ് റിയലൈസേഷൻ ഒരു ബുക്ക് കിട്ടി, അത് വായിച്ചു. ഇതൊക്കെ ഞാൻ നേരത്തെ ആദ്യമായിട്ട് ഗുരുവായൂരിനെ കാണുന്നതിന് മുമ്പേ വായിച്ചിരുന്നു. എൻ്റെ ഫ്രണ്ട് തന്നെ വായിച്ചുള്ളതായിരുന്നു. അപ്പൊ ഈ ബാക്ക്ഗ്രൗണ്ട് ഒക്കെയാണ് ഉള്ളത്.
ഭഗവത്ഗീത മുഴുവനായിട്ട് വായിച്ചിട്ടാണ്. അപ്പൊ അവിടെ ചെന്നിങ്ങനെ ദീക്ഷ വേണം എന്ന് പറഞ്ഞപ്പോ അവിടുത്തെ ബാംഗ്ലൂരിലത്തെ അന്നത്തെ ടെമ്പിൾ പ്രസിഡന്റ് അദ്ദേഹം ശരി ദീക്ഷയ്ക്ക് ചോദിച്ചോളൂ, അദ്ദേഹത്തിന്റെ ബഹുമാനിന്റെ സെക്രട്ടറിയോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഡിവോട്ടി ഉണ്ടായിരുന്നു, ആ ഡിവോട്ടിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്റെ ട്രിവാൻഡ്രത്തുള്ള ടെമ്പിൾ പ്രസിഡന്റ് അന്ന് ഉണ്ടായിരുന്നത് മഹാസുന്ദർ പ്രഭുവാണ്, അദ്ദേഹം ഞാൻ റെക്കമെൻഡ് ചെയ്യാന്ന് പറഞ്ഞു. ഇങ്ങനെ ദീക്ഷ വാങ്ങി. ദീക്ഷയ്ക്ക് രാവിലെ 25-ാം തീയതി ആയിരുന്നു ദീക്ഷ നടക്കുന്ന ദിവസം. പക്ഷെ 24-ാം തീയതി ദീക്ഷ തരുമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അന്ന് എന്തുകൊണ്ടോ തരാൻ പറ്റിയില്ല. അന്ന് മുഴുവനും ഫാസ്റ്റ് ചെയ്തു. എന്നിട്ട് പിറ്റേന്ന് ഉച്ചവരെ ഫാസ്റ്റ് ചെയ്തു. പിറ്റേന്ന് ഉച്ചയ്ക്കാണ് ദീക്ഷ കിട്ടിയത്. അതുകൊണ്ട് ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. റിട്ടേൺ ടെസ്റ്റ് ഒന്നുമില്ല. ഇന്റർവ്യൂവിന്റെ സമയത്ത് ഗുരുമഹാരാജ് ചോദിച്ചു, വാട്ട് യു വാണ്ട്? ചെന്ന് കയറിയോണ്ട് എന്താ 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 നിനക്ക് വേണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഗുരുമഹാരാജ് ഉച്ചയ്ക്ക് പ്രസാദം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് അത് പ്രീവിയസ് ഡേ ഇന്റർവ്യൂവിന്റെ ദിവസം. അപ്പൊ ഗുരുമഹാരാജ് ചോദിച്ചു എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ ശരിക്കും ദീക്ഷ ചോദിച്ച് വാങ്ങണം എന്നാണ്. പോയി ബെഗ് ചെയ്ത് പോയി വേണം എന്ന് റിക്വസ്റ്റ് ചെയ്ത് ദീക്ഷ വാങ്ങേണ്ടതാണ്. അപ്പൊ ഗുരുമഹാരാജ് ചോദിക്കുക എന്താ നിനക്ക് വേണ്ട ചോദിക്കുമ്പോ എന്തിനാ വന്ന് എന്താ വേണ്ടെന്ന് ചോദിക്കുമ്പോ എനിക്ക് ദീക്ഷ വേണം എന്നാണ് പറയേണ്ടത്. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് മഹാപ്രസാദം വേണം. ഗുരുമഹാരാജ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉടനെ അദ്ദേഹം ഒരു ചപ്പാത്തിയുടെ കഷ്ണം ഇങ്ങനെ സബ്ജിയിൽ ഇങ്ങനെ മുക്കിയിട്ട് തന്നു കഴിയും. ഞാൻ കഴിച്ചു. ഭയങ്കര സന്തോഷമായി. സോ വീണ്ടും ചോദിച്ചു എന്താ വേണ്ടതെന്ന് ചോദിച്ചു വീണ്ടും. അപ്പോഴേക്കും എന്റെ ടെമ്പിൾ പ്രസിഡന്റ് ദേഷ്യം വന്നു. അദ്ദേഹം ചോദിച്ചു ദീക്ഷ വേണമെന്ന് പറയൂ, ദീക്ഷ വേണമെന്ന് പറയണ്ട. അപ്പൊ എന്താ ദീക്ഷ വേണമെന്ന് ചോദിച്ച് വാങ്ങിയ വേണ്ടത്, ദീക്ഷ വേണമെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഐ വാണ്ട് ഇനിഷിയേഷൻ. ഇനിഷിയേഷൻ എന്തിനാ ഇനിഷിയേഷൻ? 2-3 ചോദ്യങ്ങളൊക്കെ ഗുരുമഹാരാജ് ചോദിച്ചപ്പോ ഒരു ചോദ്യം ഹൂ ഈസ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഇതായിരുന്നു ആദ്യത്തെ ചോദ്യം. കൃഷ്ണൻ പറഞ്ഞപ്പോ ഗുരുമഹാരാജ് ചിരിച്ചു, എല്ലാവരും ചിരിച്ചു. അതറിയാം അല്ലേ. രണ്ടാമത്തെ ചോദ്യം ഓസ്റ്ററിറ്റി ആവശ്യമാണോ? ജീവിതത്തിലെ ആത്മീയ ജീവിതത്തിലെ ഓസ്റ്ററിറ്റി ആവശ്യമാണോ എന്ന് ചോദിച്ചു. തപസ്യ വേണമോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും തപസ്യ വേണം. ആത്മീക ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമൊക്കെ വേണ്ട തപസ്യാണ് എന്ന് പറഞ്ഞപ്പോ ഗുരുമഹാരാജ് ചോദിച്ചു എന്ത് തപസ്യ ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 16 മാല ഡെയിലി ജീവിക്കും, റെഗുലേറ്ററി പ്രിൻസിപ്പളൊക്കെ ഫോളോ ചെയ്യും. അപ്പൊ ഗുരുമഹാരാജ് ചിരിച്ചു. ഇതൊക്കെ തപസ്യാണ്. ഭഗവാന്റെ നാമം ജപിക്കുക, കീർത്തനം പാടുക, ഭക്തന്മാരായിട്ട് സഹവസിക്കുക, ഭഗവത്ഗീതയുടെ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ പഠിക്കുക, ഭഗവാന്റെ കഥകളിൽ കേൾക്കുക, ഇതൊക്കെ ആസ്തിരട്ടിയാണ്, ഇതൊക്കെ തപസ്യാണ്. ഇതൊക്കെ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളല്ല, എൻജോയബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഞാൻ ചോദിച്ചത് എൻജോയബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല, ആസ്തിരട്ടി എന്താ എടുക്കാൻ പോകണം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഏകാദശി നോക്കാം. ഏകാദശി നോക്കണമെന്ന് നമുക്ക് സന്തോഷം തരുന്ന കാര്യമില്ല. മാസത്തിൽ 2 പ്രാവശ്യം ഏകാദശി നോക്കുമ്പോൾ നമ്മുടെ ശരീരമൊക്കെ പ്യൂർ ആവുകയാണ്. അത് നമ്മുടെ ഹെൽത്ത് റീസണിന് വേണ്ടിയിട്ട് നോക്കാം ഏകാദശി. അതൊരു ആസ്തിരട്ടി എന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും ആസ്തിരട്ടി ചെയ്യുമെന്ന് ചോദിച്ചു. അത് ഞാൻ ബുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്നോ. ഇടയ്ക്ക് ഫ്രണ്ടിന്റെ കൂടെ ഇടയ്ക്കൊക്കെ ബുക്ക് ഡിസ്ട്രിബ്യൂഷന് പോകുമായിരുന്നു. ഈ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് ബുക്ക് ഡിസ്ട്രിബ്യൂഷന് പോകുമായിരുന്നു ഫ്രണ്ടിന്റെ കൂടെ. അപ്പൊ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ അതും എൻജോയബിൾ ആണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു സുസുഖം കർത്തും അമ്പയം ഭഗവത്ഗീത ഏതുവരെ വായിച്ചു? ഞാൻ പറഞ്ഞു 5-ാം അധ്യായം വരെ വായിച്ചിട്ടുണ്ട്. 5-ാം അധ്യായം ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് ശ്ലോകം വായിക്കണം എന്ന് വെച്ചാൽ പറഞ്ഞു എനിക്ക് ശ്ലോകം ഓർമ്മയില്ല, എന്ന കാര്യമാണ്. ആക്ടിവിറ്റി ഇൻ കൃഷ്ണ കർമ്മയോഗ ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ് അതാണ് വായിക്കുന്നത്. ഗുഡ് എന്ന് പറഞ്ഞിട്ട് ഗുരുമഹാരാജ് പറഞ്ഞു വായിച്ചില്ലാത്തൊരു കാര്യമുണ്ട്. 9-ാം അധ്യായത്തില് ഭഗവാൻ പറയുന്നുണ്ട് സുസുഖം കർത്തും അവ്യയം രാജവിദ്യ രാജഗുഹ്യം. ആ ശ്ലോകത്തില് സുസുഖം കർത്തും അവ്യയം എന്ന ആ ലൈൻ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഡിവോഷൻ സർവീസ് എപ്പോഴും എൻജോയബിൾ ആണ്. ഭഗവാന്റെ അംശമാണ് നമ്മളെന്ന് മനസ്സിലാക്കി ഭഗവാന്റെ സേവ ചെയ്യുന്നത് നമുക്ക് തികച്ചും സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഇതിൽ ആശ്രയിക്കൊന്നുമില്ല, തപസ്യൊന്നുമില്ല.
ജ്ഞാനിയാവണമെങ്കിൽ തപസ് ചെയ്യണം, യോഗിയാവണമെങ്കിൽ തപസ് ചെയ്യണം. പക്ഷെ ഭക്തനാവണമെങ്കിൽ എങ്ങനെയാണ് ശരിക്കും ആത്മാവിന്റെ തലത്തിലുള്ള എൻജോയ്മെന്റ് എന്ന് പഠിക്കുക, ഇതാണ് വേണ്ടത്. അതിൽ ആശ്രയിക്കുകയില്ല എന്ന് പറഞ്ഞു. അതൊരു ചോദ്യം. പിന്നെ വേറൊരു ചോദ്യം ചോദിച്ചു, വെജിറ്റേറിയൻ ആണോ നിർബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, വെജിറ്റേറിയൻ ആണോ നിർബന്ധമുണ്ട്. മങ്കി വെജിറ്റേറിയൻ അല്ലേ, അതിന്റെ മങ്കിക്കും ഉള്ള വ്യത്യാസം എന്താ വെജിറ്റേറിയൻ ആയിട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമ്മള് നിവേദിച്ച് പ്രസാദമായിട്ട് കഴിക്കുന്നു നമുക്ക് വെരി ഗുഡ് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇന്റർവ്യൂവിന് പാസ്സായി. ഇന്റർവ്യൂവിന് പാസ്സായിട്ട് നേരെ ദീക്ഷ, അടുത്ത ദിവസം ദീക്ഷ വാങ്ങി. ദീക്ഷയ്ക്ക് പേരെന്തെങ്കിലും വേണോന്ന് ചോദിച്ചു, എന്തെങ്കിലും പേര്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ശ്യാമസുന്ദർ ദാസ് എന്നുള്ള പേര് വേണം. കാരണം എന്താ വെച്ചപ്പോ എനിക്ക് ശ്യാമസുന്ദർ എന്നുള്ള പേര് ഭയങ്കര ഇഷ്ടമാണ്, ശ്യാം സുന്ദർ ദാസ് എന്ന പേര് മതി. അപ്പൊ ഗുരു മഹാരാജ് ചിരിച്ചു, ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് ദീക്ഷ വാങ്ങുന്ന സമയത്ത് നന്ദപുത്രദാസ് എന്ന് പേര്. ഇങ്ങനെയാണ് ആദ്യമായിട്ട് ദീക്ഷ വാങ്ങുന്ന സമയത്തുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. അത് കഴിഞ്ഞു പല പ്രാവശ്യം ഗുരു മഹാരാജ് വർഷത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യമെങ്കിലും മിനിമം നമ്മുടെ ട്രിവാൻഡ്രം ടെമ്പിളിൽ വരുമായിരുന്നു. ഗുരുമഹാരാജിനെ കണ്ടു. ഗുരു മഹാരാജിനോട് പല കാര്യങ്ങളും പറഞ്ഞു. DBT സർവീസ് എടുക്കാൻ പറഞ്ഞു, മലയാളത്തില് ട്രാൻസ്ലേഷൻ. അന്ന് ട്രാൻസ്ലേഷൻ ചെയ്യാനുള്ള കഴിവൊന്നും ഉണ്ടായില്ല, അത്രയ്ക്കുള്ള അറിവൊന്നും ഉണ്ടായില്ല. അപ്പോ വേറെ ഒരു പ്രൊഫസർ AV ശങ്കരൻ എന്നൊക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ വലിയ പ്രൊഫസേഴ്സാണ്. നലപ്പാട് ബലാമണിയമ്മ വലിയ കവയത്രിയാണ്. അപ്പൊ ഇവരൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിവോട്ടീസ് വായിച്ചു നോക്കിയാലേ അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ ട്രാൻസ്ലേഷൻ ക്രോസ് ചെക്ക് ചെയ്യണം. പ്രഭുപാദിന്റെ ഇംഗ്ലീഷ് വായിക്കുക, മലയാളത്തിലെ ഓരോ സെന്റൻസ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കി അത് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള സർവീസ് ഗുരു മഹാരാജ് എനിക്ക് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് DBT സർവീസ് വളരെ വാല്യുബിൾ സർവീസ് ആണ്, അത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഭഗവത്ഗീത മലയാളം, ടീച്ചിങ്സ് ഓഫ് ലോർഡ് ചൈതന്യ, ആത്മഗവേഷണം തുടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ ബുക്കുകൾ, കുറെ ബുക്കുകളുണ്ടായിരുന്നു. ഇതൊക്കെ ട്രാൻസ്ലേഷൻ ചെക്കിങ്ങും ചിലത് ട്രാൻസ്ലേഷനും ഒക്കെ ചെയ്തിട്ടുണ്ട്. കൃഷ്ണ റിസർവോയർ ഓഫ് പ്ലഷർ, പല ബുക്കുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ആ ട്രാൻസ്ലേറ്റ് ഇപ്പൊ ആ കാലത്തൊന്നും അധികം ആൾക്കാർ മലയാളം സംസാരിക്കുന്ന ഡിവോട്ടീസ് അവിടെ ഉണ്ടായില്ല. ആ സമയത്ത് ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. എവിടെയെങ്കിലും ഒക്കെ എന്നെയാണ് വിളിക്കാറ്, നന്ദപുത്ര ട്രാൻസ്ലേറ്റ് ചെയ്യാൻ മലയാളത്തിൽ എന്ന് പറഞ്ഞു. ശരിക്കും ആക്ച്വലി എനിക്ക് ആദ്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ചെറുപ്പകാലത്ത് നിറയെ വിക്കും ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ലേണഡ് പ്രൊഫസർ ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്തിൽ, പേര് പറയുന്നത് ശരിയാവില്ല എന്ന് വിചാരിക്കുന്നു, ജ്യോതിഷ പണ്ഡിതനൊക്കെ ആയിരുന്നു. അപ്പൊ അദ്ദേഹമാണ് ഒരു ക്ലാസ്, ഗുരുമാനിന്റെ ക്ലാസ് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ട്രാൻസ്ലേഷന്റെ കാര്യം പറയാൻ്റെ കാരണം ഉണ്ടായിട്ട്. അപ്പൊ ഇദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അഭേദാനന്ദ ആശ്രമത്തിൽ വെച്ചൊരു പ്രോഗ്രാമാണ്. ഗുരു മഹാരാജ് ക്ലാസ് കൊടുക്കുന്നുണ്ട്, ഇദ്ദേഹം ട്രാൻസ്ലേഷൻ നടത്തുന്നുണ്ട്. അപ്പോ ട്രാൻസ്ലേഷൻ ചെയ്തൊരു 10-15 വാക്കുകൾ ട്രാൻസ്ലേറ്റ് ചെയ്തതിനു ശേഷം, ഗുരു മഹാരാജിന്റെ 10-15 സെന്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്തതിനു ശേഷം ഗുരു മഹാരാജ് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിന് മലയാളം ശുദ്ധമായിട്ട് അറിഞ്ഞൂടാ, ഒന്നും അറിയില്ല. സ്വാഗതം, വണക്കം ഇതെല്ലാം പറയുന്നല്ലാണ്ട് വലിയ കാര്യമായിട്ട് മലയാളം ഒന്നും. പിന്നെ കുറെ കഴിഞ്ഞപ്പോ പഠിച്ചു കേട്ടോ, സുഖമാണോ എന്നൊക്കെ ചോദിക്കാൻ പഠിച്ചു. കുറച്ചൊക്കെ കഴിഞ്ഞ് പഠിച്ചു. സുഖം എന്നൊക്കെ ചോദിക്കും. അപ്പൊ ആ സമയത്ത് ഈ പ്രൊഫസർ ഇദ്ദേഹം ട്രാൻസ്ലേഷൻ ചെയ്യാണ്, ഗുരുമാനിന്റെ ക്ലാസ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം കുറെ കഴിഞ്ഞപ്പോ ഗുരുമഹാരാജിന്റെ മനസ്സിലായി, ഞാൻ പറയുന്നൊന്നും അല്ല ഇയാൾ പറയുന്നത്, ഇയാൾ തനിയെ അയാളുടെ ക്ലാസ് കൊടുക്കുകയാണെന്ന് ഗുരുമഹാരാജ് മനസ്സിലായി. ഇദ്ദേഹം ട്രാൻസ്ലേറ്റ് പറയുന്ന കാര്യങ്ങളൊന്നും അല്ല ട്രാൻസ്ലേഷനിൽ വരുന്നത്. ഗുരുമഹാരാജ് പൂർണ്ണമായിട്ടും വ്യത്യാസം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നിറയെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുന്നില്ല. ഗുരുമഹാരാജ് പറയുന്ന മൂഡ് ആൾക്കാർക്ക് കിട്ടുന്നില്ല. അത് ഗുരുമഹാരാജിനെ കണ്ടിട്ട് മനസ്സിലായി. അദ്ദേഹം ഇദ്ദേഹത്തിനെ, ഈ പ്രൊഫസറെ ഡയറക്റ്റ് ആയിട്ട് പിടിച്ചിട്ട് ചോദിച്ചു,
നിങ്ങൾ എന്താ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനപ്പോൾ നിങ്ങൾ ക്ലാസ് കൊടുക്കാനല്ല ഗുരുമാരാജ്. അദ്ദേഹം വളരെ സ്റ്റണ്ടായി, പ്രൊഫസർ വളരെ സ്റ്റണ്ടായി. ഇങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലാക്കി, അല്ല അങ്ങ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തു എന്ന് ഗുരുമഹാരാജ് പറഞ്ഞിട്ട്, സർ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് എന്നോട് യുനോ മലയാളം ചോദിച്ചു, വാട്ട് ഈസ് യുവർ മദർ ടങ് ചോദിച്ചു. സ്റ്റേജിൽ ഇരിക്കുകയാണ്, പ്രോഗ്രാം നടക്കുകയാണ്, നിറയെ ആൾക്കാരുണ്ട്, 500 പേരുണ്ട്. ഞാൻ മദർ ടങ് മലയാളം തന്നെയാണ്, ഞാൻ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യും. പക്ഷെ എനിക്ക് അന്ന് വരെ ഒരു അത്ഭുതമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, അന്ന് വരെ എനിക്ക് ഭയങ്കര, എന്നെ ആദ്യകാലത്ത് കണ്ട ഡിവോട്ടീസിനൊക്കെ അറിയാം, ഭയങ്കര സ്റ്റാമറിങ് ഉണ്ട്, വിക്കില്ല, ഭയങ്കരമായിട്ട് വിക്കും. വർത്താനം പറയുമ്പോ പ്രത്യേകിച്ച് സ്ട്രോങ് വാക്കുകളൊക്കെ പറയുമ്പോ അതിന് ഒന്ന് ബബാവും, ഒന്ന് വിക്കും. പക്ഷെ ഗുരുമഹാരാജ് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോ എനിക്ക് എന്തോ ഒരു ഉത്സാഹത്തോടു കൂടി ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്തു. അവിടെ ഇരുന്ന ആൾക്കാരൊക്കെ സോറി ഈ നമ്മുടെ പ്രൊഫസറെ ഡയറക്റ്റായിട്ട് കൈയോടെ റെഡ് ഹാൻഡ് ആയിട്ട് പിടിക്കുമ്പോ ഗുരുമഹാരാജ് റെഡ് ഹാൻഡ് ആയിട്ട് പിടിച്ച് ഞാൻ പറഞ്ഞിങ്ങനെയാണ്, നിങ്ങൾ പറഞ്ഞിങ്ങനെയല്ലേ എന്ന് ചോദിച്ചപ്പോ അവിടെ സദസ്സിലിരിക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് കൈയടിച്ചു. അയ്യോ എങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലാവും മലയാള ഭാഷ? പക്ഷെ അദ്ദേഹം വളരെ ഷൂഡായിട്ട് അത് കേട്ട്, സംസ്കൃതമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഭാഷ ആയതുകൊണ്ട് അദ്ദേഹത്തിന് കുറെയൊക്കെ നല്ലോണം ബംഗാളി അദ്ദേഹത്തിന് അറിയാം. നല്ലൊരു സ്കോളറാണ് ബംഗാളി ഭാഷയിൽ ഗുരുമഹാരാജ്. ബംഗാളിയിൽ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കും. അപ്പോ ബംഗാളിക്കും സംസ്കൃതത്തിനും കണക്ഷൻ ഉണ്ട്, മലയാളത്തിനും സംസ്കൃതത്തിനും കണക്ഷൻ ഉണ്ട്. ഈ കണക്ഷൻ വെച്ചിട്ട് ഗുരുമഹാരാജിന് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഈ പറയുന്നത് ശരിയല്ല. ഇദ്ദേഹം എന്നിട്ട് കറക്റ്റായിട്ടുള്ള ട്രാൻസ്ലേഷൻ ഇങ്ങനെയല്ലേ ചോദിച്ചപ്പോ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷം, എല്ലാവരും കൈയടിച്ചു. എന്നിട്ട് എന്നോട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞു, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തു. അതാണ് ആദ്യത്തെ ട്രാൻസ്ലേഷൻ ലൈഫിൽ ആദ്യമായിട്ട് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലാക്കി പറയുന്ന അപ്പോഴാണ്. അതുവരെയൊക്കെ എനിക്ക് ഞാൻ സ്റ്റാമറിങ് വിക്കും കൂടെ ഉണ്ട് പറഞ്ഞ, പക്ഷെ അന്ന് തൊട്ട് എനിക്ക് വിക്കില്ല, ഇതൊരു സത്യമാണ്. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, ഒരു കോൺഫിഡൻസ് കൊടുത്തതാണോ അതോ ഗുരുമഹാരാജിന്റെ കാരുണ്യമാവും എന്ന് ഞാൻ ഇന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അന്ന് തൊട്ട് ഞാൻ എൻ്റെ സംസാരത്തിൽ വിക്കലില്ല. ഇതാണ് എൻ്റെ ആദ്യത്തെ ട്രാൻസ്ലേഷൻ, ആ ഒരു ക്ലാസ്. പിന്നെ അതിനുശേഷം എല്ലാ ക്ലാസ്സും എപ്പോ ഗുരുമഹാരാജ് വന്നാലും കുറേ വർഷത്തേക്ക്, ഒരു 8-10 വർഷത്തേക്ക് മലയാളത്തിലുള്ള ട്രാൻസ്ലേഷൻ ഒക്കെ ഞാൻ തന്നെയായിരുന്നു, കോയമ്പത്തൂരേക്ക് പോകുന്നവരേക്ക്. അപ്പൊ ഇങ്ങനെ ഒരു യോഗ്യത ഇല്ല എന്നെനിക്ക് പൂർണ്ണമായിട്ട് അറിയാം. ആ ട്രാൻസ്ലേഷൻ എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അത്ര സ്റ്റാമറിങ് എനിക്ക്. പക്ഷെ അതില്ലാണ്ട് വന്നത് ഗുരുമഹാരാജിന്റെ കാര്യം തന്നെയാണെന്ന് എനിക്ക് ബോധ്യം. അതുപോലെ തന്നെ എനിക്ക് ഇവിടെ ഈ ഭാഗത്തായിട്ട് ഒരു വലിയ മുഴയുണ്ടായിരുന്നു, ഇങ്ങനെ മുഴച്ചു നിൽക്കും. അതിങ്ങനെ തൊട്ട് കഴിഞ്ഞാല് അതങ്ങോട്ടും ഇങ്ങോട്ടും ഓടും, മുഴ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും, ഇങ്ങനെ പോകും, ഇങ്ങനെ വരും. ഒരു തവണ ഗുരുവായൂര് ദർശനത്തിന് നിൽക്കുന്ന സമയത്ത് ഗുരുമഹാരാജിനോട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യും, ഒരു സൈഡിൽ മാറ്റി നിർത്തി. കാരണം ആൾക്കാർ നല്ല തിരക്കൊഴിഞ്ഞതിന് ശേഷം ഗുരുമഹാരാജ് നേരിട്ട് സോപാനത്തിന്റെ അവിടെ നിർത്തി ദർശനം എടുപ്പിക്കാം എന്നുള്ള ധാരണയിൽ കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് ചെയറൊക്കെ കൊടുത്തു. പക്ഷെ ഗുരുമഹാരാജ് അവിടെ ഇരുന്നില്ല, അവിടെ തന്നെ നിന്നു. ഞങ്ങളങ്ങനെ നിൽക്കുമ്പോൾ ഗുരുമഹാരാജ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ തൊട്ടു. ഇതെന്താ ഇതെന്ന് ചോദിച്ചു. ഈ മുഴയാണ്, ജന്മന ഉള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ തൊട്ട് കളിച്ചു. കുറഞ്ഞാൽ ഇങ്ങനെ ആക്കി. അപ്പൊ ഇങ്ങോട്ട് വയ്ക്കുമ്പോ ഇങ്ങനെ പോകും, ഇങ്ങനെ പോകും. പക്ഷേ അന്നത്തെ ദിവസത്തിന് ശേഷം അത് കഴിഞ്ഞ് എപ്പോഴാണ് സംഭവിച്ചെന്നറിയില്ല. അന്ന് അദ്ദേഹം ഇങ്ങനെ തൊട്ടു ചെയ്തു. അത് കഴിഞ്ഞ് ഗുരുവായൂരത്തെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് നമുക്ക് പിന്നെ സമയമൊന്നും ഉണ്ടായില്ല, കണ്ണാടി നോക്കാനൊന്നും സമയമില്ല. പണ്ടൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ ഫുൾ കണ്ണാടിയൊന്നും നോക്കാൻ പാടില്ല. നമുക്ക് ചെറിയ വട്ടത്തിനൊരു കണ്ണാടി, അതിങ്ങനെ നോക്കി തിലകിടുക, അത്രയുള്ള കണ്ണാടിയെ ജോലി, നോക്കാറൊന്നുമില്ല. പക്ഷെ തിരിച്ചിവിടെ വന്നതിന് ശേഷം എൻ്റെ അമ്മ നോട്ടീസ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ആ മുഴ അവിടെ ഇല്ല, മഴ പോയി. നല്ല പ്രോമിനന്റ്, കണ്ട ഉടനെ മനസ്സിലാക്കുന്ന മുഴയായിരുന്നു. ആ മുഴ അവിടെ. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഗുരുമഹാരാജ് കുറേ നേരം അവിടെ ഇങ്ങനെ തൊട്ടിക്ക് ഇതാക്കണ്ടായിരുന്നു എന്ന് റിയലൈസ് ചെയ്തപ്പോഴാണ്. ഇതൊക്കെ പറയുമ്പോഴേക്കും എന്തെങ്കിലും അന്ധമായിട്ടുള്ള വിശ്വാസമാണെന്നൊക്കെ തോന്നി. പക്ഷെ എങ്കിലും അങ്ങനെയല്ല, എനിക്ക് ആക്ച്വലി ഉണ്ടായ കാര്യങ്ങൾ പറയാം. സ്റ്റാമറിങ് മാറിയതും ഇത് വരുന്നതും കേട്ട ഈ സുവിശേഷം പറയണ പോലെ ഉണ്ടാവും. പക്ഷെ ആക്ച്വലി സംഭവിച്ച സംഭവം ഇതൊക്കെ എന്നില്
ഗുരു മഹാരാജിന്റെ മേലുള്ള വിശ്വാസം അങ്ങേയറ്റം കൂട്ടിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാന് വേറെന്താ പറയാനുള്ളത്, ഗുരു മഹാരാജിന്റെ സോറി ഞാൻ മുറയ്ക്കായിരിക്കില്ല പറയണത്, അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ ഓർമ്മ വേണ്ടത് പറയാണ്. ചില കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ അനവധി എക്സ്പീരിയൻസ് വരുന്നതുകൊണ്ട് ആദ്യം ഏത് പറയണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ മാറിപ്പോകുന്നത്. ആരംഭത്തില് പിന്നെ അത് കഴിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോ ദീക്ഷയൊക്കെ വാങ്ങിയിട്ട് വരുമ്പോ നന്ദപുത്രദാസുള്ള പേരൊക്കെ എടുത്ത് തിരിച്ചു വരുമ്പോ എന്റെ അച്ഛൻ കണ്ടുപിടിച്ചു ഞാൻ കോളേജിൽ നിന്ന് എക്സ്കർഷൻ ഒന്നും പോയിട്ടില്ല ബാംഗ്ലൂരേക്ക് കണ്ടുപിടിച്ചു. വലിയ പ്രശ്നമായി. ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല, പറയാൻ പാടില്ലായിരുന്നു, ആരോടും പറഞ്ഞതുമില്ല, ടെമ്പിളിൽ ഞാൻ അറിയിച്ചതുമില്ല. ടെമ്പിളിൽ ഞാൻ പോവാന്ന് പറഞ്ഞ് പോയതാണ്, അല്ലാതെ ഇവിടെ നിന്ന് ടൂറിന് പോകാനുള്ള പൈസ വാങ്ങിക്കൊണ്ടാണ് ടെമ്പിള് വഴി ദീക്ഷ വാങ്ങാൻ പോയത്. ദീക്ഷ വാങ്ങുമ്പോൾ അച്ഛൻ്റെ മേഡം ഇൻഫർമേഷൻ ഇല്ല, അവരുടെ അനുഗ്രഹം വാങ്ങിയിട്ടില്ല, ഒന്നുമില്ല. അവർക്ക് ഇതിൽ താല്പര്യമില്ലതാണ്. ഇസ്കോണിൽ പോകുമ്പോൾ അവർക്ക് പണ്ട് ഒരു മൂവി ഉണ്ടായിരുന്നു, ദേവാനന്ദ് എന്ന് പറഞ്ഞുള്ള അടുത്ത മൂവി, ഹരേ രാമ ഹരേ കൃഷ്ണ ദമ്മരദം അഭിജായകം പാട്ടൊക്കെ. അപ്പൊ ആൾക്കാരുടെ പൊതുവെയുള്ള ധാരണ ഈ ഹരേ കൃഷ്ണക്കാരൊക്കെ എന്താണ് ലഹരിക്ക് അടിമകളാണ് എന്നൊക്കെയാണ് ധാരണ ഉണ്ടായിരുന്നത്. എൻ്റെ ഒരു വല്യച്ഛൻ്റെ മകൻ, ഒരു വലിയ ബ്രദർ ഉണ്ട്, അദ്ദേഹമൊക്കെ പറയും ഹരേ കൃഷ്ണ എന്ന് പോകരുത്, അവരൊക്കെ ഇങ്ങനെ അടിക്കുന്ന ആൾക്കാരാണ്, ഇങ്ങനെ റോഡെ കൂടെ ഹരേരാമ പാടി ഡാൻസ് ചെയ്തുകൊണ്ട് പോകുന്നത് ഇതിന്റെ ലഹരിയിലാണ് പോണത് എന്നൊക്കെയുള്ള ധാരണ ആൾക്കാർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് പോകാൻ പാടില്ല എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് എന്നോട് അച്ഛൻ പറഞ്ഞിരുന്നു. എന്റെ നല്ലതിന് വേണ്ടിയായിരിക്കാം, പക്ഷെ അവർക്ക് ഇസ്കോണുമായിട്ട് ഒരു എക്സ്പീരിയൻസും ഇല്ല, ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഈ പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വിടാണ്ടിരുന്നത്. പക്ഷെ ഞാൻ എന്നാലും ഇത് ചെയ്തത് തെറ്റായി, വീട്ടിൽ പറയാണ്ട് ബാംഗ്ലൂരേക്ക് പോയതൊക്കെ തെറ്റായി. എന്നിട്ട് ഞാനിങ്ങനെ പോയതാണ്, സംഭവം അറിഞ്ഞതിന് ശേഷം വളരെ സ്ട്രിക്റ്റ് ആയി വീട്ടിൽ. ആലോചിച്ച് നോക്കാവുന്നേ ഉള്ളൂ എന്തൊക്കെ ഉണ്ടായിരിക്കുകയാണ്, ആലോചിച്ച് നോക്കാവുന്ന കാര്യങ്ങളാണൊക്കെ. അപ്പൊ ഭയങ്കരമായിട്ട് എനിക്ക് ഫീലിംഗ് ആയി, ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പൊ വീട്ടിലും ഞാനിങ്ങനെ കള്ളം കണ്ടോ, ഇതുവരെ കള്ളം പറയാതെ മിടുക്കനായിട്ട് നടന്നിരുന്ന പയ്യൻ ഇപ്പൊ ഹരേ കൃഷ്ണനെ പറ്റി കള്ളം പറയാൻ തുടങ്ങിയിരുന്നു കേട്ടോ. എന്നൊക്കെ വന്ന വ്യാഖ്യാനങ്ങൾ. ഞാൻ വിചാരിച്ചു, കൃഷ്ണ എന്നെ കാരണം പ്രഭുവാരുടെ പേര് റിപ്പയർ ആവുകയാണല്ലോ, ഇസ്കോണിന്റെ പേര് ചിത്തയാവുകയാണല്ലോ, ഞാൻ ഇത്ര മഹാഭാവിയായല്ലോ എന്നൊക്കെ വെച്ച് മനസ്സിലായിരിക്കാം. പക്ഷെ ടെമ്പിളിൽ പോകാൻ അനുവാദമില്ല. എങ്കിലും ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ പോണ വഴിക്ക് വരണ വഴിക്കൊക്കെ ടെമ്പിളിൽ കയറി തല കാണിച്ചിട്ട് ടെമ്പിളിൽ പറയേണ്ടത് നിങ്ങളിപ്പോ ദീക്ഷ വാങ്ങിയ ഡിവോട്ടിയാണ്, പണ്ടത്തെ പോലെ അല്ല, പണ്ടൊക്കെ ബുദ്ധിസ്റ്റ് കൃഷ്ണൻ വന്നുകൊണ്ടിരുന്നു, അപ്പൊ നിങ്ങൾ ദീക്ഷ വാങ്ങിയിട്ട് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ക്രിറ്റിസിസം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി എന്നെ കൊണ്ട് പറ്റുന്ന സമയത്തൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പൊ ഒരു പൂജാരി പ്രഭു ഉണ്ടായിരുന്നു, ഭക്തദാസ് പ്രഭുവാണ് അന്നേ അവിടെ പൂജാരി. അപ്പൊ അദ്ദേഹം പറയും ഇങ്ങനെ ചന്ദനം അടിച്ചു തരാൻ പറയും, ചന്ദനം അടിച്ചു കൊടുക്കും, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സർവീസ് ഇടയ്ക്ക് ഓടി വന്ന് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഒരു സർവീസ് അല്ലാണ്ട് എനിക്കൊന്നും കമ്മിറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ ഈ എന്റെ ഫ്രണ്ടിനോട് ഓരോ ബുക്കുകൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ബുക്ക് വായിച്ചിട്ട് വെറുതെ അലക്ഷ്യമായിട്ട് മേശപ്പുറത്തിടും. ഈ ന്യൂസ് പേപ്പറിന്റെ കൂടെയൊക്കെ മേശപ്പുറത്ത് ഇങ്ങനെ വെച്ചു. അപ്പൊ അച്ഛനോ ഏട്ടനോ ഒക്കെ എന്ത് ചിന്തിച്ചെന്നോ എടുത്ത് ഒരു ബുക്ക് ഉണ്ടായിരുന്നു, ചാൻ ഹരേ കൃഷ്ണ ആൻഡ് ബി ഹാപ്പി, അത് ജോർജ് ഹാരിസന്റെ ഫോട്ടോ ഒക്കെ ആയിരുന്നു ഫ്രണ്ടിലുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടാൽ ഒരു കംപ്ലീറ്റ് റിലീജിയസ് ടെക്സ്റ്റ് അനന്തനാപ്പൂപ്പനെന്നും പറയും, ഒച്ചപ്പൂപ്പനെന്നും പറയും. ഹരേ കൃഷ്ണ. അപ്പൊ ഇങ്ങനെ ചാൻ ഹരേ കൃഷ്ണ ആൻഡ് ബി ഹാപ്പി എന്നൊരു ബുക്ക് മേശപ്പെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഇടയ്ക്ക് ഞാൻ ഇല്ലാത്തപ്പോ അവർ ഡിസ്കസ് ചെയ്യും, എന്റെ ഏട്ടനും അമ്മയും അച്ഛനും ഒക്കെ ഡിസ്കസ് ചെയ്യും, ഹരേ കൃഷ്ണ അങ്ങനെ നമ്മൾ വിചാരിച്ചു പറയുന്ന അല്ല കേട്ടോ, കുറേശ്ശെ കണ്ടുപിടിക്കുകയാണ്. അത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, കാരണം ഞാൻ കള്ളപ്പുറ പറഞ്ഞതുകൊണ്ട് അത് ഡബിൾ നെഗറ്റീവ് ആവുകയുള്ളൂ എന്ത് പറഞ്ഞാലും. അത് കാരണം ഞാൻ ഒന്നും പറയാണ്ട് ഈ ബുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ബുക്കുകൾ, ബിയോണ്ട് ബർത്ത് ആൻഡ് ഡെത്ത്, അതുപോലെ ബേസിക് ആയിട്ടുള്ള PQ, പെർഫെക്റ്റ് ക്വസ്റ്റ്യൻ പെർഫെക്റ്റ് ആൻസേഴ്സ്, ഈ ബുക്കുകളൊക്കെ ഇങ്ങനെ വെറുതെ മേശപ്പുറത്തെടുത്തത്. നിനക്ക് എവിടെ നിന്ന് ഈ ബുക്ക് കിട്ടണമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറയും അത് ഫ്രണ്ട് തരുന്നതാണ്, ഇടയ്ക്ക് എന്റെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ വായിക്കുന്നതാണ്. അങ്ങനെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി വായിക്കണം എന്നൊരു ധാരണ ഉള്ളതുകൊണ്ട് അച്ഛനും, കാരണം ഇതിൽ കുറച്ച് അമേരിക്കൻ ഇംഗ്ലീഷ് ഒക്കെ ഉണ്ട്, ചാൻഡ് ആൻഡ് ബി ഹാപ്പി എന്നുള്ള, ചാൻഡ് ഹരേ കൃഷ്ണ ആൻഡ് ബി ഹാപ്പി എന്നുള്ള ബുക്കില് കുറച്ച് അമേരിക്കൻ ഇംഗ്ലീഷ് ഒക്കെ ഉണ്ട്.
അപ്പൊ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊരു ധാരണ പറഞ്ഞപ്പോൾ അവരധികം എതിർത്തില്ല അതിന്. അപ്പൊ അച്ഛനെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കി വായിച്ചിട്ട് ബിയോണ്ട് ബർത്ത് ആൻഡ് ഡെത്ത് വായിക്കുക, ചാൻഡ് ഹരേ കൃഷ്ണൻ ബി ഹാപ്പി വായിക്കുക, ഇങ്ങനെ ബുക്കുകളൊക്കെ വായിച്ചിട്ട് അച്ഛനൊരു ഐഡിയ കിട്ടി. ഇസ്കോൺ എന്ന് പറഞ്ഞ മൂവ്മെന്റിനെ പറ്റി ഒരു ഐഡിയ. അതൊന്നും നമ്മൾ വിചാരിച്ചൊന്നും ശരിയല്ല എന്നൊരു ധാരണ അച്ഛനെ കിട്ടി. പക്ഷെ എങ്കിലും അച്ഛന് പേടിയുണ്ട്. കാരണം ഞാൻ പോയി കഴിഞ്ഞാല് ഇതിലൊക്കെ ചെറുപ്പക്കാരാണ് ഉള്ളത് എന്നൊക്കെ ഒരു ധാരണ എല്ലാവർക്കും ഉണ്ട്. അന്നൊക്കെ നമ്മളെല്ലാം ചെറുപ്പമായിരുന്നു, എല്ലാ ഡിവോട്ടീസും ചെറുപ്പമായിരുന്നു. നമ്മുടെ മധുർ പണ്ഡിറ്റ് പ്രഭു ഉണ്ടായിരുന്നു, അദ്ദേഹം ചെറുപ്പമായിരുന്നു, മാസ്റ്റർ പ്രഭു ചെറുപ്പമായിരുന്നു, ഈ ഡിവോട്ടീസ് എല്ലാം ചെറുപ്പമായിരുന്നു. ചെറുപ്പക്കാരുടെ ഒരു ഗ്രൂപ്പായിരുന്നു. എല്ലാം ഒരു 25-30 വയസ്സിന് താഴെയാണ്. അപ്പൊ അങ്ങനെ ഈ ചെറുപ്പക്കാരുടെ ഗ്രൂപ്പ് ആയതുകൊണ്ട് അട്രാക്ട് ആയി പോകുന്നൊരു ധാരണ, ഒരു പേടി ഉണ്ടായിരുന്നു അതിന്. അതുകൊണ്ട് വിട്ടിരുന്നില്ല. അപ്പൊ ഒരു തവണ എനിക്കൊരു പോസ്റ്റ് കാർഡ് അയച്ചു ടെമ്പിളിൽ നിന്ന്. പോസ്റ്റ് കാർഡ് അയച്ചതില് പറഞ്ഞു, സോമനസ് ജയപ്രതാക സ്വാമി മഹാരാജ്, ഗുരു മഹാരാജ് വരുന്നുണ്ട്, ചില ആചാര്യപാദ് വിസിറ്റ് ചെയ്യുന്നുണ്ട്, വരാൻ പറഞ്ഞിട്ട് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് കാർഡ് അയച്ചു ടെമ്പിളിൽ നിന്ന്. വളരെ നല്ലൊരു മൂവായി. ആ പോസ്റ്റ് കാർഡ് എന്റെ ലൈഫ് ചേഞ്ച് ചെയ്തു. ആ പോസ്റ്റ് കാർഡ് അയച്ചപ്പോൾ പോസ്റ്റ് കാർഡ് അച്ഛൻ്റെ കയ്യിലാണ് കിട്ടിയത്. അച്ഛൻ വായിച്ചു നോക്കി, നിന്നേതാ ഹരേ കൃഷ്ണക്കാർ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ, എനിക്കൊരു പോസ്റ്റ് കാർഡ് വന്നിരിക്കുന്നു. അപ്പൊ ഞാനത് വായിച്ചു നോക്കിയപ്പോ സോമനസ് ആചാര്യപാദ് വരുന്നുണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ആരാണിത്, അദ്ദേഹം ആരാണെന്ന് ചോദിച്ചു. നമ്മൾ എന്റെ ഗുരുവാണ്, പ്രഭുപാദന്റെ ശിഷ്യനാണ്, ആദ്യകാല ശിഷ്യന്മാരുടെ ഒരാളാണ്. അദ്ദേഹം വളരെ സ്പിരിച്വലി അഡ്വാൻസ് ആയിട്ടുള്ള ആളാണ്, ഒന്ന് കാണാൻ പോയാലോ അച്ഛാ, കാഷ്വലായി. അപ്പൊ അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഗവൺമെന്റ് സെക്രട്ടറി ഒക്കെ ആയിരുന്നു, കുറച്ച് ഒഫീഷ്യലായിട്ട് നല്ല ഹൈ പോസ്റ്റിലൊക്കെ ഹൈ റിട്ടയർ ആയിട്ടുള്ള ആളാണ്. ആ സമയത്ത് അച്ഛൻ റിട്ടയർ ആയി. പക്ഷെ നല്ല പിടിപാടുണ്ട്, നല്ല നല്ല കോണ്ടാക്ട് ഒക്കെ ഉണ്ട്, നിറയെ ആൾക്കാരെ അറിയാം. ഒരു സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു അച്ഛൻ വേണ്ടത്. അച്ഛന്റെ പേര് പറഞ്ഞ ആൾക്കാർക്ക് അറിയാം, അങ്ങനെയൊക്കെയായിരുന്നു ആ സമയത്ത്. അപ്പൊ അച്ഛനിങ്ങനെ പറഞ്ഞു, ഞാൻ വരില്ല, ഞാനൊന്നും വേറെ കാണാൻ ഞാൻ വരില്ല. അപ്പൊ അച്ഛൻ എന്നോട് പറയുന്നത്, ഇയാളെയൊക്കെ ഗുരുവായിട്ട് നീ എങ്ങനെ സ്വീകരിക്കണം? നോക്കൂ, അഭേദാനന്ദ സ്വാമി ഉണ്ട്, എത്ര ചൈതന്യമുള്ള അദ്ദേഹം ഒന്നും ഉണ്ട്, അദ്ദേഹം സമാധിയായിട്ടില്ല. അഭേദാനന്ദ സ്വാമിയെ ഗുരുവായിട്ട് സ്വീകരിക്കേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഞാൻ സമ്മതിച്ചു. പക്ഷേ നീ ഇങ്ങനെ ഒരു ഫോറിനർ, പൂച്ചക്കണ്ണൻ, നീ അവിടെ പോയിട്ട് ദീക്ഷ എടുക്കണം, നല്ല നല്ല അർത്ഥമുണ്ട്. ഇതെല്ലാം നിന്റെ മനസ്സിലുള്ള ഒരു വ്യാമോഹങ്ങളാണ്. ഇതൊക്കെ ആത്മീയ ഗുരുവായിട്ട് ഫോറിനറെ സ്വീകരിക്കുക, ഇതൊക്കെ മര്യാദയ്ക്ക് ജീവിച്ചുകൂടെ നിനക്ക്? അങ്ങനെ ആത്മീയമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നീ വാ, ഞാൻ കൊണ്ടുപോകാം. എന്റെ ഗുരു ഉണ്ടല്ലോ അഭേദാനന്ദ സ്വാമി, അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഗുരുവാണ്, അച്ഛന്റെ വലിയ ഏട്ടന്റെ ക്ലാസ്മേറ്റ് ആണ് ഈ അഭേദാനന്ദ സ്വാമി മഹാരാജ്. നല്ലൊരു മനുഷ്യനാണ് അഭേദാനന്ദ സ്വാമി, പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. നല്ലൊരു ഡിവോട്ടിയാണ്. ഭക്തി വിനോദ് ഠാക്കൂറിനെ പറ്റിയും ചൈതന്യ മഹാപ്രഭുവിനെ പറ്റിയൊക്കെ ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞാണ് ഞാൻ കേൾക്കണത്. അദ്ദേഹം ഞങ്ങളുടെ വീട്ടിലൊക്കെ വരുമായിരുന്നു. അപ്പൊ അദ്ദേഹം നല്ലൊരു ഡിവോട്ടിയാണ് അഭേദാനന്ദ സ്വാമി. അപ്പൊ അഭേദാനന്ദ സ്വാമിയുടെ ശിഷ്യനായിക്കൂടെ? അങ്ങനെ ആത്മീയമായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് കൂട്ടിയിട്ട് പോവാം. 1-2 കൂട്ടി പോവുകയും ചെയ്തു. അഭേദാനന്ദ സ്വാമി തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ ഭക്തിവിനോദ് ഠാക്കൂറിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴേക്കും ഭക്തിവിനോദ് ഠാക്കൂറിനെ കുറിച്ച് അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു. അദ്ദേഹം ജഡ്ജി ആയിരുന്നു, ജഗന്നാഥ് പുരിയിൽ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അഭേദാനന്ദ സ്വാമി മഹാരാജ് തന്നെ ഭക്തിവിനോദ് ഠാക്കൂറിനെ പറ്റി എന്നോട് പറഞ്ഞു, ചൈതന്യ മഹാപ്രഭുവിനെ പറ്റി ഒക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നല്ലതാണ്, ഹരേ കൃഷ്ണ ഹരേ രാമ മൂവ്മെന്റ്, ഭക്തി വേദാന്ത സ്വാമി എനിക്കറിയാം, നേരിട്ടറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. വേദാന്ത സ്വാമി നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഞാൻ ബോംബെയിൽ വെച്ച് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അച്ഛനും കുറെ കൂടെ ഒരു ഇതായി, ഭക്തിവേദാന്ത സ്വാമി ഞാൻ കണ്ടിട്ടുണ്ടെന്നൊക്കെ വേദാന്ത സ്വാമി നേരിട്ട് പറയുമ്പോ അച്ഛന് കുറെ കൂടെ കൺവിൻസ് ആയി. പക്ഷെ എങ്കിലും അച്ഛന് വലിയൊരു ഇതില്ല, ഒരു എന്താ പറയാ, ഇസ്കോണിലേക്ക് ഞാൻ പോവുക എന്നുള്ളൊരു കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ അച്ഛനെ പറ്റിയിരുന്നു. അപ്പൊ അച്ഛനെ ഞാൻ വിളിച്ചു, എന്തായാലും അച്ഛൻ വരണം, കാർഡ് കിട്ടിയ സ്ഥിതിക്ക് ഞാൻ പോകണുണ്ട്, എനിക്ക് പോണം, ഇന്ന് ഒരു ദിവസത്തിൽ എന്നെ വിടണം എന്ന് സ്പെഷ്യൽ പെർമിഷൻ ചോദിച്ചു. ഞാൻ കോളേജിൽ ഞാൻ ഉച്ചയ്ക്ക് ശേഷം പോകുന്നുള്ളൂ. നീ കോളേജിൽ പോണം എന്ന് അച്ഛൻ പറഞ്ഞു.
പിന്നെ അച്ഛനോട് തീർത്ത് പറഞ്ഞില്ല, എന്ന് എപ്പോഴെങ്കിലും വർഷത്തിലൊരിക്കലേ വരുള്ളൂ, എന്നൊക്കെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞപ്പോ ശരി എന്താ അച്ഛൻ നീ ചെയ്തോ എന്ന് പറഞ്ഞു. അച്ഛന് വരണം എന്ന് പറഞ്ഞു. ആ നോക്കാം, പറ്റിക്ക് വരാം, നീ പോണെങ്കിൽ പോയിട്ട്, പക്ഷെ ഉച്ചയ്ക്ക് മേലെ കോളേജിൽ പോകണം കേട്ടോ, നീ കോളേജിൽ നിന്ന് കട്ട് ചെയ്തിട്ട്. ശരി ശരി എന്നോ. അപ്പൊ ഞാൻ നേരെ െല്ലാം കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് കുറച്ച് ലേറ്റായി. അപ്പൊ ഗുരു മഹാരാജ് അപ്പൊ വന്നു കഴിഞ്ഞു ആൾറെഡി. എന്താണ് പൂ വാങ്ങണം എന്ന് പറഞ്ഞു, മിനറൽ വാട്ടർ വാങ്ങണം എന്ന് പറഞ്ഞു, കുറെ കാര്യങ്ങളൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഓടിയൊക്കെ നടന്ന് ഗുരുമാജിന്റെ എയർപോർട്ടിൽ പോയി റിസീവ് ചെയ്യാനൊന്നും പറ്റിയില്ല, സർവീസിന് ആളില്ലാത്തത്. അപ്പൊ അങ്ങനെ സർവീസ് ഒക്കെ ചെയ്തിട്ട് വരുമ്പോ ഗുരുമാജ് ആളുടെ എത്തിക്കഴിഞ്ഞു, മുകളില് ഗുരുമാജിന്റെ പാദപൂജ തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ വേറെ വെജിറ്റബിൾസ് ഒക്കെ ബാഗിൽ കൊണ്ടുവച്ചിട്ട് ഓടി വരികയാണ് ഗുരുമാജിനെ കാണാൻ വേണ്ടി. ഷെട്ടിലേക്ക് വേണ്ട പഴയ ടെമ്പിളില് ഷെട്ടിലേക്ക് വന്നു, ഗുരുമാജിനെ കണ്ട് നമസ്കരിച്ച് നിൽക്കുമ്പോ അതിശയം അത്ഭുതം എന്നേ പറയേണ്ട ഗുരു. എന്റെ അച്ഛൻ ഇങ്ങനെ ബാക്കിൽ കൈ കെട്ടിക്കുന്നു, ഇരിക്കണമെന്നില്ല, ബാക്കിൽ ചെയറൊക്കെ കിടക്കുന്നത് കണ്ടു വന്നു, പക്ഷെ അച്ഛൻ ഇങ്ങനെ കൈ കെട്ടി നിൽക്കാം. അപ്പൊ ഗുരു മഹാരാജ് എല്ലാരും പൂ സമർപ്പിക്കണോ, പാദത്തില് വന്നവർക്കെല്ലാം ഗുരു മഹാരാജ് ഓരോ സ്വീറ്റ് പ്രസാദം കൊടുക്കുകയാണ്. ചെറിയൊരു വെളിയിൽ എവിടെ നിന്ന് വരികയാണ് അദ്ദേഹം, അമേരിക്ക എന്നോ ഇന്ത്യക്ക് വെളിയിൽ നിന്ന് എവിടെ നിന്ന് വരികയാണ്. അപ്പൊ അദ്ദേഹം കുറച്ച് ടയേർഡ് ആയിട്ടുണ്ട്. അപ്പൊ കുറച്ചൊരു 15 മിനിറ്റ് സംസാരിച്ചിട്ട് ഗുരു മഹാരാജ് അവിടെ നിന്ന് എണീറ്റ് എണീക്കുമ്പോ പ്രസാദം എവിടെയെന്ന് ചോദിച്ചു. പ്രസാദം ചെറിയ ലഡു എന്തുണ്ടായിരുന്നു, ചെറിയ ലഡു. അപ്പൊ രണ്ട് പ്രസാദം കയ്യിലെടുത്തുകൊണ്ട് ഗുരു മഹാരാജ് വന്നു. ഗുരു മഹാരാജ് നേരിട്ട് വന്ന് ബാക്കിൽ അച്ഛൻ ഇങ്ങനെ കൈയും കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. നോക്കി എന്റെ അച്ഛനാണെന്ന് അറിയില്ല, ഒന്നും ഗുരുവാണെന്ന് അറിയില്ല. അച്ഛന്റെ കയ്യില് വന്നിട്ട് കയ്യിൽ കൊടുത്തു. അച്ഛനാകെ സ്റ്റണ്ടായി. ആരും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, ഒന്നുമില്ല. ജസ്റ്റ് ഇപ്പൊ ബാക്കിൽ കൊന്നേരായിട്ട് നിൽക്കുന്ന കണ്ടിട്ട് ഗുരുമാജ് പ്രസാദം വാങ്ങിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് കൊണ്ടുവന്ന് കൊടുത്താണ്. 100-150 പേരുണ്ടെന്ന്. അതിനിടയ്ക്ക് ഒരാള് നോട്ടീസ് ചെയ്യുമ്പോ ഒരാൾ പ്രസാദം വാങ്ങിയില്ല നോട്ടീസ് എന്ന വലിയ കാര്യമാണ്. അപ്പൊ അച്ഛനത് വളരെ ഇമ്പ്രസീവ് ആയി തോന്നി. പക്ഷെ അച്ഛൻ ഇങ്ങനെ പുറത്തുനിന്നേ ഉള്ളൂ. കാണാൻ പറ്റുമോ, സംസാരിക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ ഉള്ളിൽ പോയിട്ട് മാസ്റ്ററിനോട് ചോദിച്ചു, അച്ഛനൊന്ന് കാണണമെന്ന് പറയാണ്, സംസാരിക്കണമെന്ന്. അത് നിന്റെ അച്ഛൻ വന്നിട്ടുണ്ടോന്ന് വെച്ചാൽ വന്നിട്ടുണ്ട്, അച്ഛൻ പുറത്തേക്ക്. ഓക്കെ. ഗുരു മഹാരാജ് പറഞ്ഞു, ഫാസ്റ്റ് എനിക്ക് കുളിക്കണം. ദൂരെന്ന് വരികയല്ലേ, അപ്പൊ കുളിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറാനായിട്ട് അദ്ദേഹത്തിന് ധൃതിയായി, വേർത്ത് കുളിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഫാസ്റ്റ്. അപ്പൊ അച്ഛൻ വന്ന് അവിടെ give me a seat, give me a chair. അപ്പൊ ആരും അന്നൊക്കെ നമ്മളാരും ചെറുമാന്റെ മുമ്പ് ഇരിക്കില്ല, ചെയറിലൊന്നും ഇരിക്കുക, തറയിലിരിക്കുക. തറയിൽ മാട്രസ് ഉണ്ട്. അപ്പൊ അച്ഛൻ ഇരുന്നില്ല. അപ്പൊ ഗുരുമാരാജ് ഉടനെ ചെയർ കൊണ്ടുവരാൻ പറഞ്ഞു, ചെയറിലിരിക്കാൻ പറഞ്ഞു. അച്ഛനെ എല്ലാം നമ്മളൊക്കെ ഇങ്ങനെ നോക്കിയാ ഒരു റെസ്പെക്ട് കൊടുത്തപ്പോ അച്ഛന് സന്തോഷമായി. അപ്പൊ കുറേ നേരം സംസാരിക്കുമ്പോ അച്ഛൻ പറഞ്ഞു, ഇതെല്ലാം തെറ്റിദ്ധാരണകളാണ്. ഈശ്വരൻ എന്ന് പറഞ്ഞൊരു ശക്തിയാണ്, പ്രപഞ്ചത്തിനെ നിയന്ത്രിക്കുന്ന ശക്തിയാണ്. ഗുരുമാജിനെ പഠിപ്പിക്കുകയാണ്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണ്. ഈ ശക്തി കൃഷ്ണനോ ശിവനോ അങ്ങനെയുള്ള പേരുകൾക്കൊന്നും ബാധകമല്ലെന്ന്. ആ ശക്തി പേരുകൾക്കൊക്കെ അതീതമാണ്. ഇറ്റ് ഈസ് ബിയോണ്ട് എനി നെയിം, എനി പാസ്റ്റ് ടൈം, എനി ലിറ്ററേച്ചർ, എനി സ്പീച്ച്, എനി സൗണ്ട് എന്നൊക്കെ പറഞ്ഞ് അച്ഛനിങ്ങനെ പ്രസംഗിക്കുക. ഗുരുമാജി കേട്ടോണ്ടിരുന്നപ്പോൾ ഗുരുമാജി പറഞ്ഞു, നമ്മള് ആ ബ്രഹ്മാസ്മി എന്നുള്ള പോയിന്റാണ് അച്ഛനെടുത്ത് പറഞ്ഞത്. അപ്പൊ ഗുരുമാരാജ് വളരെ ഹമ്പിളായിട്ട് പറഞ്ഞു, ആ ബ്രഹ്മാസ്മി എന്നുള്ളത് കറക്റ്റ് ആണ്, പക്ഷെ ഒരിടത്തും ആ പരം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞിട്ടില്ല. പരബ്രഹ്മൻ എന്ന് പറഞ്ഞാല് ബ്രഹ്മൻ അതീതമായിട്ടുള്ളതാണ് പരബ്രഹ്മൻ. ബ്രഹ്മൻ എന്ന് പറഞ്ഞ ആത്മാവ് നമ്മൾ ഓരോ ശരീരത്തിലുള്ളത് ആത്മാവാണ്. ഈ പ്രപഞ്ചത്തിന്റെ ആത്മാവാണ് പരമാത്മാവ്, അതാണ് ഭഗവാൻ എന്നൊക്കെ ഗുരു മഹാരാജ് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. അപ്പൊ അച്ഛൻ വീണ്ടും ആർഗ്യുമെന്റ് എടുത്തിട്ടു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊരു അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ശ്രീമദ് ഭാഗവതമാണ് നിങ്ങൾ പറയുന്നത്, ഭഗവത്ഗീതയാണ് നിങ്ങൾ വായിക്കുന്ന പുരാണം, ഉപനിഷത്തൊക്കെ. പക്ഷെ മറ്റ് പുരാണങ്ങളുണ്ടല്ലോ, ഇതേ വേദവ്യാസം തന്നെയാണല്ലോ എഴുതിയത്.
ലിംഗപുരാണം, ശിവപുരാണം, ഗരുഡപുരാണം, നാരദപുരാണം, സ്കന്ദപുരാണം, ഇങ്ങനെ പല പല പുരാണങ്ങളുണ്ട്. ഈ ഓരോ പുരാണങ്ങൾ എടുത്താൽ അതാത് ദേവന്മാരാണ് പരമപുരുഷൻ, അതാത് ദേവന്മാരാണ് സുപ്രീം എന്ന് പറയും. പക്ഷെ അത് എന്തിനു വേണ്ടിയിട്ട് അതാത് വിശ്വാസമുള്ള ആൾക്കാരിൽ ആ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നുണ്ട്. ആ പോയിന്റ് അച്ഛൻ പറയുന്നു. ശിവന് വിശ്വാസമുള്ള ആൾക്കാരാണെങ്കിൽ ശിവപുരാണം വായിച്ചാൽ ശിവനുള്ള വിശ്വാസം കൂടുതലാക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ അത് പറയുന്നുണ്ട്. സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെയുള്ളൂ ഭാഗവതത്തിൽ വിഷ്ണു സുപ്രീം എന്ന് പറയുന്നത്. കാരണം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്ഛിത, പൂർണ്ണമാണ് ബ്രഹ്മൻ എങ്കിൽ ആ പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള ഒരു വ്യക്തിയെ എടുത്താല് അതും ബ്രഹ്മമാണ്, ഇതും ബ്രഹ്മമാണ്. അപ്പൊ ഇതില് സുപ്രീം എന്ന ഒന്നിനെയും പറയാൻ പറ്റില്ല. അപ്പൊ പൂർണ്ണമായിട്ടുള്ളതാണ് ബ്രഹ്മൻ. ആ പൂർണ്ണത്തിന്റെ അംശം എന്ന് പറയാൻ പറ്റില്ല. പൂർണ്ണത്തിന്റെ അംശം അതും പൂർണ്ണമാണ്. നമ്മളല്ല ഈശ്വരന്റെ അംശം എന്ന് പറയുന്നത്. ഈശ്വരന്റെ അംശം എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെയാണ്. പൂർണ്ണമിത പൂർണ്ണമിതം എന്ന് പറഞ്ഞ് സ്ഥാപിക്കുകയാണ്. ഇവിടെ നിന്നൊക്കെയോ കോട്ട് ചെയ്യുന്നുണ്ട്, കുറെ സംസ്കൃത ശ്ലോകങ്ങൾ കോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ സംസ്കൃത ശ്ലോകങ്ങളൊന്നും നിലനിൽക്കില്ല. കാരണം ഗുരുവായൂരിന്റെ ഉത്തരം വരുമ്പോ കുറെ ലോജിക്കലായിട്ട് വരുന്നുണ്ട്, യുക്തിപരമായിട്ട് വരുന്നുണ്ട്, നിലനിൽക്കില്ല അവിടെ. വീണ്ടും വീണ്ടും ഇത് ആർക്ക് ചെയ്യണം, വീണ്ടും വീണ്ടും ഗുരുമഹാരാജ് ഉത്തരം കൊടുക്കണം, സമയം നോക്കുന്നുണ്ട്, കുളിക്കാൻ പോണം, അങ്ങനെ നടക്കുകയാണ് കാര്യം. അപ്പൊ ഉടനെ അച്ഛൻ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാന് ഒരു കൺക്ലൂഷനിൽ വരണമല്ലോ, എന്റെ കയ്യില് സംസ്കൃതം വായിക്കാൻ അറിയോ എന്ന് ചോദിക്കാം ഗുരുമഹാരാജൻ. കുറച്ചൊക്കെ അറിയാം ഗുരുമഹാരാജ് പറയാം. അതിന് പ്രഭുപാദരുടെ ബുക്ക് വായിച്ച് കുറച്ചൊക്കെ സംസ്കൃതം കണ്ടറിയാം. വളരെ ഹമ്പിളായിട്ട് ഗുരുമഹാരാജ് പ്രസന്റ് ചെയ്തു. അപ്പൊ അച്ഛൻ കാണിക്കാം എന്ന് പറഞ്ഞിട്ട് സ്കന്ദ പുരാണം എടുത്ത് പുറത്തു. ബാഗില് ഒരു തുണിസഞ്ചി ഉണ്ടായിരുന്നു, അതിൽ സ്കന്ദ പുരാണം ഇട്ടിരുന്നു. തുണിസഞ്ചിയില് സ്കന്ദ പുരാണം എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു, ഇത് സ്കന്ദ പുരാണം. ഈ സ്കന്ദ പുരാണത്തില് ലോർഡ് കാർത്തികേയ, അതായത് സുബ്രഹ്മണ്യ സ്വാമിയാണ് പരമപുരുഷൻ എന്നാണ് ഈ സ്കന്ദ പുരാണത്തിൽ പറയുന്നത്. നിങ്ങൾ ഭാഗവതം വെച്ചോളൂ, ഞാൻ സ്കന്ദ പുരാണം വെച്ചു. ആ ഭാഗവതത്തിലുള്ള എല്ലാ കാര്യങ്ങളും സ്കന്ദ പുരാണത്തിലും ഉണ്ട്. അതായത് തത്വങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. പക്ഷെ അതിലെ തത്വം പറയുന്നത് കൃഷ്ണൻ പരമപുരുഷൻ, ഇതിലെ തത്വം പറയുന്നത് സ്കന്ദൻ ദിവ്യപുരുഷൻ പരമപുരുഷൻ. അത് കാരണം ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് ആർഗ്യുമെന്റ് ഒന്നും പറ്റില്ല. കാരണം ഇതെല്ലാം ആർഗ്യൂ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അച്ഛന്റെ ആവശ്യം ഇപ്പൊ ഗുരുനാഥനോട് സംസാരിക്കേണ്ട ആവശ്യമില്ല, എന്നെ കൺവിൻസ് ചെയ്യാം. ഞാൻ ഹരേ കൃഷ്ണയൊക്കെ അതിനെക്കാട്ടിയൊക്കെ എനിക്കറിയാം എന്ന് അച്ഛന് എന്നെ ബോധ്യപ്പെടുത്തണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി എന്ന് അച്ഛൻ എന്നെ ബോധ്യപ്പെടുത്തും. അതുകൊണ്ടാണ് ഗുരുമഹാരാജുമായിട്ട് ഈ വാഗ്വാദം. അപ്പൊ ഗുരുമഹാരാജ് ഉടനെ പറഞ്ഞു, എന്ത് പുരാണക്കയിലുള്ള ചോദിച്ചു. സ്കന്ദപുരാണം. എന്നാൽ സ്കന്ദപുരാണത്തിലും പറയുന്നുണ്ട് സ്കന്ദനാണ് പരമപുരുഷൻ എന്നല്ല. ഈ ശാസ്ത്രങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം, ഇതില് വേദങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളും എല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്. പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണനാണ്, ആദി പുരുഷനാണ്, ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ. ആ ശ്ലോകമാണ് ഗുരുമഹാരാജ് കോട്ട് ചെയ്തിട്ട് പറഞ്ഞു, ഇങ്ങനെയുള്ള ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാനാണ് പരമപുരുഷൻ എന്ന് എല്ലാ ശാസ്ത്രങ്ങളും പറയുന്നുണ്ട്. എല്ലാ ശാസ്ത്രവും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഗുരുമഹാരാജ് പറഞ്ഞു. നിങ്ങൾ ഇൻക്ലൂഡിങ് നിങ്ങളുടെ കയ്യിരിക്കുന്ന സ്കന്ദ പുരാണത്തിൽ കൂടി പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ അച്ഛന് ഷോക്കായേക്കുമാ, ഞാനിത് വായിച്ചിട്ടുള്ളതല്ലേ, ഇതിലത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങളത് വായിച്ചിട്ടുണ്ടോ ചോദിച്ചു ഗുരുമഹാരാജനോട്. ഹാവ് യു റെഡ് സ്കന്ദ പുരാണം? ഗുരുമഹാരാജനോട് ഞാൻ വായിക്കേണ്ട ആവശ്യമില്ല, കാരണം ശാസ്ത്രങ്ങളിലെല്ലാം പറയുന്നത് ഇത് ശാസ്ത്രത്തിന്റെ കൺക്ലൂഷൻ ആണ് എന്നുള്ളത് ഭാഗവത്തിൽ പറയുന്നില്ല. സത്യം പരം ധീമഹി. വേറെ ഏതെങ്കിലും ശാസ്ത്രത്തിൽ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ് സത്യമായിട്ട് എടുക്കേണ്ടത്? സത്യം പരം ധീമഹി ആയിട്ടുള്ള ഭാഗവതമാണ് സത്യമായിട്ട് എടുക്കേണ്ടത് എന്ന് ഭാഗവത്തിൽ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഭാഗവതം ഒരു പുരാണത്തിൽ മാത്രമേ സത്യം പരം ധീമഹി ആദ്യവും അവസാനവും പറയുന്നുള്ളൂ. ആദ്യത്തെ ശ്ലോകത്തിലും അവസാനത്തെ ശ്ലോകത്തിലും പറയുന്നുള്ളൂ എന്ന് ഗുരുമഹാരാജ് വീണ്ടും പറഞ്ഞു. അപ്പൊ ഗുരുമഹാരാജ് അച്ഛൻ കുറച്ചൊന്ന് ആലോചിച്ചു. അപ്പൊ സ്കന്ദപുരാണത്തിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഗുരുമഹാരാജ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കില്ലേ സ്കന്ദപുരാണം, തുറന്നു നോക്കൂ. എനിക്ക് സംസ്കൃതം ഒന്നും അത്ര വായിക്കാറിയില്ല, നിങ്ങളുടെ കയ്യിൽ ബുക്കിലിരിക്കില്ല, തുറന്നു നോക്കാൻ പറഞ്ഞു. ഏത് പേജാണെന്ന് ചോദിച്ചു. ഏതെങ്കിലും ഒരു പേജ് എടുക്കാൻ പറഞ്ഞു. അപ്പൊ അച്ഛൻ എന്ത് ചെയ്തു, സ്കന്ദപുരാണം ഇരിക്കുന്നുണ്ട് കയ്യിൽ. സ്കന്ദപുരാണം ഇങ്ങനെ കയ്യിലിരിക്കുന്നുണ്ട്. എന്നിട്ട് ആ പുരാണം ഇങ്ങനെ തുറക്കാൻ പറഞ്ഞു. ഇങ്ങനെ തുറന്നു, നമ്മൾ ഈ ഗ്രന്ഥ കെട്ടെടുക്കുമെന്ന് പറയുന്നത് അതുപോലെ ഇങ്ങനെ തുറന്നു. ഇങ്ങനെ തുറന്നിട്ട്
അച്ഛൻ ഇങ്ങനെ നോക്കി. അപ്പൊ ഗുരു മഹാരാജ് പറയാം, ആ ശ്ലോകം വായിക്കും, നിങ്ങളിപ്പോ കണ്ട ആ ശ്ലോകം വായിക്കും. യു ജസ്റ്റ് റീഡ് ദാറ്റ് ശ്ലോകം എന്ന് പറഞ്ഞിട്ട് കൈകൊണ്ട് അടുത്തേക്ക് വന്നിട്ട് എണീറ്റ് നിന്നോ പോയി അടുത്തേക്ക് വന്നിട്ട് കൈകൊണ്ട് തൊട്ട് കാണിക്കും, ഈ ശ്ലോകം വായിക്കും. അച്ഛൻ നോക്കിക്കൊണ്ടേയിരിക്കുക, എന്ത് ചെയ്താ വായിക്കില്ല. അത് നോക്കുക, നമ്മളെ മാറി നോക്കുക, ഗുരുമഹാരാജിനെ നോക്കുക, എന്നെ നോക്കുക. അപ്പൊ ഗുരുമഹാരാജിന്റെ അടുത്ത് നമ്മുടെ ഹിസ് ഹോളിനെസ് ഭക്തി നിത്യാനന്ദ സ്വാമി ഉണ്ടായിരുന്നു. അന്ന് നിതായ് പ്രസാദ് പ്രഭു അദ്ദേഹം അടുത്തുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഗുരു മഹാരാജ് പറഞ്ഞു, ആ ശ്ലോകം ഒന്ന് വായിക്കാൻ സഹായിക്കുക, ജസ്റ്റ് ഹെൽപ്പ് ഹിം റീഡ് ദാറ്റ് ശ്ലോകം. അപ്പൊ മഹാരാജ് അടുത്ത് വന്നിട്ട് ആ ശ്ലോകം നോക്കി വായിക്കുക. സത്യം സത്യം പുനഃസത്യം ഉദ്ധൃത ഭുജം ഉച്യത്തെ വേദശാസ്ത്രം പരം നാസ്തി ന ദൈവം കേശവാത്മ. ഇതാണ് ആ ശ്ലോകം. എവിടെ? സ്കന്ദപുരാണത്തിൽ അച്ഛൻ എടുത്ത ശ്ലോകം. ആ പേജ് ആലോചിച്ച് നോക്ക്. അതിന്റെ ഒരു എന്താ പറയാ, അത് ഭഗവാന്റെ അറേഞ്ച്മെന്റ് ആണ്. ഗുരു മഹാരാജിന് അത്രത്തോളം വിശ്വാസമായി, ഗുരു പരമ്പര കൂടെ ഉണ്ട്. ഇങ്ങനെ കീറാമുട്ടിയായിട്ട് ഒരാൾ വന്ന് സംസാരിക്കാൻ വരുമ്പോഴും പേടിക്കേണ്ട ആവശ്യമില്ല, ഗുരു പരമ്പര എന്റെ കൂടെ ഉണ്ട് എന്ന് ഗുരു മഹാരാജ് നന്നായിട്ട് അറിയും. അത്ര വിശ്വാസം എത്ര ശതമാനം അറിയും. ഗുരു മഹാരാജിന്റെ പ്രഭുപാദന്റെ മേലെയും ചൈതന്യ മഹാപ്രഭുവിന്റെ മേലെയും കൃഷ്ണന്റെ മേലെയുള്ള വിശ്വാസം 100%, 100% അത്രയധികം വിശ്വാസമുണ്ട് ഗുരു മഹാരാജിന്റെ ഇതില്. അപ്പൊ ആ ശ്ലോകത്തിന്റെ അർത്ഥം സത്യം സത്യം പുനഃസത്യം. സത്യം സത്യം എന്ന് പറഞ്ഞാൽ അറിയാം, പുനഃസത്യം വീണ്ടും സത്യം. ഉദ്ധൃത ഭുജമുച്ചിതെ, കൈ രണ്ടും പൊക്കി പറയാം, കാരണം അത്രത്തോളം സത്യമാണെന്ന് പറയും, ധൈര്യമായിട്ട് പറയാനാണ്. വേദശാസ്ത്രം പരം നാസ്തി ന ദൈവം കേശവാത്മ. വേദശാസ്ത്രങ്ങളില് കേശവന് മേലെയുള്ള ആരെയും പരം നാസ്തി, കേശവനില് പരമായിട്ട് കേശവനെക്കാട്ടിലും ഉയരത്തില് അതിനെക്കാട്ടും ഉന്നതരായിട്ടുള്ള ദേവന്മാരും ഇല്ല എന്ന് വേദശാസ്ത്രങ്ങൾ സ്ഥിരീകരിക്കുന്നു. ഇത് പറയുന്നത് സ്കന്ദപുരാണത്തിലാണ്, അച്ഛൻ എടുത്ത ശ്ലോകത്തിലാണ്. അപ്പോ അച്ഛൻ തന്നെ എടുത്ത ശ്ലോകം. ആ ശ്ലോകം വായിച്ച അച്ഛൻ ആകെ ഇത് സാധാരണ സ്ഥലമല്ല എന്ന് മനസ്സിലായി. അച്ഛൻ ഭയങ്കര സന്തോഷമായി. ദാറ്റ് ഈസ് ഓൾ റൈറ്റ് എന്ന് അച്ഛൻ പറഞ്ഞു. ഗുരു മഹാരാജ് പറഞ്ഞിട്ട് അവിടെ നമസ്കരിച്ചു. ശരി, ഞാൻ പോയിട്ട് വരാം. സോ ലെറ്റ് മീ ടേക്ക് ലീവ്. അച്ഛൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ അച്ഛന്റെ റിയാക്ഷൻ അറിയാൻ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പൊ അച്ഛന് 1-2 പ്രസാദം കൂടെ കൊടുത്തു. അപ്പൊ എന്നിട്ട് വെരി ഫോർച്ചുനേറ്റ്, വളരെ ഭാഗ്യവാനാണ് നിങ്ങൾ. കാരണം നിങ്ങളുടെ മകൻ ഈ കാലഘട്ടത്തില് ചെറുപ്പക്കാരെയൊക്കെ നിയന്ത്രിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവര് ഒരു ബാഡ് അസോസിയേഷൻ കിട്ടുക, ഒരു റോങ് അസോസിയേഷനിലേക്ക് പോവുക, ദുസ്സംഗത്തിലേക്ക് പോവുക, ഇതൊക്കെ സാധാരണയായിട്ട് നടക്കുന്നതാണ്. അവരെ നല്ല വഴിക്ക് നയിക്കുക എന്നുള്ളത് അച്ഛൻ്റെ അമ്മയുടെ കടമയാണ്. പക്ഷെ അത് വളരെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലത്ത്. ആ ഒരു സമയത്ത് നിങ്ങളുടെ മകൻ ഇങ്ങനെയുള്ള ഭക്തന്മാരുടെ കൂടെ കോണ്ടാക്ട് കിട്ടി, അവരുമായിട്ട് ഫ്രണ്ടായി, എന്നിട്ട് ഭഗവാന്റെ സർവീസിലൊക്കെ താല്പര്യം ഉണ്ടാവണം. ഇതൊക്കെ ഈശ്വരന്റെ അനുഗ്രഹമാണ്. നിങ്ങളുടെ പേരെന്താന്ന് വെച്ചപ്പോ നാരായണരു എന്ന് പറഞ്ഞപ്പോ, ഓ നാരായണൻ, പേര് തന്നെ നാരായണനല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ അച്ഛന് ബോധ്യായി, ശരിയാണ് അദ്ദേഹം പറയുന്നത്. ഗുരുമാരാജ് ചോദിച്ചു, നീ ഇപ്പൊ എന്തിനാ പഠിക്കണമെന്ന് ചോദിച്ചു. വാട്ട് ആർ യു സ്റ്റഡിയിങ് ഫോർ? ഞാൻ സ്റ്റഡിയിങ് ഫോർ BSc. BSc പഠിക്കുകയാണ്, ഭക്തി സയൻസ്. അപ്പൊ അച്ഛനും ചിരിച്ചു, എല്ലാരും ചിരിച്ചു അവിടെ ഉള്ളവരെ. ഞാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല, കാര്യം കൊണ്ടുവരികയാണ്. ഭക്തി സയൻസ് അല്ല, ബാച്ചിലർ ഓഫ് സയൻസ്. ഓ ബാച്ചിലർ ഓഫ് സയൻസ്. ഞാൻ വിചാരിച്ചു ഭക്തി സയൻസ് ആണ് എന്ന് പറഞ്ഞിട്ട് അച്ഛനോട് പറയാ, അത് ഈ പയ്യൻ, ലെറ്റ് ഹിം ഡു, യുവർ ബോയ് ഈസ് വെരി ഗുഡ്, he is wanting to become a devotee. Other day he told me that he want to become a devotee. ഞാൻ ആദ്യം കണ്ടപ്പോൾ തന്നെ എന്നോട് അദ്ദേഹം പറഞ്ഞു, ഈ പയ്യൻ പറഞ്ഞു എന്നോട് ഡിവോട്ടി ആവണമെന്നാണ് പറഞ്ഞത്.
അങ്ങനെ ഡിവോട്ട് ചെയ്യാവുന്ന ആഗ്രഹമുള്ള പയ്യൻ ഒരു മകനായിട്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈ ബാക്കിയില്ലേ. അപ്പോ സൈഡ് ബൈ സൈഡ് ആയിട്ട് ബാച്ചിലർ ഓഫ് സയൻസും ഭക്തി സയൻസും രണ്ടും കൂടെ ചെയ്തോട്ടെ. ട്രെയിൻ 2 ട്രാക്കിലല്ലേ പോകുന്നത്. അതുപോലെ ഇയാളുടെ ജീവിതം, ഈ പയ്യന്റെ ജീവിതം 2 ട്രാക്കിലൂടെ പോട്ടെ. ഭക്തി സയൻസിലും ബാച്ചിലർ ഓഫ് സയൻസും രണ്ടും കൂടി ചെയ്യട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ നോക്കി ഒരു ഉപദേശം തന്നു ഗുരു മഹാരാജ്. വളരെ ഒബീഡിയന്റ് ആയിട്ടിരിക്കണം. യുവർ ഫാദർ ഇസ് എ വെരി ഗുഡ് ജെന്റിൽമാൻ, ഹി ഈസ് എ വെരി ലേണഡ് പേഴ്സൺ, യു ഷുഡ് ജസ്റ്റ് ഫോളോ ഹിം ആൻഡ് യു ഷുഡ് നോട്ട് have him on the wrong side. You should obey him. അദ്ദേഹത്തിന് ഒബേ ചെയ്യണം, അദ്ദേഹത്തിന് അനുസരിക്കണം, നല്ലൊരു മനുഷ്യനാണ്. ഇതൊക്കെ അച്ഛന്റെ മുമ്പേ വെച്ച് എന്നോട് അഡ്വൈസും തന്നു. ഇതിൽ പരം ആനന്ദത്തിന് ഇനി എന്ത് വേണം? അച്ഛന് ഭയങ്കര സന്തോഷം. അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി. ശരി, ഞാൻ പോയിട്ട് വരാം. വൈകുന്നേരം എവിടെയാ പ്രോഗ്രാം എന്ന് പറഞ്ഞു ചോദിച്ചെന്നോട്. ഞാൻ പറഞ്ഞു അഭേദാനന്ദാശ്രമത്തിലാണ് പ്രോഗ്രാം. അല്ല, പുത്തരിക്കണ്ട മൈതാനത്തിലാണ് പ്രോഗ്രാം. ആ പ്രോഗ്രാം പുത്തരിക്കണ്ട മൈതാനത്തിലായി. പുത്തരിക്കണ്ട മൈതാനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പത്മനാഭസ്വാമിയുടെ പ്രോപ്പർട്ടിയാണത്. ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെതിരെ ഈസ്റ്റ് പോർട്ടലിന്റെ വലിയ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഈ പൊളിറ്റിക്കൽ മീറ്റിംഗ്സ് ഒക്കെ, പ്രൈം മിനിസ്റ്റർ ഒക്കെ വരുമ്പോൾ അവിടെ വരിക. അവിടെയാണ് അവരുടെ പ്രോഗ്രാം ഉണ്ടാക്കുന്നത്. അത്ര സ്ഥലമുണ്ട്, ആയിരക്കണക്കിന് അവർക്ക് ഇരിക്കാൻ. അവിടെ വെച്ചാണ് ഗുരുമാജിന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. ആ ഗുരുമാജിന്റെ കൂടെ ആ സമയത്ത് ഭാനുസ്വാമി മഹാരാജ് ഉണ്ടായിരുന്നു, ഗംഗാദാസ് ഉണ്ടായിരുന്നു, ഡിവോട്ടീസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ പ്രോഗ്രാമിന് അവിടെ ചെന്നപ്പോ പ്രോഗ്രാമില് ക്ലാസ് കൊടുക്കണം. ഗുരുമഹാരാജ് ക്ലാസ് കൊടുക്കുകയാണ്. ഗൗണത്തായി, നമ്മുടെ ഗൗണത്തായി വിഗ്രഹം ടെമ്പിൾ ഉണ്ടായിരുന്നു. ഗൗണത്തായി ഉണ്ടായിരുന്നു. ആരതി നടത്തി. ഗുരുമഹാരാജ് ആരതി കഴിഞ്ഞോടൊപ്പം ഗുരുമഹാരാജ് എത്തി. അവിടെ ഗുരുമഹാരാജ് ക്ലാസ് കൊടുത്തു. ക്ലാസ് കൊടുത്തോണ്ടിരിക്കും. എന്നോട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് ഗുരുമഹാരാജ് അന്ന് ഒരു പത്രിക കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. 108 മാല ഞാൻ ജപിച്ചോളാം എന്ന് എഴുതി ഒപ്പിട്ട് ഗുരുമഹാരാജിന്റെ ഒപ്പൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്, പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കൊടുക്കുക ആൾക്കാർ. സീലാണ്, സീൽ വയ്ക്കും. ഗുരുമഹാരാജിന്റെ സിഗ്നേച്ചർ സീൽ വെച്ച് ആൾക്കാർക്ക് അത് കൊടുക്കും. അവരുടെ ഭാഗം, അവരുടെ 2 പോർഷൻ ഉണ്ടാവും. ഒരു പോർഷനിലെ ശ്രീകൃഷ്ണ മന്ത്രം, പഞ്ചതത്വ മന്ത്രം, ഹരേ കൃഷ്ണ ഉണ്ടാവും. ഒരു സൈഡില് ഞാനിങ്ങനെ ജപിച്ചോളാം എന്നൊരു പ്രോമിസ് ഉണ്ടാവും. ഈ സൈഡില് ഹരേ നാമ ഉണ്ടാവും. അതുപോലെ കുറച്ച് എഴുതിയിട്ടുണ്ട്, ഹരേ കൃഷ്ണ എന്തിനു ജപിക്കണം എന്നൊരു ചെറിയൊരു റൈറ്റപ്പ്. അത് അവരുടെ കയ്യിൽ പോവും. അവരുടെ അഡ്രസ്സും ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മുടെ കിട്ടും. ഇങ്ങനെ ആൾക്കാർ വന്ന് ജപമാല വാങ്ങി പോകുന്ന ഒരു പരിപാടി ഉണ്ടായി. ജപിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ജപമാല എങ്ങനെയാണ് ജപിക്കേണ്ടത് ഗുരുമാജിനെ കാണിച്ചു കൊടുക്കും. അപ്പൊ ആൾക്കാർ വന്ന് വാങ്ങും. അപ്പൊ ഈ ലെക്ചർ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തില് ജപമാല കൊണ്ടുവന്നിട്ടില്ലേന്ന് ചോദിച്ചു. ജപമാല, സോ യു ക്യാൻ കം ടേക്ക് ഫ്രം മീ ജപമാല എന്ന് അനൗൺസ്മെന്റ് ചെയ്തു. അപ്പൊ എന്താ, ഞാനാണ് അന്ന് കുറെ മിസ്ലേനിയസ് വർക്കെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ് എനിക്ക് വേണ്ടത്. അതായത് ബുക്കിന്റെ ട്രാൻസ്ലേഷൻ കാര്യങ്ങൾ നോക്കുക, അതുപോലെ ഗോഡൌൺ മെയിൻറ്റെയിൻ ചെയ്ത് ഞാനായിരുന്നു. അതുപോലെ കുറെ ചെറിയ സർവീസ്, കുറെ കാര്യങ്ങൾ ചെയ്യാൻ ആൾക്കാർ കുറവാണല്ലോ. അപ്പൊ എല്ലാവരും എല്ലാം ചെയ്തേ പറ്റും. അത്യാവശ്യമാണെങ്കിൽ ഒരു ബുക്ക് ചെയ്യണം, ഇതൊക്കെ ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഞാനിങ്ങനെ നേരെ പക്ഷെ വരുമ്പോ ഈ ജപമാല ഇങ്ങനെ ട്രങ്ക് എടുത്തിട്ട് വരാൻ പറഞ്ഞു. എല്ലാം ഓർഗനൈസ് ചെയ്ത് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ട്രങ്ക് എടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഗുരുമാനോട് പോയി പറഞ്ഞു, മാല കൊണ്ടുവന്നിട്ടില്ല, ടെമ്പിളിൽ സ്റ്റക്കായി, ഞാൻ പോയി മാല എടുത്തോണ്ട് വരണം. അപ്പൊ ഗുരുമാൻ വേറെ ആരെങ്കിലും അയക്കും. പക്ഷെ വേറെ ആർക്കും അറിയില്ല എവിടെ ഇരിക്കണമെന്ന്. ഗുരുമാനോട് ആർക്കും ചെയ്യാനും പറ്റില്ല. അപ്പൊ ആരാ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴേക്കും മെല്ലെ മെല്ലെ എൻ്റെ അച്ഛൻ കയറി വന്നു സ്റ്റേജിലേക്ക്. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഗുരു മഹാരാജിന് ഭയങ്കര സന്തോഷമായി. അച്ഛൻ ട്രാൻസ്ലേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ പോയി ജപമാല എടുത്തോണ്ട് വന്നു. ട്രാൻസ്ലേഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അറിഞ്ഞില്ല. പക്ഷെ അച്ഛൻ ട്രാൻസ്ലേറ്റ് ചെയ്തു. എല്ലാം നന്നായിരുന്നു. ഗുരു മഹാരാജ് മറ്റേ പ്രൊഫസറെ പിടിച്ച പോലെ പിടിച്ചൊന്നുമില്ല. വളരെ ഹാപ്പി ആയിരുന്നു ഗുരു മഹാരാജ്. അപ്പൊ അച്ഛന് ജപമാല വാങ്ങി ഗുരുമഹാരാജിന്റെ കയ്യിൽ നിന്ന്. 108 തവണ ഡെയിലി ജപിച്ചോളാന്ന് പ്രതിജ്ഞ എടുത്തു. ഇടയ്ക്ക് ട്രാൻസ്ലേഷന്റെ ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും ട്രാൻസ്ലേഷൻ ഞാൻ പിന്നെ ഏറ്റെടുത്തു. അപ്പോഴേക്കും ഗുരുമഹാരാജിന് ചാമരം വീശാൻ കൂട്ടി അച്ഛൻ. ഗുരുമഹാരാജിന് ചാമരമൊക്കെ വീശി എന്ന് പറഞ്ഞു. വലിയ അത്ഭുതമായി. കാരണം 2 ദിവസം മുമ്പേ എങ്ങനെയായിരുന്നു
അല്ലെങ്കിൽ ഒരു വർഷം മുമ്പേ എങ്ങനെയായിരുന്നു, ഒരു വർഷത്തിന് ശേഷം എങ്ങനെയാണ്? വലിയ വ്യത്യാസം. ഈ വ്യത്യാസത്തിന് ഒരേ ഒരു കാരണം ഗുരു മഹാരാജിന്റെ ദർശനമാണ്. ദർശനെ പവിത്ര കരോ ഏ തമാരകം പോയ വൈഷ്ണവ ഠാക്കൂര. ഒരു വൈഷ്ണവ ഠാക്കൂർ, ഒരു വലിയ വൈഷ്ണവന്റെ ലക്ഷണം എന്താണെന്ന് വെച്ചാല് ജസ്റ്റ് ഒന്ന് കണ്ടാ മതി, അവരുമായിട്ട് ഒന്ന് സംസാരിച്ചാൽ മതി ഡിവോട്ടി. അപ്പൊ ഇതൊക്കെ ഒരു സാധാരണ ഇൻസിഡന്റ് ആയിട്ട്, ഒരു സാധാരണ എല്ലാ ഭക്തന്മാർക്കും നടക്കുന്ന ഒരു കാര്യമായിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ. കാരണം ഈ മുഴ പോയ കാര്യം, സ്റ്റാമറിങ് നിന്ന കാര്യം, എന്റെ അച്ഛൻ ഡിവോട്ടി ആയ കാര്യം, അതിനുശേഷം എന്റെ അച്ഛൻ ദീക്ഷയൊക്കെ വാങ്ങി. അതിനുശേഷം അച്ഛൻ വന്നിട്ട് ഗുരു മഹാരാജിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. വീട്ടിലേക്ക് വന്നു. ഗുരു മഹാരാജ് അടുത്ത പ്രാവശ്യം സഫാരിയായിട്ട് വരുമ്പോ, സഫാരി എന്ന് അറിയാലോ, നമ്മുടെ നിറയെ ഫോറിൻ ഡിവോട്ടീസ് ഒക്കെ ഉണ്ടാവും, നിറയെ ഡിവോട്ടീസ് ഉണ്ട്, 500-600 ഡിവോട്ടീസ് ഉണ്ടായിരുന്നു. എല്ലാവരെയും കൊണ്ട് എന്റെ വീട്ടിലേക്ക് വന്നു. അച്ഛന് ഭയങ്കര സന്തോഷമായി. അച്ഛൻ നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ വിളിച്ചിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും അച്ഛനെ കുറ്റം പറയും. ഹരേ രാമ ഹരേ കൃഷ്ണയിൽ ഇപ്പൊ നീ പോയി തുടങ്ങിയോ? അച്ഛന്റെ എൽഡേഴ്സ് ഒക്കെ ചോദിക്കുക അച്ഛനോട്. അവനെ പിടിച്ചോണ്ടിരാൻ പോയിട്ട് നീയും അവിടെ പോയി ചേർന്നോ? അവൻ നിന്നെ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയോ എന്നൊക്കെ ചോദിക്കുകയായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത്, ഈ ഹരേ കൃഷ്ണ മൂവ്മെന്റ് ജെനുവിനാണ്, ഈ സ്വാമിജി ജെനുവിൻ ആയിട്ടുള്ള ആളാണ്, എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുന്നത് വെച്ചിട്ട് എല്ലാ റിലേറ്റീവ്സിനൊക്കെ വിളിച്ച് വീട്ടിൽ വലിയൊരു ഫീസ്റ്റ് ഒക്കെ ഉണ്ടാക്കി. ഡിവോട്ടീസ് തന്നെ വന്ന് ഉണ്ടാക്കിയായിരുന്നു. കാരണം നോൺ ഡിവോട്ടീസ് ഉണ്ടാക്കിയത് കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഡിവോട്ടീസ് തന്നെ അവിടെ നിന്ന് ഉണ്ടാക്കിയായിരുന്നു പ്രസാദൊക്കെ. എന്നിട്ട് എന്റെ അമ്മയും അച്ഛനും എല്ലാവരും കൂടി സർവ് ചെയ്യാനൊക്കെ കൂടി. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി, സന്തോഷം. ഇങ്ങനൊരു വ്യത്യാസം എന്റെ കുടുംബത്തിൽ. അതിനുശേഷം ഗുരു മഹാരാജ് വന്ന് പോയതിനു ശേഷം അച്ഛനെ ദീക്ഷ എടുക്കണമെന്ന് മോഹം തോന്നി. അച്ഛൻ ദീക്ഷ എടുത്തു, ദീക്ഷ വാങ്ങി. 1989 അച്ഛൻ ദീക്ഷ വാങ്ങി. നാരായണ പാരായണ ദാസ് പേര് കിട്ടി. ദീക്ഷ വാങ്ങാൻ വേണ്ടി ചെന്നപ്പോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു ഗുരു മഹാരാജനോട്, അച്ഛന്റെ ഒബ്ജക്ഷൻ ഇതൊക്കെയാണ്, ഫോറിനർ, മ്ലേച്ഛൻ, ഇവരൊക്കെ ഇങ്ങനെ ഗുരുവായിട്ട് സ്വീകരിക്കണം എന്നൊക്കെ ഒരു ഫീലിംഗ് ഉണ്ട് അച്ഛന് എന്ന് ഞാൻ പണ്ട് പറഞ്ഞിരുന്നു. അതൊക്കെ ഗുരു മഹാരാജന് ഭയങ്കര ഷാർപ്പല്ലേ. ഷാർപ്പ് എന്നൊക്കെ പറഞ്ഞാൽ 10 വർഷം മുമ്പുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റും ഗുരു മഹാരാജ്. അത്ര ഇപ്പോഴും കൂടി ഷാർപ്പ് മെമ്മറിയാണ്. അപ്പൊ ചെറുപ്പകാലത്ത് പറയണം. അപ്പൊ ഗുരു മഹാരാജ് ചോദിച്ചു, പക്ഷേ നിങ്ങൾ ദീക്ഷ വേണമെന്ന് പറയുന്നത് എല്ലാം ആലോചിച്ചിട്ട് തന്നെയാണോ പറയണ ദീക്ഷ വേണമെന്ന് ഗുരുമഹാരാജ് ചോദിച്ചു. അപ്പൊ റിട്ടേൺ ടെസ്റ്റ് ഒക്കെ വന്നു, കുറേശ്ശെ ചെറിയ ചെറിയ ചോദ്യങ്ങളെ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായി. അപ്പൊ ഗുരു മഹാരാജ് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇപ്പൊ നിങ്ങൾ എന്നെ പോലൊരു മ്ലേച്ഛന്റെ ദീക്ഷ വാങ്ങിയല്ലേ, അത് ശരിയാണോ? അപ്പൊ അച്ഛൻ പറഞ്ഞു, യു ആർ നോട്ട് ദിസ് ബോഡി. അച്ഛൻ പറഞ്ഞ കാര്യം, യു ആർ നോട്ട് ദിസ് ബോഡി. മ്ലേച്ഛൻ എന്ന് പറഞ്ഞ് അമേരിക്കയിലുള്ള ശരീരമല്ലേ ഉള്ളത്, ഇന്ത്യക്ക് പുറത്തുള്ള ശരീരമല്ലേ ഉള്ളത്. പക്ഷേ അങ്ങ് ആത്മാവാണല്ലോ, പ്രഭുപാദരുടെ ശിഷ്യനാണല്ലോ, ഭഗവാന്റെ ഒരു പരിശുദ്ധ ഭക്തനാണല്ലോ. അതാണല്ലോ കൂടുതൽ വെയിറ്റേജ് ഉള്ളത്, അല്ലാതെ ഈ ബോഡി അല്ലല്ലോ. നമ്മുടെ ശരീരമല്ല എന്നുള്ള സിദ്ധാന്തം, ആ സിദ്ധാന്തത്തിനെതിരല്ല ഈ കമന്റ് എന്ന് അച്ഛൻ തിരിച്ചു ചോദിക്കാം. ഗുരു മഹാരാജ് വെരി ഗുഡ്, യു ആർ ഓൺ ദ ലിസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അച്ഛനും അമ്മയും ചേർന്ന് ദീക്ഷ വാങ്ങി. വെറും ഒരു 2 വർഷത്തിന്റെ വ്യത്യാസത്തില് രായും പകലുള്ള വ്യത്യാസം, രാത്രിയും പകലും പോലെയുള്ള വ്യത്യാസം. അങ്ങനെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവം. അത് കഴിഞ്ഞൊരു 3 വർഷം കൂടെ കഴിയുമ്പോൾ അച്ഛൻ മരിച്ചു. പക്ഷെ അച്ഛന് അവസാനം വരെ ഗുരു മഹാരാജിന്റെ എന്താ പറയാ, ഗുരു മഹാരാജിന്റെ മേലിൽ അങ്ങേറ്റം ഭക്തിയും കാര്യമൊക്കെ ആയിരുന്നു. അച്ഛൻ ദീക്ഷ വാങ്ങി. അതെനിക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്തൊരു കാര്യം. അത് കാരണം നിറയെ ഡിവോട്ടീസ് വന്നിട്ടുമുണ്ട് അച്ഛനെ. കാരണം അച്ഛൻ പോകുന്നിടത്തൊക്കെ ഇങ്ങനെ ബുക്സ് കൊടുക്കാൻ തുടങ്ങി, പ്രഭുപാദരുടെ ബുക്ക് വിൽക്കാൻ തുടങ്ങി. പിന്നെ ഭഗവത്ഗീതയുടെ ട്രാൻസ്ലേഷൻ ചെക്കിങ്, നിറയെ വ്യത്യാസങ്ങളുണ്ട്, നിറയെ തെറ്റുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ട്രാൻസ്ലേഷൻ ചെക്കിങ് തുടങ്ങിയത് അച്ഛനാണ്. അത് മുഴുവിക്കുന്നതിന് മുമ്പേ മരിച്ചു. പക്ഷെ അത് ഞാനും കവിരാജ് പ്രഭു എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്തൊരു സീനിയർ ഡിവോട്ടി ഉണ്ട്, ഞങ്ങൾ രണ്ടാളും കൂടെയാണ് അത് ചെക്ക് ചെയ്തത്, ഭഗവത്ഗീത ചെക്ക് ചെയ്തത്. അച്ഛൻ തുടങ്ങി വെച്ചു. 2ാമതും 3ാമതും ചാപ്റ്റർ ആയപ്പോൾ അച്ഛൻ മരിച്ചു. ബാക്കിയൊക്കെ നമ്മളാണ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ നിറയെ സർവീസ് അച്ഛനെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ഗുരു മഹാരാജിന്റെ കാരുണ്യം ഒന്ന് മാത്രമാണ്, വേറെ ഒന്നുമല്ല.
ഗുരുമാജിനെ കണ്ടില്ലെങ്കിൽ ഒരിക്കലും അച്ഛൻ ഡിവോട്ടി ആവില്ല, 100% ഉറപ്പ്. ആർക്കും ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി വേറെ ആർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ. കാരണം ഗുരുമഹാരാജിന്റെ പ്യൂർ ഡിവോഷൻ, പ്യൂർ ഡിവോട്ടി ആണ് എന്ന് നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ ആക്ഷനിൽ നിന്ന് മനസ്സിലാവും അല്ലെ. ഈ നിൽക്കുന്ന ആള് നല്ല പൊക്കമുള്ള ആളാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, കണ്ടാൽ മനസ്സിലാവില്ല പൊക്കമുള്ള ആളാണെന്ന്. ഈ നിൽക്കുന്ന ആള് വളരെ മെലിഞ്ഞിട്ടുള്ള ആളാണെന്ന് പറയേണ്ട ആവശ്യമില്ല, കണ്ടാൽ മനസ്സിലാവും. അതുപോലെ ഗുരു മഹാരാജ് വന്നിട്ട് പ്യൂർ ഡിവോട്ടി ആണ് എന്ന് അദ്ദേഹത്തിന്റെ സാമീപ്യം കൊണ്ട് തന്നെ മനസ്സിലാക്കണം. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് ഒരു ഡിവോട്ടി ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത്. അദ്ദേഹത്തിന്റെ പേര് നോക്കാൻ പാടില്ലാത്ത, ജയേഷ് എന്ന് പറഞ്ഞിട്ടാണ് പേര്. അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛൻ ജർമ്മനാണ്, അദ്ദേഹത്തിന്റെ അമ്മ ട്രിവാൻഡ്രത്തുകാരിയാണ്. അപ്പൊ അവരുടെ ജർമ്മനിയിൽ എന്തോ അമ്മ പഠിക്കാൻ പോയിട്ടോ അങ്ങനെ നഴ്സായിട്ടോ അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെയാണ്. ടെലക്സ്റ്റഫോർ, സുമൻ ടെലക്സ്റ്റഫോർ എന്നാണ് പേര്. അച്ഛന്റെ പേര് ടെലക്സ്റ്റഫോർ. അപ്പൊ സുമൻ ടെലക്സ്റ്റഫോർ എന്റെ കൂടെ പഠിക്കുന്ന, എന്റെ ജൂനിയറായിട്ട് പഠിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ ഇയാളെ കൊണ്ടുവന്ന് അപ്പൊ ജർമ്മനിയിലൊക്കെ ഇസ്കോൺ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇവിടെയാണ് പഠിക്കുന്നതൊക്കെ. ട്രിവാൻഡ്രത്ത് യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത് സുമൻ ടെലക്സ്റ്റഫോർ. എവിടെയോ ഡിവോട്ടിയാണ് അദ്ദേഹം, ഒരു പക്ഷേ ക്ലാസ് കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല സുമൻ ടെലക്സ്റ്റഫോർ. അപ്പൊ അദ്ദേഹം ആദ്യമായിട്ട് ഗുരുമഹാരാജിനെ കാണാൻ വേണ്ടി വന്നപ്പോ ഗുരുമഹാരാജ് അവിടെ തിലകിട്ടോണ്ടിരിക്കുകയാണ്, കുളിച്ചിട്ട് തിലകിട്ടോണ്ടിരുന്നപ്പോ അപ്പൊ ഞാനും സുമനും കൂടെ വന്നിട്ട് സുമൻ ഇങ്ങനെ എത്തി നോക്കി. യെസ്, ഹു ഇസ് ദാറ്റ്? ഗുരുമഹാരാജ് അകത്തെന്ന് ചോദിച്ചു. അപ്പൊ ഗുരുമഹാരാജ്, ഐ ബ്രോട്ട് മൈ ഫ്രണ്ട്, പ്ലീസ് ബ്ലെസ് ഹിം, ഹി വാണ്ട് ടു ബിക്കം ഡിവോട്ടി എന്നൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ അച്ഛന്റെ പേര് എങ്ങനെ, ടെലക്സ്റ്റഫോറിന്റെ പേര് ജർമ്മൻ പേരാണല്ലോ, എങ്ങനെ നിനക്ക് വന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഗുരുമഹാരാജ് കുറച്ചു നേരം പയ്യൻ സംസാരിച്ചു, സുമനും സംസാരിച്ചു. ഇത് കഴിഞ്ഞ് അതാണ് ആദ്യമായിട്ടും അവസാനമായിട്ട് അയാൾ കണ്ടത് അവിടെ തിരുവനന്തപുരത്ത് വെച്ച്. അത് കഴിഞ്ഞ് 2 വർഷത്തിൽ ഇയാള് ഒരു വർഷത്തിൽ ഇയാള് ജർമ്മനിയിൽ പോയി. ഇവിടുത്തെ ഡിഗ്രി കഴിഞ്ഞ ഉടനെ അയാള് ജർമ്മനിയിലേക്ക് പോയപ്പോഴേക്കും അവിടെ ഏതോ ഒരു ടെമ്പിളില്, ജർമ്മനിയിലെ ഹേസൻബർഗ് അറിയില്ല, ഏതൊരു ടെമ്പിളിൽ പോയി. ആ ടെമ്പിളില് ഓർമ്മയില്ല. അപ്പൊ ആ ടെമ്പിളില് ഗുരുമഹാരാജ് വരുന്ന ദിവസം അപ്പൊ ഇയാൾക്ക് ന്യൂസ് കിട്ടി, അയാൾ അവിടെ ഇസ്കോണിൽ പോകാൻ തുടങ്ങിയിരുന്നു. അപ്പൊ ഗുരുമഹാരാജ് വന്നിട്ട് ഇയാളെ കണ്ടു. ഗുരുമഹാരാജിന്റെ അറൈവൽ എക്സാക്ട് ടൈമിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, സുന്ദരുണ്ടായിരുന്നു. ഗുരുമഹാരാജ് ഈ പയ്യനെ കണ്ടിട്ട് when did you come from Trivandrum എന്ന് ചോദിച്ചു. 1 വർഷം കഴിഞ്ഞിട്ട്. You are from Trivandrum? When did you come from there? You came with Nandaputra there, Nanda there. എന്ന് ഇയാളെ കണ്ട് മനസ്സിലാക്കി. അയാള് എനിക്ക് ലെറ്റർ അയക്കുണ്ടായതിനു ശേഷം ഗുരുമഹാരാജിനെ കണ്ടിട്ട് മനസ്സിലായി. എന്റെ പേര് ഓർമ്മയില്ലായിരുന്നു, പേര് കംപ്ലീറ്റ് ആയിട്ട് ഓർമ്മയില്ലായിരുന്നു, പക്ഷെ ടെലക്സ്റ്റഫോർ എന്നുള്ള പേര് ഓർമ്മയുണ്ടായിരുന്നു. ട്രിവാൻഡ്രത്തിന് എപ്പോഴാ വന്നതെന്ന് ചോദിച്ചു. ഇത്ര ഭയങ്കര മെമ്മറിയാ. കാരണം ഇത് മെമ്മറി അല്ല, ഇതിന്റെ കാര്യം എന്ന് വെച്ചാല് ഓരോ കാര്യങ്ങളും ഗുരുമഹാരാജ് നിരീക്ഷിക്കുന്ന അത്ര സൂക്ഷ്മമായിട്ടാണ്. ഓർമ്മശക്തി ഇത് എല്ലാവർക്കും ഉണ്ട്, നമുക്കും ഉണ്ട് അതുപോലെ ഓർമ്മശക്തിയൊക്കെ. പക്ഷെ പല കാര്യങ്ങളും നമ്മൾ സൂപ്പർഫിഷ്യൽ ആയിട്ടാണ് നോക്കി പോവുക. പക്ഷെ ഗുരുമഹാരാജ് ഓരോ കാര്യവും ഷാർപ്പായിട്ടാണ്. അദ്ദേഹം പറയുന്ന ഓരോ വാക്കും അത്ര ഷാർപ്പാണ്. അദ്ദേഹത്തിന് എന്താ പറയണമെന്നറിയാം, എന്താ ചെയ്യണമെന്നറിയാം. അത്ര ക്ലിയർ ആണ് ഗുരുമഹാരാജിന്റെ കോൺഷ്യസ്നസ്. അതുകൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു മെമ്മറി ഗുരുമഹാരാജ് ഉണ്ടാക്കാൻ പറ്റിയത്. വളരെ എക്സ്പെർട്ട് ആ കാര്യത്തിൽ. സുമൻ ടെലക്സ്റ്റഫോർ അങ്ങനെ ഭ്രമിച്ചു പോയി. ഗുരുമഹാരാജിന്റെ അദ്ദേഹം ദീക്ഷ വാങ്ങി എന്നാണ് കേട്ടത്. അദ്ദേഹം ഇപ്പോ മിഡിൽ ഈസ്റ്റിൽ എവിടെയോ ഉണ്ട്, അതാണ് ഞാൻ പറയാൻ കാരണം. ദീക്ഷയൊക്കെ വാങ്ങിയിട്ടുള്ള ഡിവോട്ടിയാണ്, അറിയില്ല എനിക്ക്, കുറെ കാലമായി കോൺടാക്ട്. അപ്പൊ സുമൻ ടെലക്സ്റ്റഫോറിന്റെ കഥ അങ്ങനെ. ഇങ്ങനെ ഗുരുമഹാരാജിനെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചെറിയ ഇന്ററാക്ഷൻ മതി. പ്രൊഫസർ പ്രബോധചന്ദ്രൻ നായർ എന്നൊരാളുണ്ടായിരുന്നു. അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രൊഫസറായിരുന്നു, എന്റെ ടീച്ചറായിരുന്നു. അദ്ദേഹം
ഞാനിങ്ങനെ വിളിച്ചിട്ട് അദ്ദേഹം ഒരു തവണ ഗുരുമഹാരാജിനെ കാണാൻ വേണ്ടി വന്നു. കുറച്ചു നേരം സംസാരിച്ചു, ഒരു അരമണിക്കൂർ നേരം സംസാരിച്ചിട്ട് ഭയങ്കര എന്താ പറയാ, സംസ്കൃത പ്രൊഫസറാണ്. ഭയങ്കര എന്താ പറയാ, സംസ്കൃതം സ്കോളേഴ്സിനൊക്കെ മാറിയല്ലോ, അവരുടെ കുറ്റമല്ല, എങ്കിലും നല്ല ഹെഡ് വെയിറ്റ് കാര്യങ്ങളൊക്കെ അറിയാം. നമുക്കറിയുന്ന പോലെ ഇവർക്കൊന്നും അറിയില്ല എന്നൊരു കാരണം. ഇദ്ദേഹം അരമണിക്കൂർ ഗുരുമഹാരാജോട് സംസാരിച്ചിട്ട് ഗുരുമഹാരാജ് ഒരു വാക്ക് ഇംഗ്ലീഷിൽ സംസ്കൃതത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ അരമണിക്കൂറുള്ള സംസാരത്തിൽ ഈ പ്രബോധൻ നായർ പ്രൊഫസർ സാറ് ഗുരുമഹാരാജിനെ കാൽക്കൽ വേണ്ടി നമസ്കരിച്ചു. ഇതാണ് ഗുരുമഹാരാജിന്റെ വ്യക്തിത്വത്തിന്റെ പ്രഭാവം. വളരെ വലിയ പ്രഭാവമാണ്. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ചിന്തകൾ എപ്പോഴും ഭഗവാന്റെ മേലെയാണ്. എപ്പോഴും പ്രഭുപാദരുടെ മൂവ്മെന്റ് എങ്ങനെ സ്പ്രെഡ് ചെയ്യാം എന്നുള്ള കാര്യത്തിൽ അല്ലാണ്ട് വേറെ ഒരു ഇൻട്രസ്റ്റും ഇല്ല. സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സീറോ. നെഗറ്റീവ് കൂടെ ആവാം. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ അസുഖമൊക്കെ വന്നത്. ഉറങ്ങാണ്ടേയും ഒരു ദിവസം 1 മണിക്കൂറും 2 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ട് എനിക്ക് അനുഭവമുണ്ട്. ഗുരുമഹാരാജിന്റെ കൂടെ മായാപ്പൂരിൽ നിൽക്കുമ്പോൾ, മായാപ്പൂരിൽ ഒരു 2 മാസം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഗുരുമഹാരാജിന്റെ സേവ ചെയ്യാൻ ബാക്കിയുണ്ടായിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് എനിക്കറിയാം ഗുരുമഹാരാജ് വന്ന് കിടക്കുന്നത് വളരെ ലേറ്റ് ആയിട്ടാണ്. നേരത്തെ എണീക്കുകയും ചെയ്യും. മാക്സിമം 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെയാണ് മായാപ്പൂരത്തെ കാര്യങ്ങളും ഡെവലപ്മെന്റിന്റെ കാര്യങ്ങളും മീറ്റിങ്ങുകളും ഇതൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ഡിവോട്ടീസ് വരുമ്പോൾ ഗുരുമഹാരാജിനെ കാണുമ്പോൾ എന്തൊരു സന്തോഷം. അദ്ദേഹത്തിന്റെ ഗോഡ് ബ്രദേഴ്സിൽ തന്നെ ഗുരുമഹാരാജിനെ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ്. ഗുരുമഹാരാജ് അവരെ എല്ലാവരെയും ഒരുപോലെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ആണ് എല്ലാവരെയും നോക്കിക്കാണുന്നത്, എല്ലാവരെയും എന്റർടൈൻ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ചെയ്ത് അദ്ദേഹത്തിന് ഹെൽത്ത് എഫക്റ്റായി. ശരിക്കും വേണ്ട രൂപത്തിലുള്ള ഉറക്കമില്ലാണ്ട്, വേണ്ട റെസ്റ്റ് ഇല്ലാണ്ട്, ഓവറായിട്ടുള്ള ബർഡൻ വന്നിട്ട് അദ്ദേഹത്തിന് വലിയ പ്രശ്നമായി. അല്ലെങ്കിൽ അദ്ദേഹം ഇന്നും പഴയ പോലെ തന്നെ ഓടി നടക്കേണ്ട ആളാണ്, പല ആൾക്കാരും പോലെ. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല സന്യാസിമാർ തന്നെ രാവിലെ ലെക്ചർ കൊടുത്താൽ പിന്നെ വൈകുന്നേരം ലെക്ചർ കൊടുക്കില്ല. ഒരു ദിവസം 1 ലെക്ചറെ കൊടുക്കുള്ളൂ. ഒരു ദിവസം ഇത്ര മണിക്കൂർ അവർക്ക് ഒന്ന് ഫ്രീ ആയിട്ട് വെക്കും, അവരുടെ റൈറ്റിങ്, അവരുടെ റീഡിങ്, അവരുടെ സാധന. പക്ഷെ ഗുരുമഹാരാജാണ് 100% സെൽഫ്ലെസ്. ഗുരുമഹാരാജിന്റെ എല്ലാ സമയവും 100% സമയവും അദ്ദേഹത്തിനെ കാണാൻ വരുന്നവർക്കാണ് അദ്ദേഹത്തിന്റെ. എന്നിട്ടും അദ്ദേഹത്തിന്റെ എന്താ പറയാ, മതിയാവുന്നില്ല അദ്ദേഹത്തിന്. വീണ്ടും ഇതൊന്നും പോരാ, ഇനിയും വേണം എന്നുള്ള ധാരണയാണ് ഗുരുമഹാരാജിനുള്ളത്. എപ്പോഴാണ് റെസ്റ്റ് എടുക്കാന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹത്തിന് എപ്പോഴും തിരക്കാണ്. ഒരു തവണ GBC മീറ്റിംഗിന്റെ സമയത്താണ് ഞാൻ ഗുരുമഹാരാജിനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് വളരെ തിരക്കായിരിക്കും, നിറയെ ആൾക്കാരും വേണം. അപ്പൊ ഞാനിങ്ങനെ റിക്വസ്റ്റ് ചെയ്തതനുസരിച്ച് എനിക്ക് ഒരു ചാൻസ് തന്നു. ശരി, ചെയ്തോളാം. കുറച്ച് സർവീസ് ഒക്കെ എനിക്ക് ഒരു മണ്ണിന്റെ ഡ്രസ്സൊക്കെ റെഡിയാക്കി കൊണ്ട് വെക്കുക. അവിടെ ഒരു മാതാജി ഉണ്ട്, മാതാജി വാഷ് ചെയ്ത് 108 ഓഫീസിലെത്തിക്കും. 106 ഓഫീസിൽ വരും, ചക്ര ബിൽഡിങ്ങിൽ. അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഗുരുമഹാരാജിന്റെ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കണം. ഇങ്ങനത്തെ സർവീസുകളെ കുറിച്ചുണ്ടായിരുന്നു. GBC മീറ്റിംഗ് ആണ്. GBC മീറ്റിംഗിലെ ടൈമൊക്കെ വളരെ പങ്ക്ച്വൽ ആയിരിക്കും. അല്ലെങ്കിൽ അവര് ഡാൻസ് ചെയ്യിക്കും. ചിലപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ലേറ്റ് ആയി കഴിഞ്ഞാല് സന്യാസിമാരൊക്കെ തന്നെ എല്ലാം എക്സാൾട്ടഡ് ഡിവോട്ടീസ് ആണ്. തമാകൃഷ്ണ മഹാരാജ്, ഗുരു മഹാരാജ്, ബക്തിസാരി മഹാരാജ്, നിറയെ എക്സാൾട്ടഡ് ഡിവോട്ടീസ് ആണ്. ഗുരുഗോവിന്ദ മഹാരാജ്, ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ ലേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർ നടുവിൽ നിന്ന് ഡാൻസ് ചെയ്യണം, എന്നിട്ട് ഇരിക്കാൻ പാടില്ല. പണിഷ്മെന്റ് ആണ്. അപ്പൊ അത്ര വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ നോക്കുന്ന ഒരു സദസ്സാണ്. GBC മീറ്റിങ്ങിനെ പോലെ ഇത്ര പ്രൊഫഷണൽ ആയിട്ട്, ഇത്ര കാര്യഗൗരവത്തോടെ 100% സബ്ജക്റ്റിൽ ഇൻട്രസ്റ്റോടെ ഇരിക്കുന്ന ഒരു മീറ്റിംഗ് ഞാൻ കണ്ടിട്ടില്ല. അത്ര വലിയ കോർപ്പറേറ്റ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ എങ്കിലും ഇത് എനിക്ക് വളരെ ഇംപ്രസീവായി GBC മീറ്റിംഗ്സ്. ഗുരുമഹാരാജിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വെള്ളവും അതൊക്കെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ചിലപ്പോൾ ചാൻസ് കിട്ടും പോകാനായിട്ട്. അങ്ങനെ. അപ്പൊ ഒരു ദിവസം ഉച്ചയ്ക്ക് അദ്ദേഹം ഗുരുമഹാരാജ് 1 മണിക്ക് ഊണ് കഴിക്കാൻ വരികയാണ്. 1 മണിക്കല്ല, 1:30 മറ്റോ ഊണ് കഴിക്കാൻ എത്തി. 3 മണിക്ക് വീണ്ടും ആരംഭിക്കുകയാണ് മീറ്റിംഗ്. ഇവിടെ വന്നപ്പോഴേക്കും ഇവിടെ 10 പേരുണ്ട്, കുറെ ഫയലുണ്ട് ഇവിടെ. ഫയലൊക്കെ നോക്കി, ഫയലെന്ന് വെച്ചാൽ ആൾക്കാർ ഓരോന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവരൊക്കെ നിയന്ത്രിക്കുന്ന ജോലി എനിക്കുണ്ട്. എല്ലാവരും എന്നെ ശപിക്കും, കാരണം അവിടെ പോകാൻ പാടില്ല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ദേഷ്യമാണ്, ഗുരുവിനെ കാണാൻ പാടില്ല എന്ന്. പക്ഷെ സമയത്തിന്റെ പരിമിതി ഉണ്ടല്ലോ. അപ്പൊ ഒരുവിധം ആഹാരമൊക്കെ കഴിച്ചപ്പോൾ 2 മണി കഴിഞ്ഞു. 3 മണിക്ക് മീറ്റിംഗ് ആണ്.
എൻ്റെ കാലം ഗുരുമഹാരാജ് പറഞ്ഞു, ഞാനേ ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കട്ടെ, റെസ്റ്റ് എടുത്തിട്ട് കുളിച്ചിട്ട് 10 മിനിറ്റ് റെസ്റ്റ് എടുക്കട്ടെ, ജസ്റ്റ് 10 മിനിറ്റ്സ് ഐ വാണ്ട് റെസ്റ്റ്. രാത്രിയിൽ ലേറ്റായിട്ട് കിടന്നാൽ 10 മിനിറ്റ് റെസ്റ്റ് എടുക്കാം. കറക്റ്റ് 10 മിനിറ്റ് കഴിയുമ്പോൾ എന്നെ വിളിക്കണം, കുളിച്ചിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് ഞാൻ പോകണം, ഡ്രസ്സൊക്കെ എടുത്ത് വെക്കും എന്ന് പറഞ്ഞിട്ട് ഗുരുമഹാരാജ് കിടക്കും. വേറെ ആരും ഇല്ല, അദ്ദേഹത്തിന്റെ റെഗുലർ സെക്രട്ടറി ഉണ്ട്, ഞാൻ വേറെ എന്തോ കാര്യത്തിന് പോയിരിക്കുകയാണ്. ഗുരുമഹാരാജ് പറഞ്ഞിട്ടുള്ള മീറ്റിങ്ങിനുള്ള പേപ്പേഴ്സ് റെഡിയാക്കി. ഇന്നത്തെ പോലെ കമ്പ്യൂട്ടർ ഒന്നും അത്ര ഇല്ലല്ലോ, അപ്പൊ ആ പേപ്പർ ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ടുണ്ടാക്കണം. അത് ഞാൻ അങ്ങോട്ട് പോയി, ഓക്കെ നന്ദപുത്ര യു സീ ദാറ്റ് തിങ്സ് ആർ ഡൺ പ്രോപ്പർ എന്ന് പറഞ്ഞിട്ട് അവര് പോയി എന്നെ ഏൽപ്പിച്ചിട്ട് പോയി. ഞാനിങ്ങനെ പുറത്തിരിക്കുമ്പോ എന്ന് വെച്ചാല് അതേ കിടക്കുന്ന മുറിയുടെ വാതിലിങ്ങനെ കാറ്റില് ഗംഗയിൽ വരുന്ന കാറ്റ് ഭയങ്കരമായിട്ട് വരിക്കുന്നു. അതിങ്ങനെ പടാന്ന് അടിക്കുന്ന ഡോർ. അപ്പൊ ഗുരുമഹാരാജിന്റെ ഉറക്കത്തിന് ഭംഗം വരണ്ടെന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ ഡോർ ഇവിടുത്തെ നിന്ന് ലാച്ച് ചെയ്ത് വെച്ചു, കുറ്റിയിട്ട് വെച്ചു. കാരണം കുറ്റിയിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടിക്കില്ലല്ലോ ഡോറ് എന്ന് വെച്ചിട്ട്. അപ്പൊ കുറ്റിയിട്ട് കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഇരുന്ന് ഒരു റൗണ്ട് ജപിക്കാൻ ഇരുന്നപ്പോ 10 മിനിറ്റ് നോക്കിക്കൊണ്ടിരിക്കാൻ. അപ്പോഴാണ് ഓർമ്മ വന്നു, അയ്യോ കുളിച്ചിട്ട് ഫ്രഷ് ഡ്രസ്സ് കഴിക്കും. ഡ്രസ്സ് മാതാജി അയൺ ചെയ്ത് തന്നിട്ടില്ല രാവിലെ, ഇന്ന് രാവിലെ തരണ പതിവുണ്ട്. അന്ന് മാതാജി കുറച്ച് ലേറ്റ്. അപ്പൊ ഞാൻ അവിടെ പോയി അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടാവും, റൂമിൽ കൊണ്ട് വെച്ചിട്ടുണ്ടാവും എന്ന് വെച്ചിട്ട് ഓടാണ്. ആരെയും വിളിച്ചു നോക്കാനൊന്നും പറ്റില്ല, ഇന്നത്തെ പോലെ ഫെസിലിറ്റി ഒന്നും ഇല്ലല്ലോ. അപ്പൊ അവിടെ പോയി, അവിടെ ചക്ര ബിൽഡിങ്ങിൽ പോയി 5 മിനിറ്റ് കൊണ്ട് ഓടി പോയിട്ട് ഇറങ്ങി ഓടുകയാണ്. ഇറങ്ങി അവിടെ ഓടി. അവിടെ ചെന്നപ്പോഴേക്കും മാതാജി വന്നിട്ടില്ല, ഡ്രസ്സ് ഇല്ല അവിടെ. അപ്പൊ അവിടെ ഒരു ഡിവോട്ടി ഉണ്ടായിരുന്നു. ഡിവോട്ടി പറഞ്ഞപ്പോ ഡിവോട്ടി ഇന്റർകോമിൽ അവിടെ വിളിച്ചിട്ട് ഇതാ വന്നോണ്ടിരിക്കുന്നു, ഇപ്പൊ വരും എന്ന് പറഞ്ഞു മാതാജി. ശരി എന്നാ വെയിറ്റ് ചെയ്യാം, 5 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് ഉറങ്ങട്ടെ, കുഴപ്പമില്ല. ഇത് ഡ്രസ് ഇല്ലാണ്ട് പോകാനും പറ്റില്ല, വിരിച്ച് വീണ്ടും ഓടി വരിക എന്നുള്ള പ്രാക്ടിക്കലല്ല, ആവശ്യമില്ലാതെ ചീത്തക്കേണ്ടി വരും എന്ന് വെച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് അവിടെ എങ്ങനെ വെച്ചാൽ അവിടെ ചെയറൊന്നുമല്ല, അവിടെ തറയിൽ ആ സമയത്ത് എന്താ പറയാ ഈ തലേണ പോലെയൊക്കെ ഈ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മീറ്റിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ കണ്ടിട്ടില്ലേ, ചെറിയ ലജ്ജി പോലെ ഇടുക, ബാക്കിൽ തലേണ വയ്ക്കുക, ഇങ്ങനെ ഇരിക്കുക, തറയിലെല്ലാം ഇരിക്കുക, മഹാത്മാഗാന്ധിയൊക്കെ ഇരുന്നിട്ട് ഉള്ള പോസ് എല്ലാം ഫോട്ടോ കണ്ടിട്ടുണ്ടോ, അതുപോലത്തെ ഒരു അറേഞ്ച്മെന്റ് ആണ് അവിടെ. അപ്പൊ ഞാൻ അവിടെ ഇരുന്നു, ഈ മാതാജി വരാൻ വേണ്ടി ഡ്രസ്സ് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ അവിടെ ഇരുന്നു. ഞാൻ അവിടെ ഇരുന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ ഉറങ്ങി, സുഖമായിട്ട് ഉറങ്ങി, ഒരു മനുഷ്യൻ വിളിക്കാനില്ല ആ സമയം. ഈ മാതാജി കൊണ്ടുവന്നു, അപ്പ അതിനോട് ഇരിക്കുന്നുണ്ട്, ഞാൻ ലേറ്റായ കാര്യം ആരും അറിയണ്ടെന്ന് വെച്ചിട്ട് കൊണ്ടുവന്ന് മിണ്ടാതെ വെച്ചിട്ട് മാതാജി വിളിച്ചില്ല. ഞാൻ സുഖമായിട്ട് ഉറങ്ങി. കാരണം നമ്മൾ ഇതല്ലേ, ഗുരുമഹാരാജ് കിടന്നതിന് ശേഷം കിടക്കാൻ പറ്റും, അതായത് എണീക്കുമ്പോഴേക്കും നമ്മൾ എണീക്കണം മുമ്പായിട്ട്, നമുക്ക് ഉറക്കം ടെസ്റ്റ് ചെയ്യണം. അപ്പൊ അവിടെ കിടന്ന് സുന്ദരമായിട്ട് ഉറങ്ങി. ഇപ്പൊ ഗുരുമഹാരാജിന് 3 മണിക്ക് മീറ്റിംഗ് തുടങ്ങുകയാണ്. ഗുരുമഹാരാജ് അകത്ത്, ഗുരുമഹാരാജ് തനിയെ വന്നിട്ട് എന്താ സംഭവം എനിക്ക് അറിയില്ല. ഞാൻ ഇവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോഴേക്കും മണി 5:45. 5:45 3 മണിക്ക് 5 മിനിറ്റിന് വേണ്ടി കിടന്ന് ഞാൻ ഉണർന്നത് 5:45. ആലോചിച്ച് നോക്കാന്നുള്ള ഇവിടെ എന്താ ഉണ്ടായിരിക്കാനാണ് അല്ലേ. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അടി തൊട്ട് മുടി നിര വിറക്കിയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇങ്ങനെ നേരെ പോയാലോ തിരുവനന്തപുരത്തേക്ക്, ഞാൻ ഗുരുവായൂരിനെ കാണണ്ട, നല്ലത് എന്നൊക്കെ വിചാരിച്ചു മനസ്സിൽ. എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ ആർഗ്യുമെന്റ് ഉണ്ടാക്കുകയാണ്. നമ്മങ്ങനെയാണല്ലോ, ഡിഫെൻഡ് ചെയ്യാൻ നോക്കുമല്ലോ പ്രശ്നങ്ങൾ വരുമ്പോ. അപ്പൊ ഞാൻ മനസ്സിൽ ആലോചിക്കുകയാണ്, അല്ലാതെ രാത്രിയിൽ കിടന്നത് 1 മണിക്ക് 1:30 മണിക്ക് കിടന്നത്, രാവിലെ നേരത്തെ എണീക്കും ചെയ്തു, മംഗളാരത്തി സമയത്ത് എണീക്കുകയും ചെയ്തു. 2-3 മണിക്കൂറൊക്കെ ഉറങ്ങിയാൽ മതിയാ മനുഷ്യന്. ഉറങ്ങിപ്പോ സ്വാഭാവികമല്ലേ ക്ഷീണം വരും എന്നുള്ളതൊക്കെ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഗുരുമഹാരാജ് എന്താ പറഞ്ഞെന്ന് ആലോചിക്കുകയാണ്. പക്ഷെ ഒരു എത്തും പിടിയും കിട്ടണ്ട. ഞാൻ എന്നിട്ട് മെല്ലെ അവിടെ നിന്ന് കുറച്ചു നേരം 10 മിനിറ്റ് ആലോചിച്ചിട്ട് പുറത്താക്കി. ഇനിയിപ്പോ എന്താ ചെയ്യാം, അവിടെ കൊണ്ട് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അവിടെ പോയി എന്താ ഉണ്ടായത് നോക്കാം എന്ന് വെച്ചിട്ട് പണ്ടത്തെ മായാപുരത്തെ വലിയ ഗാർഡൻ, വലിയ എന്താ പറയാ ഫൗണ്ടനൊക്കെ ഉള്ളത്, താമര ഫൗണ്ടനൊക്കെ ഉള്ളത് പണ്ട് പോയവർക്കറിയാം. അപ്പൊ നടുവിൽ ഇങ്ങനെ കമ്പി വെച്ചിട്ടുണ്ട്. ആ കമ്പിക്കുള്ളിലും പുൽത്തകടിയാണ്. ആൾക്കാർക്ക് നടക്കാൻ വേണ്ടിയിട്ട് പാതയുണ്ട്. ഞാനിവിടെ യജ്ഞശാലയുടെ പാതയെന്ന് ഈ കിഴക്കേറ്റത്തെ പാതയിൽ ഞാൻ കയറുകയാണ് ഉള്ളിലേക്ക്. കയറുമ്പോഴേക്കും ഗുരുമഹാരാജ് ഓപ്പോസിറ്റുള്ള പാതയിൽ നിന്ന് വരികയാണ്. ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വഴിയില്ല. ഗുരുമഹാരാജ് വരണവും കുറെ പേര് കൂടെ ഉണ്ട്. അദ്ദേഹം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങനെ വരണവും നമ്മളിങ്ങനെ പോകണം.
അദ്ദേഹം മീറ്റിംഗിന്റെ ഇടയ്ക്ക് വന്നതാണ് എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട്, ഏതോ ഡിസ്കഷന് വേണ്ടിയിട്ട് വന്നതാണെന്ന് തോന്നുന്നു, എന്താണെന്ന് അറിയില്ല. ഇതിലും ഗുരുമഹാരാജ് അവിടെ നിന്ന് കയറി, ഞാൻ ഇവിടെ നിന്ന് കയറി, മുഖത്തോട് മുഖം കണ്ണോട് കണ്ടു. എനിക്ക് ഇനി അവിടെ നിന്ന് ഓടാൻ പറ്റില്ല, ചാടാൻ പറ്റില്ല, തിരിഞ്ഞോടാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ സ്റ്റക്കായി. ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുക, വരണ്ട് നിൽക്കുകയാണ്. പേടിച്ച് മൂത്രമൊഴിച്ചില്ലെന്നേ ഉള്ളു, പേടിച്ച് അവിടെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ഗുരുമഹാരാജ് എങ്ങനെ വന്നു, ഓപ്പോസിറ്റ് വന്ന് എൻ്റെ അടുത്ത്, ഓ നന്ദ, ഇപ്പൊ നന്ദ എന്നാ വിളിക്കാറെപ്പോഴും, ഓ നന്ദ, ആർ യു വെരി ടയർഡ് ചോദിച്ചു. ഞാൻ വിചാരിച്ചു ഇപ്പൊ കവാലത്തിന് കിട്ടുവാടിയെന്ന് ചോദിച്ചു. കാരണം അത്ര വലിയ ഒഫൻസ് അല്ലേ ചെയ്തേക്കുന്നത്. GBC മീറ്റിംഗില് 3 മണിക്ക് അറ്റൻഡ് ചെയ്യേണ്ട ആളിനെ അവിടെ കൂട്ടിയിട്ട് പോന്നിരിക്കണേ, കിടന്ന് ഉറങ്ങി നിന്നിട്ട്. എത്ര ഉത്തരവാദിത്തമാണ് നോക്കുന്നത്. അപ്പൊ ഗുരുമഹാരാജിൽ നിന്ന് ഇപ്പൊ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഗുരുമഹാരാജ് എന്താ ചെയ്തെന്ന് വെച്ചാൽ പിടിച്ച് ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, യു ആർ വെരി ടയർഡ്, യു ഗോ ടേക്ക് റെസ്റ്റ്, ഓക്കെ, tonight you don't come, you go to that place, where do you stay, you go there and take rest, it's okay, no problem. ഒന്നും അദ്ദേഹത്തിനുണ്ടായ ബുദ്ധിമുട്ടിനെ പറ്റിയോ ഗുരുമഹാരാജിന്റെ ഒന്നിനെ പറ്റിയും ചോദിച്ചില്ല. എന്തുകൊണ്ട് കഥവ് തുറന്നില്ല, എന്തിനു പൂട്ടിയിട്ട് പോയി, ഒരു കാര്യം ചോദിച്ചില്ല. എനിക്കാണെങ്കിലും ഒരു ഗുരുമഹാരാജെങ്കിലും ചുണ്ടിയെടുത്ത് ദേഷ്യത്തിൽ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് സമാധാനമാവായിരുന്നു, ഒരു അടി കിട്ടിയെങ്കിലും സമാധാനമാവായിരുന്നു. പക്ഷെ ഗുരുമഹാരാജിനെ പറഞ്ഞപ്പോഴേക്കും എനിക്ക് കൺട്രോൾ കിട്ടും. ഉറക്കെ കരഞ്ഞ് കാലിൽ വീണു. സോറി ഗുരുമഹാരാജ്, സോറി ഞാനിങ്ങനെ പോയതാണ്. ടെൻഷൻ ഒരു വ്യക്തിയെ കാണുമ്പോൾ അയാളുടെ മനസ്സിൽ എന്താണുള്ളത്, അയാളുടെ ടെൻഷൻ എന്താണ്, അയാളുടെ നിലയിൽ നിന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവ് ഒരു ഭക്തന് മാത്രമേ ഉണ്ടാവൂ. ഭീഷ്മദേവനെ പോലെ, ഭീഷ്മദേവൻ അവിടെ സരസ്വതിയിൽ കിടക്കുന്ന സമയത്ത് യുധിഷ്ഠിരനും പഞ്ചപാണ്ഡവന്മാര് വരികയാണ്, കൂടെ ഭഗവാനും ഉണ്ട്. പല സ്ഥലത്തു നിന്നുള്ള പല വലിയ വലിയ ഋഷീശ്വരന്മാരൊക്കെ ഉണ്ട്. ബൃഹസ്പതി ഉൾപ്പെടെയുള്ള കൺവൻ, ബൃഹസ്പതി തുടങ്ങിയിട്ടുള്ള വലിയ ഗൗതമ മുനി എല്ലാവരും വന്നിട്ടുണ്ട് ശിഷ്യന്മാരോട്. പരശുരാമൻ, അദ്ദേഹത്തിന്റെ ഗുരു, ഭീഷ്മന്റെ ഗുരു. ഇവരെല്ലാം ഇദ്ദേഹം ശയനം ഉപേക്ഷിക്കുന്നത് കാണാൻ, സ്വച്ഛത വൃത്തി കാണാൻ വേണ്ടി വന്നിരിക്കുകയല്ല. ഈ ലോകത്തിൽ ആർക്കും ഇതിനു മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല ഈ സ്വച്ഛത വൃത്തി എന്നുള്ള വരം. ഭീഷ്മദേവർക്ക് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഗ്ലോറിയസ് പാസിംഗിനെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നിരിക്കുകയാണ്. അപ്പോഴേക്കും പാണ്ഡവരെയും കൂട്ടിയിട്ട് കൃഷ്ണൻ വരുന്നുണ്ട്. പാണ്ഡവന്മാരെ കണ്ട ഉടനെ ഭീഷ്മദേവൻ വന്നിട്ട് അഹോ കഷ്ടം, അഹോ അന്യായം ഒരു ശ്ലോകം പറയുന്നത്. ഭാഗവത്തിലുണ്ട് ആ ശ്ലോകം. എത്ര അന്യായമാണ്, നിങ്ങളെപ്പോലെ ബ്രാഹ്മണന്മാരും അതായത് ഭക്തന്മാരും ഭഗവാനും എല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ട്, നീതി എല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെടുന്നു, എന്തൊരു അന്യായം, എന്തൊരു കഷ്ടം എന്ന് ചോദിച്ചിട്ട് യുധിഷ്ഠിരനെ റിസീവ് ചെയ്യുന്നുണ്ട്. സരസ്വതിയിൽ കിടന്നിട്ട് നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചോദിക്കും, മരിക്കേണ്ട ഒരു അവസ്ഥ വന്നു, സരസ്വതിയിൽ കിടക്കുകയാണ്, നമ്മളെ ഏതൊരു ഭാഗത്തുള്ള രാജാവ് വരികയാണെങ്കിൽ നമ്മൾ എന്താ പറയാ, നമ്മളാണെങ്കിൽ എന്താ പറയാ, സന്തോഷമായില്ലേ അല്ലേ, ഇത്രയും പേരെ കൊന്നു, ഇത്രയും ഒക്കെ ഉണ്ടായി, സന്തോഷമായില്ലേ, ഹാപ്പി അല്ലേ ചോദിക്കും. അങ്ങനെയൊക്കെയാണ് സാധാരണ. നമ്മളൊരു ബ്ലേഡ് കൊണ്ട് കൈ മുറിഞ്ഞാൽ കൂടെ അടുത്ത് വരുന്ന ആളിനെ ദേഷ്യം പിടിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള നമ്മളവിടെ ഭീഷ്മദേവരുടെ പ്രസൻസ് ഓഫ് മൈൻഡ്. ഭീഷ്മദേവൻ ആൾറെഡി അറിയാം യുധിഷ്ഠിരൻ വന്നിട്ട് ഭയങ്കര മനക്കഷ്ടത്തോടെ വരികയാണ്. ഇത്രയും വലിയൊരു വാർ നടന്നു, ഇത്രയും വലിയ യുദ്ധം നടന്നു, ഇത്രയും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ മരിച്ചു, ഇതെല്ലാം എന്നെ കാരണം ഉണ്ടായി എന്നൊരു ധാരണയോടുകൂടിയാണ് ഭീഷ്മദേവൻ വരണത്. യുധിഷ്ഠിരൻ വരണത്. ഭീഷ്മദേവനെ കണ്ടാൽ മനസ്സിലാവും. അപ്പോ ഒരു ഡിവോട്ടിയുടെ പ്രധാന ലക്ഷണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് പ്രധാന ലക്ഷണം. എന്താണ് പറയേണ്ടത്, എപ്പോഴാണ് പറയേണ്ടത്, എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത്, ഇതൊക്കെ അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് അറിയാം. ഇസ്കോണിനെ കുറിച്ച് അറിയാൻ പാടില്ലാത്ത ആൾക്കാരോട് ആരെങ്കിലും പോയി പറയണം ഇസ്കോണൊന്നും ശരിയല്ലെന്ന് എന്ന് പറഞ്ഞ എന്താ അർത്ഥം, അയാള് ശരിയല്ലെന്നാണ്. കാരണം എന്താ, അയാൾക്ക് ആരോട് എന്ത് പറയണമെന്ന് അറിയില്ല. ഭഗവാന്റെ ഭക്തന്മാരോട് എങ്ങനെ പെരുമാറണം, ഭക്തന്മാരല്ലാത്തവരോട് എങ്ങനെ പെരുമാറണം, ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു ഡിവോട്ടി എന്നുള്ള നിലയ്ക്ക്. ഇതൊക്കെ ആരും പഠിപ്പിച്ചിട്ടൊന്നല്ല ഗുരുമഹാരാജ് പഠിച്ചിരിക്കുന്നത്, നാച്ചുറലായിട്ട് അദ്ദേഹത്തിനുള്ള ക്വാളിറ്റീസ് ആണ്. അതാണ് പ്യുവർ ഡിവോട്ടീസിന്റെ ക്വാളിറ്റി. നമുക്ക് ഓരോ ക്വാളിറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല.
ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്ന ക്വാളിറ്റീസ് ഉണ്ടല്ലോ. ഈ ക്വാളിറ്റിയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അമാനിത്വം, അദമ്പിത്വം, ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക? അത് നാച്ചുറൽ ആയിട്ട് വരണം. അത് എപ്പോഴാണ് വരണത്? മനസ്സിന്റെ ഉള്ളിൽ ഭക്തി വരുമ്പോ, മനസ്സിനുള്ളിൽ ഭഗവാൻ അല്ലാതെ വേറെ ഒന്നും ഇല്ലാതിരിക്കുന്ന അവസരത്തില് ഈ ക്വാളിറ്റിയൊക്കെ പുറത്തേക്ക് വരും. അതുകൊണ്ട് ഈ ക്വാളിറ്റിയുടെ ഒക്കെ ഇരിപ്പിടം, ഈ ഗുണങ്ങളുടെ എല്ലാം ഇരിപ്പിടമാണ് ഗുരുമഹാരാജ്. അതുകൊണ്ട് ആരും പഠിപ്പിച്ചൊന്നുമില്ല അദ്ദേഹത്തിന്, ഇത് നാച്ചുറലായിട്ട് വരുന്നതാണ് ഇതൊക്കെ. കലിയുഗത്തില് എത്രയെങ്കിലും ജീവാത്മാക്കളെ ഭഗവാനിലേക്ക് എത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഭഗവാൻ കൊടുക്കുമ്പോ ഈ ഗുണങ്ങളൊക്കെ കൊടുക്കാണ്ടിരിക്കും. അദ്ദേഹത്തിനെ കണ്ട് ഡിവോട്ട് ചെയ്യാമെന്ന് എനിക്കറിയാം. ട്രിവാൻഡ്രം എയർപോർട്ടില് ഒരാള് ഡിവോട്ട് ചെയ്യും. അദ്ദേഹം ദീക്ഷ വാങ്ങി ഡിവോട്ട് ചെയ്യും. എങ്ങനെയാ അദ്ദേഹത്തിന് ഇസ്കോണുമായിട്ട് പരിചയമേ ഇല്ല, എവിടെയും പോയിട്ടില്ല. അദ്ദേഹം ആ വർഷത്തിൽ 2 പ്രാവശ്യം ഗുരുമഹാരാജ് വരുമ്പോ എപ്പോഴും അങ്ങേർക്ക് പ്രസാദം കിട്ടും. ഗുരുമഹാരാജ് കൊണ്ടുപോയ പ്രസാദം കിട്ടും. ഇദ്ദേഹത്തിന് ഇന്ന് പ്രസാദം വാങ്ങി ഒരു 4-5 പ്രാവശ്യം വാങ്ങിയിട്ട് അന്വേഷിച്ചു. അദ്ദേഹം വന്നപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല ഇവിടെ ഇസ്കോണിന്റെ സെന്റർ ഉണ്ടോ? അദ്ദേഹത്തോട് ചോദിക്കുക. അപ്പൊ എന്നിട്ട് അദ്ദേഹം നമ്മളെ വിളിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇവരൊക്കെ എന്റെ ഡിവോട്ടീസ്, ടെമ്പിളിൽ പോയാൽ മതി, തൈക്കാട് ടെമ്പിൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത് വിട്ടു. അങ്ങനെ അയാളെ ടെമ്പിളിലേക്ക് വന്നു. അങ്ങനെ ടെമ്പിളിലേക്ക് വരാൻ തുടങ്ങി. അയാളുടെ ഫെയ്ത്ത് എപ്പോ നോക്കിയാലും അയാൾ ഈ പ്രസാദത്തിന്റെ കാര്യം പറയും. ഒരു തവണ ചോദിച്ചു അയാളോട്, എങ്ങനെയാണ് അങ്ങേക്ക് ഇത്രയും വലിയൊരു വിശ്വാസം ഗുരുമഹാരാജിന്റെ മേലെ ഉണ്ടായെന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞ കാര്യമാണ്, ഇത് ഈ പ്രസാദം ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുത്തു. എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും വളരെ വയസ്സായിരുന്നവരാണ്. എൻ്റെ അമ്മയ്ക്ക് എന്തോ വാതരോഗം, എന്തോ അസുഖം ഉണ്ടായിരുന്നു, ഭയങ്കര ഉണ്ടായിരുന്നു. അപ്പൊ ഒരു തവണ അദ്ദേഹം തന്നപ്പോ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് വാതരോഗമാണ്, ആ വാതരോഗത്തിന് പുറത്ത് വരാൻ വേണ്ടിയിട്ട് വാതരോഗം എക്സാക്ട് ആയിട്ട് ഓർമ്മയില്ല, വാതരോഗമാണെന്ന് തോന്നുന്നു. ആമവാദം. എൻ്റെ അമ്മയ്ക്ക് ആമവാദമാണ്. അമ്മയ്ക്ക് ഇങ്ങനെ മെടിക്കാനും നടക്കാനൊന്നും പറ്റണില്ല. അമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങ് അനുഗ്രഹിക്കണം. അങ്ങ് എപ്പോഴാ തിരിച്ചു പോകണം എന്ന് പറഞ്ഞ് എൻ്റെ അമ്മയെ കൊണ്ടുവരാൻ ഞാൻ അമ്മയെ അനുഗ്രഹിക്കണം. അത് ശരിയെന്ന് പറഞ്ഞിട്ട് ഗുരുമഹാരാജ് ഒരു പ്രസാദം കൊടുത്തിട്ട് അവർക്ക് കൊടുക്കാൻ പറഞ്ഞു. ശരിയാവും, ഹരേ കൃഷ്ണൻ ജപിക്കാൻ പറഞ്ഞു. എന്നിട്ട് അടുത്ത് നിന്ന് ഡിവോട്ടിയോട് പറഞ്ഞു, കൃഷ്ണ ചൈതന്യം ഇപ്പോൾ കൊണ്ടായിരുന്നു, ശ്രീകൃഷ്ണ ചൈതന്യം. അടുത്ത് നിന്ന് ഡിവോട്ടിയോട് പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഹരേ കൃഷ്ണ അങ്ങനെയാണ് ജപിക്കേണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഗുരുമഹാരാജ് പോയി. ഗുരുമഹാരാജ് പറഞ്ഞു, തിരിച്ചു വരുന്ന ഫ്ലൈറ്റിന്റെ സമയം പറഞ്ഞിട്ടാണ് പോയത്. തിരിച്ചുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, പിറ്റേ ദിവസം അടുത്ത ദിവസം. അപ്പൊ ആ സമയത്ത് ഈ അമ്മയെ കൊണ്ടുവന്ന് ഗുരുമഹാരാജിനെ കാണിച്ച് ഗുരുമഹാരാജിന്റെ അനുഗ്രഹം വാങ്ങി. ഒരു 5-6 മാസത്തിനുള്ള അമ്മയ്ക്ക് ഡോക്ടർ പറഞ്ഞു അത്ര ഇതിങ്ങനെ തന്നെ ജീവിതത്തിന് മുഴുവൻ ഇങ്ങനെ ഇരിക്കേണ്ടി വരും എന്ന് പറഞ്ഞതാണ്. പക്ഷെ അമ്മ ഒരു 5-6 മാസത്തിനുള്ളിൽ അമ്മയ്ക്ക് ക്ലിയറായി. അടുത്ത പ്രാവശ്യം ഗുരുമഹാരാജ് വരുമ്പോഴേക്കും അദ്ദേഹം സ്പെഷ്യലായിട്ട് ചോദിച്ചു എപ്പോഴാണ് അവിടെ ക്ലാസ് എന്ന് ചോദിച്ചു. വൈകുന്നേരത്തെ പ്രോഗ്രാമിന് കുടുംബത്തോട് അമ്മയും കൂട്ടിയിട്ട് വന്നു. അപ്പൊ ഗുരുമഹാരാജിന് ഓർമ്മയുണ്ട് ഈ സ്ത്രീയെ. 6 മാസത്തിന് ശേഷം കാണുമ്പോ, ഓ വെരി നൈസ്. അപ്പൊ അത്രത്തോളം കാരണം എന്ന് വെച്ചാൽ അത്രത്തോളം കൺസേൺ ആണ് ആൾക്കാരോട്, അത്രത്തോളം കാരുണ്യം, അത്രത്തോളം വെറുതെ എല്ലാം സൂപ്പർഫിഷ്യലായിട്ട് വിടുകയല്ല, എല്ലാ കാര്യങ്ങളിലും മനസ്സ് ശ്രദ്ധ കൊടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഗുരുമഹാരാജ് എന്ന് എനിക്ക് മനസ്സിലായി. ഇതെല്ലാം പ്യൂർ ഡിവോഷന്റെ ക്വാളിറ്റീസ്. പിന്നെ ആഞ്ഞ നമ്പൂതിരിപ്പാട് ഗുരുമഹാരാജിന്റെ ഗുരുവായൂർ വിസിറ്റ്, അത് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. സമയമുണ്ടോന്ന് അറിയില്ല, 9:30 സമയമുണ്ടോ? ഒരു 10 മിനിറ്റ് കൂടി സംസാരിക്കാൻ പറ്റുമോ? ഹരേ കൃഷ്ണ. ഗോവിന്ദേശ്വരി മാതാജി. തുടർന്നോളൂ പ്രഭു. ഓക്കെ. അപ്പൊ എന്നിട്ട് ഗുരുമഹാരാജ് ആദ്യമായിട്ട് ഗുരുവായൂർ പോവാണ്. ഗുരുവായൂർ പോകുമ്പോ നമ്മള് അവിടെ ഒരു റിസപ്ഷൻ അറേഞ്ച് ചെയ്തു.
പൂർണ്ണകുംഭം റിസപ്ഷൻ. അതിന് ആരെ വിളിക്കണം എന്നൊക്കെ ഒരു ധാരണ ഉണ്ടായില്ല. അപ്പൊ മലയാളം സംസാരിക്കുന്നതായിട്ട് കറക്റ്റായിട്ട് സംസാരിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. എന്താ, എങ്ങനെ, എവിടെ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ മലയാളത്തിൽ. അത് കാര്യങ്ങളൊന്നും പറയാനൊന്നും സംസാരിക്കാൻ പറ്റില്ല കാര്യമായിട്ട്. അപ്പൊ എനിക്ക് കുറച്ച് റിലേറ്റീവ്സ് ഉണ്ട് ഗുരുവായൂരുണ്ട്. അപ്പൊ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞയച്ചു അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആഞ്ഞം തിരുമേനിയോട് ചോദിക്കാമെന്ന് വിചാരിച്ചു. ആഞ്ഞം തിരുമേനിയെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവും വിചാരിക്കും. ഷുവറായിട്ടും കേട്ടില്ലാത്തവരുണ്ടാവില്ല. മലയാളി ആണെങ്കിൽ ഗുരുവായൂരപ്പനെ അറിയെങ്കിൽ ആഞ്ഞം തിരുമേനി അറിയുണ്ടാവും. അദ്ദേഹം ലോകം മുഴുവനും, അദ്ദേഹം ഭാഗവത്തിന്റെ 18,000 ശ്ലോകം കാണാതെ മനസ്സിലാക്കിയില്ല പഠിച്ചിട്ടുള്ള ആളാണ്. ചെറുപ്പത്തിൽ 5 വയസ്സ് മുതൽ അദ്ദേഹത്തിന്റെ അച്ഛന്റെ കൂടെ സപ്താഹത്തിന് പോയിട്ടുള്ള ആളാണ് ആഞ്ഞം തിരുമേനി, ആഞ്ഞം നമ്പൂതിരി. ആഞ്ഞം എന്നുള്ള ഇല്ലത്തിൽ ജനിച്ച ആളാണ്. ആഞ്ഞം മാധവൻ നമ്പൂതിരി എന്നാണ് പേര്. അപ്പൊ അദ്ദേഹത്തിന് പൂർണ്ണകുംഭം കൊടുക്കാൻ വേണ്ടി സ്വീകരിക്കാൻ വേണ്ടി വിളിക്കാം എന്ന് തീരുമാനിച്ചു. അവിടുത്തെ അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പറഞ്ഞു, ശരി 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 വരാം 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 എന്ന് പറഞ്ഞു. പൂർണ്ണകുംഭം കൊണ്ട് സ്വീകരിക്കാൻ അദ്ദേഹം സമ്മതിച്ചു. അദ്ദേഹം വന്നു. അദ്ദേഹത്തിന്റെ പ്രസൻസിൽ അദ്ദേഹം ഇങ്ങനെ പൂർണ്ണകുംഭം കാണിക്കാൻ ഗുരുമാജി വന്നു. വലിയ റിസപ്ഷൻ അറേഞ്ച് ചെയ്തു. ഒരു ആനയും അമ്പാരിയൊക്കെ ആയിട്ടാണ് അറേഞ്ച് ചെയ്തത്, വലിയ മേളം. അപ്പൊ സമയത്ത് അദ്ദേഹം വന്നു. അദ്ദേഹം വന്നിട്ട് ഗുരുമഹാരാജിനെ കണ്ട മാത്രയില്ലേ ഈ പൂർണ്ണകുംഭം ഇങ്ങനെ കൊടുക്കണം, ഗുരുമഹാരാജ് തൊടണം. അപ്പൊ അദ്ദേഹം ഒരു മന്ത്രമൊക്കെ പറയണം. രാജാതിരാജായ സഹിനെ മയം വൈശ്രവണായപ്പോ മഹേന്ദ്ര മന്ത്രമാണ്. ഈ സ്വീകരിക്കുന്ന സന്യാസികളെ സ്വീകരിക്കുന്ന ഒരു മന്ത്രമാണ്. അപ്പൊ മന്ത്രം പറഞ്ഞു വേണം സ്വീകരിക്കാൻ. അദ്ദേഹം മന്ത്രമൊക്കെ മറന്നു. നാരായണ 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 പൂർണ്ണകുംഭം വയ്ക്കുന്നുണ്ട്. നാരായണ നാരായണ മാത്രമേ വരുന്നുള്ളൂ അദ്ദേഹത്തിന്റെ വായന. ശരീരമൊക്കെ ഇങ്ങനെ ട്രംബിൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പൂർണ്ണകുംഭം വേറൊരാളുടെ കൊടുത്തിട്ട് ഞാൻ ഗുരുമഹാരാജിനെ അടികൂടി ഇങ്ങനെ തടവുക, കയ്യൊക്കെ ഇങ്ങനെ വിറയ്ക്കും. നാരായണ നാരായണ നാരായണ. ഗുരുമഹാരാജ് ആകെ സർപ്രൈസ്ഡായി. എന്താണ് നടക്കണമെന്ന് അറിയില്ല. ആകെ ഒരു പരിഭ്രമിച്ചു ഗുരുമഹാരാജ് ആദ്യം ഒന്ന്. പിന്നെ മനസ്സിലായോ അദ്ദേഹത്തിന്റെ എക്സ്റ്റസി ആണെന്ന് വിജ്ഞാന ബോധ്യായി. ഇത് കഴിഞ്ഞ് ഗുരുമഹാരാജ് നമസ്കരിക്കണം, വീണ്ടും ഓടിക്കണം, വീണ്ടും തുറന്നു, വീണ്ടും നമസ്കരിക്കണം, വീണ്ടും തുറന്നു. അദ്ദേഹം ഗുരുമഹാരാജിന് ഭയങ്കര സന്തോഷമായി. നേരെ സ്വീകരിച്ച് നേരെ ദർശനത്തിന്റെ സമയം ആയിണ്ടായിരുന്നില്ല, നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സമയം ആയിണ്ടായിരുന്നില്ല. അപ്പൊ ഓഡിറ്റോറിയത്തിൽ കുറച്ചു നേരം സംസാരിച്ചിട്ടുണ്ട്, ഉള്ളിൽ പോകാനുള്ള കണ്ടീഷൻ. അപ്പൊ അതിലെ നമ്പൂതിരി അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഗുരുമഹാരാജിനെ. പരിശുദ്ധ ഭക്തനാണ്. ഇദ്ദേഹത്തിന്റെ ദേഹത്തിന് തൊടുമ്പോ എന്തോ എന്റെ മേലെ കയറി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ശരീരത്തിന്റെ ഉള്ളിൽ ഭഗവാനുണ്ട് എന്നാ പറയുന്നത്. സാധാരണ മനുഷ്യനല്ല ഇത്. അത്ര വളരെ എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. 59 വയസ്സായിട്ടുള്ള വളരെ എലിവേറ്റഡ് ആയിട്ടുള്ള, ഭാഗവതം മുഴുവനും കാണാതെ പറയാൻ തക്കവണ്ണം. നമ്മൾ ഭാഗവതം നോക്കിയിരിക്കാൻ അദ്ദേഹം ഭാഗവത ശ്ലോകം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും കണ്ടിന്യൂസ്. അങ്ങനെ ഒരു മനുഷ്യനാണ് ഈ പറയുന്നത്. അദ്ദേഹം ഒരു സാധാരണ വ്യക്തിയല്ല. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഭഗവാനുണ്ട്, അദ്ദേഹത്തിന്റെ കൂടെ ഭഗവാനുണ്ട്. അദ്ദേഹത്തിനെ തൊണ്ടപ്പോ എനിക്ക് ബോധ്യമായി, ഭഗവാനെ തൊണ്ടുപോലെ ഉണ്ടായി എന്നൊക്കെ പറയണ്ടായിരുന്നു. ഗുരുമഹാരാജ് നല്ലോണം കീർത്തനൊക്കെ ചെയ്ത് കീർത്തനം ചെയ്യുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ആടുകയായിരുന്നു. എനിക്ക് നിൽക്കാൻ പറ്റില്ല, വയസ്സായിട്ടില്ല. അദ്ദേഹം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കീർത്തനം. അപ്പൊ അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് ക്ഷണിച്ചു. അവിടെയൊക്കെ പോയി. ഗുരുമഹാരാജിന് വലിയ സന്തോഷമായി അദ്ദേഹത്തിനെ കണ്ടത്. അദ്ദേഹം പബ്ലിക്കായിട്ട് പറഞ്ഞു, എനിക്ക് ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ അങ്ങയോട്, നിങ്ങളെ പോലെയൊക്കെ ഡിവോട്ടി ആവാൻ, ഒരു ഭക്തനാവാൻ എന്നെ അനുഗ്രഹിക്കണം. ഞാൻ ബ്രഹ്മവാദിയാണ്. ചെറുപ്പത്തിലേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഭാഗവതമൊക്കെ വായിക്കുമ്പോൾ ഞാൻ ബ്രഹ്മവാദിയാണ്. പക്ഷെ എനിക്ക് നിങ്ങളെപ്പോലെ ഭക്തനാവണമെന്ന് ആഗ്രഹമുണ്ട്, എന്നെ അനുഗ്രഹിക്കണം. അങ്ങ് വിചാരിച്ച ഞാൻ ഭക്തനാവും എന്ന് ആഞ്ഞം നമ്പൂതിരിപ്പാട് പറയുന്നു. ആലോചിച്ചു, പബ്ലിക്കായിട്ട് ഗുരുവായൂർ അത്ര ആയിരക്കണക്കിന് ആൾക്കാർ നിൽക്കുന്ന സമസ്യ. അപ്പൊ സാധാരണ ഒരു വ്യക്തി അല്ല എന്ന് മനസ്സിലാക്കാൻ ഇതിൽ കൂടുതലൊന്നും വേണ്ട, സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. അതിനുശേഷം 2 വർഷം കഴിഞ്ഞ് വീണ്ടും ഗുരുമഹാരാജ് ഗുരുവായൂരിൽ വന്നു. അപ്പൊ അദ്ദേഹം സമാധിയായി. അദ്ദേഹത്തിന്റെ സമാധിയിൽ പോകണം എന്ന് ഗുരുമഹാരാജ് നിർബന്ധിച്ചു. അവിടെ പോയി സമാധിയിൽ പോയി നമസ്കരിച്ചു ഒക്കെ ചെയ്തു. മാല സമർപ്പിച്ചു, നമസ്കരിച്ചു. ആഞ്ഞം നമ്പൂതിരിപ്പാടിനെ അദ്ദേഹത്തിന്റെ ബഹുമാൻ ആദരിച്ചു ഗുരുമഹാരാജ്.
അദ്ദേഹത്തിന് ഒരു ഭക്തനായിട്ട് ഗുരുമഹാരാജ് മനസ്സിലായി. എന്താ മറ്റു പല കാര്യങ്ങളും എല്ലാവരും കേട്ട് കാണുമെന്ന് വിചാരിക്കണം. ഗുരുവായൂരിലെ മേൽശാന്തി ഡിവോട്ടി ആയത് ഒക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളോട് പറയാമെങ്കിൽ ഇതൊരു റിലേറ്റീവാണ്, എൻ്റെ അമ്മാവനാണ് ഗുരുവായൂർ മേൽശാന്തി ആയിരുന്നു. അദ്ദേഹം അവിടെ ഞാൻ ചെന്നിട്ട് പെർമിഷൻ ചോദിച്ചു, ഗുരു മഹാരാജിന് ഇവിടെ വന്ന് കാണാനൊരു അറേഞ്ച്മെന്റ് ചെയ്യണം, കാരണം എൻ്റെ അമ്മാവനാണ് മേൽശാന്തി എന്ന് പറഞ്ഞു, ഇനി ഇങ്ങനൊരു ഉപകാരം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു സമയമില്ല, ഈ ഫോറിനേഴ്സിനൊക്കെ ഇതിനകത്ത് കയറ്റാൻ പറ്റില്ല, കുഴപ്പമില്ല, പുറത്ത് ആളുണ്ടല്ലോ, ആൾ ഇരുത്തിയാൽ മതി, ഞാൻ അവിടെ നിന്ന് കാണാം. അപ്പൊ നിർബന്ധമായിട്ട് ഞാൻ പറഞ്ഞത് പറ്റില്ല, കാരണം അദ്ദേഹം ഇവിടെ വന്ന് കാണും. അപ്പൊ അദ്ദേഹം പറഞ്ഞ് രാവിലെ കുറച്ച് 2 മണിക്ക് ഉറക്കം എഴുന്നേക്കുന്ന ആളാണ്, ഇനി രാത്രി 10 മണിക്ക് എനിക്ക് കിടക്കാൻ പറ്റും, കുറച്ച് റെസ്റ്റ് പോലും കിട്ടണില്ല, ഇടയ്ക്ക് കിട്ടുന്ന ഒരു 10 മിനിറ്റ് റെസ്റ്റ് ഒക്കെ എന്ന് വെച്ചാൽ നീ ഇങ്ങനെ ഒന്ന് ശല്യപ്പെടുത്തി എന്താ ചെയ്യാം എന്നൊക്കെ ചോദിച്ച് ചുള്ളി അടിച്ചു, ദേഷ്യപ്പെട്ടു. പക്ഷേ എങ്കിലും ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ പറഞ്ഞു എന്തായാലും ഒന്ന് എനിക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് മതി എന്നൊക്കെ പറഞ്ഞ് കെഞ്ചി ഒരു അപ്പോയിന്റ്മെന്റ് ഒക്കെ ഫിക്സ് ചെയ്ത് ഗുരുമഹാരാജ് വന്ന് ദർശനം എടുത്തതിന് ശേഷം കൊണ്ടുപോയി. അവിടെ ആ സമയത്താണ് ഈ മുഴയുടെ സംഭവം നടക്കുന്നത്. അവിടെ കൊണ്ടുപോയി കൊണ്ട് ചെന്നപ്പോഴേക്കും അദ്ദേഹം ഈസി ചെയറിൽ ഇങ്ങനെ കാലൊക്കെ പൊക്കി വെച്ച് ഇങ്ങനെ കിടക്കുന്നു, എണീറ്റൊന്നുമില്ല. ഇവർക്കൊക്കെ എന്താ അറിയാവുന്നൊരു ധാരണ. എന്നിട്ട് ഇരിക്കാൻ പറഞ്ഞു, ചെറിയൊരു കസേര ഇട്ടുണ്ട്, ഗുരുമഹാരാജ് ഇരിക്കാനൊന്നും പറ്റില്ല, അത്ര ഒരു കസേര അതിലിരിക്കാൻ പറ്റും. ഗുരുമഹാരാജ് അവിടെ നിൽക്കുകയായിരുന്നു. പിന്നെ അടുത്തൊരു ബെഞ്ച് കൊണ്ടുവരാൻ പറഞ്ഞു, ചെറിയൊരു വീതി കുറഞ്ഞ ബെഞ്ച്, അത് കൊണ്ടുവന്ന് അവിടെ ഫ്രണ്ടിലിട്ട് അതിൽ ചതറൊക്കെ എടുത്തിട്ട് കൊടുക്കും, ചതറൊക്കെ ഉണ്ടായിരുന്നു, ഗുരുമഹാരാജ് ഇട്ട് കൊടുത്ത് ഗുരുമഹാരാജ് അവിടെ ഇരിക്കാൻ പറഞ്ഞു ഇരുന്നു. അപ്പൊ അദ്ദേഹത്തിന് മലയാളം മേൽശാന്തിക്ക് ഇംഗ്ലീഷ് കാര്യമായിട്ട് അറിയില്ല, മലയാളം അറിയുള്ളൂ. അപ്പൊ അദ്ദേഹം മലയാളത്തിൽ പറയും, ഞാൻ ഇംഗ്ലീഷിൽ ഗുരുമഹാരാജ് പറഞ്ഞു കൊടുക്കും, ഇംഗ്ലീഷിൽ ഗുരുമഹാരാജ് പറയും, മലയാളത്തിന് മേൽശാന്തിക്ക് പറഞ്ഞു കൊടുക്കും, എങ്ങനെയാണ്. അപ്പൊ അതിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞു എന്താ പറയാ, ഇന്ന് എന്താ പ്രസാദം കൊണ്ടു കൊടുക്കും. അസിസ്റ്റന്റിനോട് പറഞ്ഞു, പ്രസാദം എന്താ വെച്ചാ എന്താ ഉള്ളത്, എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും കൊടുക്കും, കുറച്ച് പ്രസാദം എന്നുള്ള രീതിയിൽ, ഇന്നെന്താ എന്നുള്ള രീതിയിൽ. അപ്പോഴേക്കും ഞാൻ എന്നിട്ട് ഒന്നും സംസാരിക്കാൻ ടോപ്പിക് ഒന്നും ഇല്ലാണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു ഇതുപോലെ അമ്മാവനാണ്, അനവധി പ്രാവശ്യം ഇവിടെ മേൽശാന്തി ആയിട്ട് വന്നിട്ടുണ്ട്, ഒരു പ്രാവശ്യം മേൽശാന്തി ആയിട്ടൊന്നും 6 മാസം ഇരിക്കാൻ പറ്റുള്ളൂ, പുറപ്പെടാ ശാന്തിയാണ്, ഇവിടെ വിട്ട് പുറത്തു പോകാൻ പാടില്ല, അങ്ങനെയാണ് നിയമം, ഇവിടെ തന്നെ ജീവിക്കണം, ഡെയിലി കാലത്തെ 2 മണിക്ക് എണീറ്റാൽ 10 മണി വരെ ഗുരുവായൂരപ്പന്റെ സർവീസ് ആണെന്നൊക്കെ പറഞ്ഞു. ഞാനത് ഇംഗ്ലീഷിൽ പറയുകയാണ്. അദ്ദേഹത്തിന് മനസ്സിലായി എന്താ പറയണമെന്ന് മനസ്സിലായിട്ടുണ്ട്, അത്രയ്ക്കൊക്കെ അദ്ദേഹത്തിന് അറിയാം മാവന്. അപ്പൊ എന്നിട്ട് ഗുരുമഹാരാജ് അദ്ദേഹത്തോട് പറഞ്ഞു, പരമഭാഗ്യം, അങ്ങേക്ക് ഈ ലോകത്തിലെ ഭഗവാൻ തന്നിട്ടുള്ളത് യശോദാമായിയുടെ റോളാണ്. യശോദാമ്മ എന്താ ചെയ്തിരുന്ന, ഭഗവാനെ കുളിപ്പിക്കുക, ഭഗവാനെ ഊട്ടി വിടുക, ഊണ് കഴിപ്പിക്കുക, ഭഗവാന്റെ കാര്യങ്ങളൊക്കെ നോക്കുക, ഭഗവാനെ ഡ്രസ്സ് ചെയ്യിപ്പിക്കുക. ഞാൻ ദർശനം എടുത്ത് വസ്ത്രമായിട്ട് കേമായിട്ട് ദർശനമൊക്കെ ഗുരുമഹാരാജ് പറയുന്നു. അപ്പൊ 24 മണിക്കൂറും ഭഗവാന്റെ സേവനത്തിൽ അങ്ങനെ ഇരിക്കാന്ന് വെച്ചാൽ ഗോപികൾക്ക് എങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഗുരുമഹാരാജ് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോ ഞാൻ ഈ പറയുന്ന പോലെ ഒന്നല്ല കേട്ടോ, ഭയങ്കര ഡീപ്പായിട്ട് യശോദാമായുടെ റോളാണ് നിങ്ങൾക്കുള്ളത്. ഭഗവാനെ കുളിപ്പിക്കുക, ഭഗവാനെ നോക്കുക, ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുക. ഈ ഡ്യൂട്ടികളൊക്കെ നേരിട്ട് നിങ്ങളെ ഏൽപ്പിച്ചത് നിങ്ങൾ ഭഗവാന്റെ അടുത്തുള്ള ഭക്തനായതുകൊണ്ടല്ലേ, നിങ്ങളൊക്കെ വന്ന് കാണാൻ സാധിച്ചതിന്റെ ഭാഗ്യം എന്ന് ഗുരുമഹാരാജ് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ആകെ ഇതായി. ഉടനെ അവിടെ നിന്ന് എണീറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എല്ലാം ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു, മലയാളത്തിൽ അദ്ദേഹം പറയാണ്, ഞാൻ ആദ്യം വിചാരിച്ചതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷെ അങ്ങ് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും എത്ര ഭാഗ്യമാണ് എനിക്ക് ഭഗവാൻ തന്നിട്ടുള്ളത്. അപ്പോഴാണ് അദ്ദേഹത്തിന് എന്നെ മനസ്സിലായത്. അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അദ്ദേഹം നമസ്കരിച്ചു. ഉള്ളിൽ വന്നപ്പോ എണീക്കാത്ത ആള് ഗുരുമഹാരാജിന് 5 മിനിറ്റ് സംസാരിച്ചപ്പോഴേക്കും നമസ്കരിച്ചു. എന്നിട്ട് പിന്നെ ഓരോ കാര്യങ്ങളായി. ഗുരുവായൂരപ്പന്റെ ആടിയ എണ്ണ കൊണ്ടുവരൂ, ഗുരുവായൂരപ്പന്റെ പാലഭിഷേകത്തിന്റെ കൊണ്ടുവരൂ, ഗുരുവായൂരപ്പന്റെ കൗപീനം കൊണ്ടുവരൂ, ഇന്ന് രാവിലെ എടുത്തു കൊണ്ടുവന്നത് കൗപീനം കൊണ്ടുവരൂ, ഗുരുവായൂരപ്പന്റെ കദളിപ്പഴം കൊണ്ടുവരൂ, ഗുരുവായൂരപ്പന്റെ മുടിമാല കൊണ്ടുവരൂ, ഓരോന്നായിട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ്.
എന്നിട്ട് അവസാനം ഗുരുമഹാരാജൻ എണ്ണ കൊടുത്തു. കഴിഞ്ഞ് ഗുരുമഹാരാജന്റെ ആടിയ എണ്ണ കൊടുത്തിട്ട് അദ്ദേഹം ഇങ്ങനെ കഴിച്ചു. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. കഴിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു. കഴിച്ചിട്ട് കഴുകാൻ വേണ്ടി ഇങ്ങനെ സ്ഥലം നോക്കി. അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തെ എന്ന് വെച്ചാൽ ഗുരുവായൂരപ്പിന് നേദിക്കുന്ന സ്വർണ്ണ പാത്രങ്ങളിലാണല്ലോ ഗുരുവായൂരപ്പിന് നേദിക്കണൊക്കെ. പാൽപ്പായസം നേദിക്കണ കിണ്ണമൊക്കെ നല്ല വെയിറ്റാണ്. അപ്പൊ എല്ലാം പ്യൂർ സ്വർണ്ണത്തിലുണ്ടാക്കി. അപ്പൊ ഇതൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു. ഇതിലാണ് ഭഗവാന് നിവേദ്യം കൊടുക്കുക കൊണ്ടുവന്ന് കാണിച്ചു. അതാ വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. ഗുരുമാരി എണ്ണ കൈ കഴുകണം. കൈ കഴിയുമ്പോ ആചാരമൊക്കെ നന്നായിട്ട് നോക്കുമല്ലേ. ഭയങ്കര സന്തോഷമായി. എന്നിട്ട് ഇതൊക്കെ കൊടുത്തു. ഇതെല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഭയങ്കര ഫ്രണ്ടായി ഗുരുമഹാരാജുമായിട്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു വ്യക്തിയും കൂടി എത്ര ഹാർട്ടാണെങ്കിലും ഗുരുമഹാരാജുമായിട്ട് ഇന്ററാക്ഷനില്ല, കുറച്ചു നേരത്തെ ഇന്ററാക്ഷനില്ല ഇങ്ങനെയൊരു മാറ്റം വരിക. ആദ്യമൊക്കെ ഞാനിങ്ങനെ ഡിവോട്ടിയായി പോണതിലൊന്നും വലിയ താല്പര്യമില്ല, അപ്രോവൽ ചെയ്യാത്ത ആളായിരുന്നു. അവസരം കിട്ടുമ്പോഴൊക്കെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ പറയും, നീ ഒരു വലിയ മഹാനാണെന്ന് എന്റെ വിചാരം കാല് കൊടുത്തിങ്ങനെ നടക്കുക, ഇന്നും അല്ല വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പറയാറുണ്ടായിരുന്നു. ചീത്ത പറയും എപ്പോഴും. പക്ഷെ കാണുമ്പോഴൊക്കെ ചീത്ത പറയും. പക്ഷെ ഇതിന് ശേഷം അദ്ദേഹം ചീത്ത പറഞ്ഞത് മാത്രമല്ല, ഭയങ്കര സന്തോഷമാണ് കാണുമ്പോഴേ. അദ്ദേഹത്തിന്റെ മഹാനാണ് കേട്ടോ. അദ്ദേഹം പറയാണ്ടിരിക്കാൻ നിമിത്തില്ല, മഹാനാണ്. ആൾക്കാർക്ക് കാണുന്നു, കുറച്ച് സെൻസ് ഉള്ളവർക്കൊക്കെ മനസ്സിലാവും അദ്ദേഹം മഹാനാണെന്നുള്ള കാര്യം. അദ്ദേഹത്തിന്റെ സൈസും ഇത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഇന്ററാക്ഷൻ, അദ്ദേഹത്തിന്റെ എളിമ, ഗുരുമഹാരാജന്റെ ഒരു എക്സ്പോഷർ, ആൾക്കാരുമായിട്ടൊരു ഇടപഴകല്, പ്യൂർ ഡിവോട്ടി ആണെന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. ഈ സമയത്ത് തന്നെ വേറെ സമയത്ത് ഗുരുവായൂരിലേക്ക് പോകുമ്പോ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ ട്രിവാൻഡ്രത്ത് വരികയാണ്. ട്രിവാൻഡ്രത്ത് വരുമ്പോ ട്രെയിനിൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോ ഒരു ഡിവോട്ടി ഒരു 7up വാങ്ങി, ഒരു കൊച്ചു പയ്യൻ, ഒരു പോളണ്ടിൽ നിന്നുള്ളൊരു അയാള് പോയി 7up വാങ്ങിക്കൊണ്ടുവരും. റെയിൽവേ സ്റ്റേഷനില് എല്ലാവരും ബസ്സിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഗുരുമഹാരാജ് ലാസ്റ്റില് കാറിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്, ഗുരുവായൂരേക്ക് പോകാൻ വേണ്ടി. അപ്പൊ ഒരു പയ്യൻ ഓടി വന്നിട്ട് 7up ഇങ്ങനെ 7upല് ഇതൊക്കെ ഇട്ടിട്ട് സ്ട്രോക്ക് ഇട്ട് ഗുരുമഹാരാജിനെ കാണിച്ചു. അപ്പൊ ഗുരുമഹാരാജ് ഇങ്ങനെ 2 സിപ്പ് എടുത്തിട്ട് കൊടുത്തു. ഈ പയ്യൻ തുള്ളിച്ചാടി പോയി അത് കുടിക്കുകയും ചെയ്തു. ഞാൻ ആ പയ്യനെ വിളിച്ചു ചോദിച്ചു, എന്താ ചെയ്തതെന്ന് ചോദിച്ചു. What are you doing? You are giving, we have to give this to Guru Maharaj. No? You just took it and no, I just offered to Guru Maharaj. ഞാൻ ഓഫറിങ് ചെയ്തതാണ്, ഞാൻ നേദിച്ചതാണ് ഗുരു മഹാരാജിനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് 7up. ഞാൻ വിചാരിച്ചു നല്ല ഐഡിയ ആണല്ലോ. അപ്പൊ അത് കഴിഞ്ഞ് ഗുരുവായൂരിലൊക്കെ പോയി ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഞാനും വിചാരിച്ചു ഒരു 7up വാങ്ങി കൊടുപ്പിക്കാൻ, ഞാനും പ്രസാദം കഴിക്കാൻ വിചാരിച്ചു. ഞാൻ എന്നിട്ട് 7upനകത്ത് വാങ്ങി ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ ഗുരുമഹാരാജ് നോക്കി, തറപ്പിച്ച് നോക്കി, എന്നിട്ട് കൈയോട് ഇങ്ങനെ തട്ടി നോക്കി. വോട്ടായിട്ടായിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചടാ, അവൻ കൊണ്ടു കൊടുത്തപ്പോഴേക്കും മനസ്സിലായി ഗുരുമഹാരാജ് പെട്ടെന്ന് കുടി, ഞാൻ കൊണ്ടു കൊടുക്കുമ്പോഴേക്കും എന്തെങ്കിലും എന്നൊരു ധാരണ മനസ്സിൽ പെട്ടെന്ന് വന്നു. അതിനുശേഷം ശരി, വലിയ സങ്കടമായി, ഗുരുമഹാരാജ് കുടിച്ചില്ല, മേ ബി ഗുരുമഹാരാജിന്റെ മൂഡ് ശരിയാവില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു അവസരം കിട്ടുമ്പോഴേക്കും ഞാൻ ചോദിച്ചു, ഗുരുമഹാരാജ്, the other boy was offering you 7up, but I also take, you did not accept. That time you accepted. ഗുരുമഹാരാജ് അപ്പാണ് മനസ്സിലായത്. അത് കണ്ടിട്ടാണ് നമ്മള് യോഗ്യനായിട്ട് വരണമെന്നാണ് ഗുരുമഹാരാജ് വിചാരിച്ചത്. അപ്പൊ ഗുരുമഹാരാജ് പറഞ്ഞു, അവനത് ഓക്കെ, പോളണ്ടിൽ നിന്ന് വരുന്ന ഒരു പയ്യന് കുറച്ച് എൻകറേജ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്, അവനത് ഓക്കെ. പക്ഷെ നീ അത് ചെയ്യാൻ പാടില്ല, കാരണം നിനക്ക് കുഴപ്പമുള്ള സംസ്കാരം ഉണ്ട്. ഇതൊന്നും ഗുരുവിന് ഓഫർ ചെയ്യാൻ പറ്റുന്ന സാധനമല്ല, നിനക്കറിയില്ല, പിന്നെ നീ കൊണ്ടുവരണം എന്ന് ചോദിച്ച് ഗുരുമഹാരാജ് ചർച്ച ചെയ്തത്. അപ്പൊ അതും മനസ്സിലായി. കാരണം നമ്മൾ ഓരോരുത്തരോടും അവരവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവരവരുടെ രീതികൾ ഇത് മനസ്സിലാക്കി അടുത്ത ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഗുരുമഹാരാജ് ഓരോരുത്തരെ എൻകറേജ് ചെയ്യണമെന്ന് മനസ്സിലായി. ഓക്കെ, ഹരേ കൃഷ്ണ.